good evening everyone. Yes, class 9 എല്ലാ മക്കൾക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ എക്സാം ടൈം ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മിസ് കാണുന്നുണ്ടായിരുന്നു കുറേ ചാറ്റ്, കുറേ പേരുടെ ചാറ്റ് ബോക്സിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. യെസ്, അപ്പോൾ ഗുഡ് ഈവനിങ്. യെസ്, മിസ് വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ എല്ലാവരും എന്താണ് എക്സാമിൻ്റെ തിരക്കിലാണ്, ടെൻഷനിലാണ്. എങ്ങനെയാണ് അവസ്ഥ? സുഖമാണോ എല്ലാവർക്കും? യെസ്, ഓക്കെ, വേഗം പറഞ്ഞു ഒന്ന്. ഗുഡ് ഈവനിങ്. യെസ്, മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിസ്സിനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. യെസ്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ മക്കളെ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, അപ്പോൾ 7:30 ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് എന്നെ മിസ് വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കംപ്ലീറ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു പവറോട് കൂടി വേണം ഇന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ. ഓക്കെ, യെസ്, അത് സെറ്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ എല്ലാവരും സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഫുൾ പവറോട് തന്നെ ഇരിക്കണം കേട്ടോ. യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? മിസ് എടുക്കുന്ന പോർഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മിസ് എടുക്കുന്ന ഇത്രയും പോർഷൻസ് ആണ്. നമ്മൾ ശ്രുതി മിസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആദിത്യ മിസ്സും കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ എന്ത് ചെയ്യും? സെറ്റ് ആയിട്ട് തരും. ഫുൾ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പോംസും സ്റ്റോറീസും എല്ലാം ഉണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്? മിസ്സിൻ്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പറയണം മിസ്സിൻ്റെ അടുത്ത്, യെസ് സെറ്റാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ പറയണം മിസ്സിൻ്റെ അടുത്ത്, മിസ്സേ റെഡിയാണ്, ക്ലാസ് തുടങ്ങാം എന്നുള്ളത് മിസ്സിൻ്റെ അടുത്ത് ഒന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ പവർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ച മക്കളെ, ഒന്ന് പറഞ്ഞേ. യെസ്, നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറേ ഫയർ ഇമോജീസ് അങ്ങോട്ട് തന്നെ. അപ്പം മിസ്സിന് മനസ്സിലാവും മക്കളൊക്കെ നല്ല ഫുള്ള് പവറോട് കൂടിയിട്ടാണ്, ഫുള്ള് എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. യെസ്, വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. യെസ്, ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയാണ്. മിസ് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? യെസ്, ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ്? ഇവിടെ കാണാല്ലേ എന്തൊക്കെയാണ്? ദ റേസ് ഉണ്ട്, പിന്നെ ലേണിംഗ് ദ ഗെയിം ഉണ്ട്, ബാങ് ദ ഡ്രം ഉണ്ട്, ഓൺ കില്ലിംഗ് എ ട്രീ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ അടിപൊളിയായിട്ട്, ഇതിൽ പോമൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, യെസ്, ഫുൾ സെറ്റാണ് അല്ലേ? ഫുൾ സെറ്റാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ പഠിക്കാൻ പോവാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ദ റേസ് എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ മിസ് പറയുന്നതാ ഈ ഒരു ഒറ്റ ലൈവോട് കൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് മാറും കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സമയം കളയുന്നില്ല. ദ റേസ് എന്നുള്ള ചാപ്റ്റർ അല്ലേ? റൈറ്റർ ആരാണ്? നിഷ പഞ്ചാബി എഴുതിയിട്ടുള്ള ദ റേസ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്റ്റോറിയാണ് അല്ലേ? ഒരു കുട്ടി സ്റ്റോറി, അത്ര വലിയ സ്റ്റോറി ഒന്നല്ല, എന്നാൽ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നല്ലൊരു സ്റ്റോറിയാണ്, ഒരു മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജ് ഒക്കെ തരുന്ന ഒരു നല്ല സ്റ്റോറിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സമ്മറി എന്നുള്ളതാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇപ്പം എക്സാം ഒക്കെ ആയിട്ടുണ്ട്, എല്ലാവരും ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, എത്ര പേര് ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ചിട്ട് വന്നിട്ടുണ്ട്? യെസ്, ഒന്ന് പറഞ്ഞേ, എത്ര പേര് ചാപ്റ്റേഴ്സ് ഒക്കെ? യെസ്, നിഷ പഞ്ചാബി, ഷിഫക്കുട്ടി പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. യെസ്, എത്ര പേര് ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ചിട്ട് വന്നിട്ടുണ്ട്? എല്ലാവരും വായിച്ചിട്ടാണോ വന്നിട്ടുള്ളത്? വായിച്ചിട്ട് വന്നിട്ടുള്ളവർക്ക് സുഖമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സമ്മറി പറയുമ്പോൾ അവർ റിവൈസ് ചെയ്യുക അല്ലേ? മൈൻഡ് കൊണ്ട് എന്താണ് റിവിഷൻ നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും? എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, വായിച്ചിട്ടില്ല, ചിലരൊക്കെ വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, കൂടുതൽ പേരും വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, യെസ്, അപ്പോൾ ദ സ്റ്റോറി ദ റേസ് റിവോൾവ്സ് അറൗണ്ട് എ 12-year-old boy named Tarun, who was an ordinary student and was always demotivated for his unsatisfactory marks by his പാരൻസ്. അപ്പോൾ എന്താ പറയുന്നത്? തുടക്കം തന്നെ നമുക്കറിയാം, ഇത് തരുണിൻ്റെ കഥയാണ് അല്ലേ? തരുണിൻ്റെ സ്റ്റോറി ആയിരുന്നു. തരുൺ എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ട്? 12 years old boy ആണ് അല്ലേ? ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഒരു ചെക്കൻ. അവൻ്റെ പേരാണ് തരുൺ. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അവൻ എന്താണ് അത്ര നല്ല ഒരു ഡീമോട്ടിവേഷനാണ് കിട്ടുന്നത്. മോട്ടിവേഷൻ അല്ല കിട്ടുന്നത്, ഡീമോട്ടിവേഷനാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ എന്താ, നല്ല റിമാർക്സ് ഒന്നും അല്ല കിട്ടുന്നത്. അതിന് കാരണമുണ്ട് അല്ലേ? അവന് വലിയ ഗ്രേഡ്സും കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. അതുപോലെ തന്നെ എന്താണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പാവമാണ് അല്ലേ? അപ്പോൾ അവൻ തന്നെ അവനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ബ്ലാക്ക് ഷീപ്പാന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ കറുത്ത ആടെന്ന് പറയും അല്ലേ? കറുത്ത ആടെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഫാമിലിയിൽ അവിടെ ഫുള്ളായിട്ടും എല്ലാവരും എന്താണ് നല്ല സെറ്റായിട്ടുള്ള ആളുകളാണ്. പക്ഷേ
ഓൺലി തരുൺ മാത്രം എന്താണ് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, പ്രത്യേകിച്ച് ഗ്രേഡ് കൂടുതലൊന്നുമില്ല. ഓക്കെ, യെസ് അഫ്ര. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയായ കാരണം കൊണ്ട് എല്ലായിടത്തും എന്താണ് ഒരു ഇഗ്നറൻസ്, ഒരു നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഫീൽ ഒക്കെ ഉണ്ടാവുന്നു അല്ലെ. അവനൊരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അല്ലെ, അവനെ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറയും ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് അതാന്നൊക്കെ പറയും. പക്ഷെ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് വളരെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് തന്നെ അവന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഇത് കിട്ടുമ്പോൾ നല്ല ബുദ്ധിമുട്ട് കാണും അല്ലെ. നിങ്ങളുടെ ഫാമിലി നിങ്ങളൊന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പോൾ അതുപോലെയാണ് നമ്മുടെ തരുണിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അവനൊരു ഓർഡിനറി സ്റ്റുഡന്റ് ആയിരുന്നു, അത്ര നന്നായിട്ട് പഠിക്കുന്ന ആളൊന്നല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ് അല്ലേ. പക്ഷെ അവന്റെ ബ്രദർ എന്താണ് അടിപൊളിയായിട്ട് പഠിക്കുന്ന ആളാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ തന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ബ്രദർ ഉണ്ടാവും അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടാവും അല്ലേ. അപ്പൊ അവർ ഭയങ്കര പഠിപ്പായിരിക്കും, നമ്മൾ ആവറേജ് തട്ടിമുട്ടി ജയിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് എന്താണ്, നിന്റെ ചേട്ടൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ ചേച്ചിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നിന്റെ അനിയത്തിനെ കണ്ടുപിടിക്കുക, നിന്റെ അനിയനെ കണ്ടുപിടിക്കുന്നു പറയും അല്ലേ. നമുക്കത് കേൾക്കുന്നത് ഇഷ്ടമാണോ? അല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് തരുണിന്റെ അവസ്ഥ അല്ലേ. യെസ്, ഓക്കെ. He loses his confidence after realizing that he is good for nothing. പാവം കുട്ടി അല്ലേ. തരുണിന് എന്താ ഫീൽ ചെയ്യുന്നത്? അവനെ ഒന്നിനും കൊണ്ട് നല്ലതല്ലോ, അവനെ ഒന്നിനെ കൊണ്ട് എന്താണ് കൊള്ളുന്നില്ലല്ലോ, ഒന്നിനും കൊള്ളത്തില്ല, തന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അവന്. അതുകൊണ്ട് he loses his confidence. അവന്റെ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവനൊരു ആത്മവിശ്വാസം ഇല്ലാണ്ടാവുകയാണ്. കാരണം എന്താണ്, ഫാമിലിയിൽ നിന്ന് തന്നെ എന്താണ് എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ്, തനിക്ക് മാത്രം ഒരു കഴിവില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് കാരണം എന്താണ് അവനൊരു കോൺഫിഡൻസ് ഇല്ല. However, he is driven by a desire to be a fast runner. എന്താണ്, പക്ഷേ അവനൊരു ആഗ്രഹമുണ്ട് മക്കളെ. എന്താണ് ആഗ്രഹം? തരുണിന്റെ ഒരു ആഗ്രഹം എന്താണ് മക്കളെ? തരുൺ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, ഒരു ഡിസയർ ഉണ്ട് അവന്. അത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്നിട്ട് എത്രയും എല്ലായിടത്തും ചുറ്റും എന്താണ് ചുറ്റുപാടുന്ന് കുറേ ഇഗ്നറൻസോ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ പോലും അവന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. എന്തായിരുന്നു ആ ഫയർ? എന്തായിരുന്നു ആ ഡിസയർ എന്ന് പറയുന്നത്? ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു? യെസ്, നിയ പറയുന്നുണ്ട്. നിയ യെസ്, ഫാസ്റ്റ് റണ്ണർ ആവാനായിരുന്നു അല്ലേ. യെസ്, റോക്കി ബല്ലോബ. ഓക്കെ, പേരുകൾ മിസ്സിന് കറക്റ്റ് ആയിട്ട്. യെസ് എല്ലാവരും പറയുന്നുണ്ട്. യെസ്, ടു ബിക്കം ആൻ അത്ലീറ്റ് അല്ലെ, ഒരു റണ്ണർ ആവാൻ വേണ്ടി, അതും ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തരുണിന് ഒരു ആഗ്രഹം ഉള്ളത് അല്ലെ. അപ്പൊ അവന്റെ ഉള്ളിലെ ഒരു ഡിസയർ എന്ന് പറയുന്നത് എന്താണ്, അവൻ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനാവണം, ലോകത്തിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഒരാളാവണം. One day he meets a trained athlete and coach Ram Narayan, who admires his talent in the field of athlete and promises to teach him on the condition that he wins the children's day race. ഒരു ദിവസം ഈ പറയുന്ന തരുൺ എന്താണ് ഭയങ്കര സാഡായിട്ട് ഷോക്ക് അടിച്ചിട്ട് ഒരു ദിവസം പാർക്കിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ആരായിരുന്നു അത്? ഒരു ഓൾഡ് മാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തരുണിന് ആരാന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ് പേരൊക്കെ പറയുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു ആളുടെ പേര്? യെസ്, എന്തായിരുന്നു പേര്? സായിബ. ഓക്കെ, യെസ്, കുറേ പേര് പറയുന്നുണ്ട് മിസ്സിന് കറക്റ്റായിട്ട് നിങ്ങളുടെ പേരുകൾ വായിക്കാൻ പറ്റില്ല, ചാറ്റിൽ ഇങ്ങനെ പേരുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വെരി ഗുഡ്. രാം നാരായൺ. എല്ലാവരും പറഞ്ഞിട്ട് രാം നാരായൺ അല്ലേ. ഈ രാം നാരായൺ ആരാണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോച്ചാണ് അല്ലേ, ഒരു അത്ലീറ്റ് ആണ്. അപ്പൊ ആളെയാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മുടെ തരുണിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് രാം നാരായണുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? തരുൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ രാം നാരായണനെ കാണുന്നു. അപ്പോൾ ആള് പറയുന്നുണ്ട് അല്ലേ, ആള് എന്താണ് ശ്രദ്ധിക്കുമ്പോൾ, ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ തരുണിന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇവനൊരു ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട് എന്നും മനസ്സിലാക്കുകയാണ് രാം നാരായൺ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നീ ചിൽഡ്രൻസ് ഡേ റേസിൽ നീ ജയിക്കണം, നീ വിൻ ചെയ്യണം. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു കാര്യം, ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയണേ, അങ്ങനെയാണെങ്കിൽ നീ ജയിക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കോച്ചിങ്ങിന് വേണ്ടി നിന്നെ ട്രെയിൻ ചെയ്യാൻ ഞാൻ എന്ന് പറയാണ്. അൺഫോർച്ചുനേറ്റ്ലി തരുൺ നോട്ട് ഓൺലി ഫെയിൽസ് ബട്ട് ഓൾസോ ഫിനിഷസ് ദ റേസ് അറ്റ് ലാസ്റ്റ്. പക്ഷേ അവസാനമാണ് നമ്മുടെ തരുണിനെ ജയിക്കുന്നില്ല അല്ലെ, ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അത് മാത്രമല്ല, അൺഫോർച്ചുനേറ്റ്ലി എന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ അവൻ അവസാനമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ റേസിൽ ഏറ്റവും അവസാനമായിട്ടാണ് അവൻ ഫിനിഷ് ചെയ്യുന്നത്. യെസ്, despite the failure, Ram Narayan agrees to train him for his determination and courage. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നിങ്ങളാണ് തരുണിന്റെ സ്ഥാനത്തെങ്കിൽ, ഇപ്പൊ മിസ്സാണെങ്കിൽ മിസ് എന്താ ചിന്തിക്കുക? ഓടി ഒന്ന് വീണു,
പിന്നെ ഓടാൻ ചിലപ്പോൾ ധൈര്യം കിട്ടില്ല അല്ലെ. ചിലർക്ക് മിക്കവർക്കും എന്തായിരിക്കും പിന്നെ ഓടാൻ പിന്നെയും അത് ട്രൈ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല, ഒരു കറേജ് ഉണ്ടാവില്ല. അപ്പോൾ അവർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അല്ലെ, ഗീവ് അപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ തിരിച്ചു വരാനാണ് കൂടുതൽ ചാൻസ്. പക്ഷെ തരുൺ എന്താ ചെയ്യുന്നത്? തരുൺ ലാസ്റ്റാണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ എന്താണ്, അവൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് അവനത് ക്വിറ്റ് ചെയ്ത് വരികയല്ല ചെയ്തത് അല്ലെ, അവനത് കണ്ടിന്യൂ ചെയ്തു, അത് അവൻ ഫിനിഷ് ചെയ്തു, ഫുൾഫിൽ ചെയ്തു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം, ഡിറ്റർമിനേഷൻ അല്ലേ, അവൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ. അത് കണ്ടിട്ട് നമ്മുടെ രാംനാരായൺ വീണു അല്ലെ. രാംനാരായൺ എന്താണ്, അത് കണ്ടപ്പോൾ ഫ്ലാറ്റ് ആയാൾ, ഓക്കെ കൊള്ളാലോ ചെക്കൻ കൊള്ളാലോ എന്നുള്ളൊരു ഫീലിംഗ് ആർക്ക് വന്നു? നമ്മുടെ രാംനാരായണന് വന്നു. ഓക്കെ, അപ്പോൾ ഇവനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ രാംനാരായണന് വന്നു. തരുൺസ് എൽഡർ ബ്രദർ ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ് അൺലൈക്ക് തരുൺ. അപ്പോൾ തരുണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തരുണിന്റെ ബ്രദർ എപ്പോഴും എന്താണ്, മൂത്ത ബ്രദർ അല്ലേ, അവൻ എപ്പോഴും എന്താണ്, ഫാമിലിക്ക് ഒരു പ്രൗഡാണ്, ഫാമിലിനെ എന്താണ്, ഒരു അഭിമാനമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു കഴിവുകൾ, എൽഡർ ബ്രദറിന്റെ ഒരു കഴിവുകൾ കാരണം കൊണ്ട് ഫാമിലിക്ക് അഭിമാനമാണ് ഉള്ളത്. പക്ഷെ എന്താണ്, however, തരുൺ വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലീറ്റ് ആൻഡ് വാസ് ആൻ എക്സലന്റ് റണ്ണർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ തരുണിന് എന്ത് കഴിവുണ്ട്, അവനൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു അത്ലീറ്റ് ആണ് അല്ലേ, ഒരു ഗ്രേറ്റ് അത്ലീറ്റ് ആണ്. അങ്ങനത്തെ ഒരു ബോഡിയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും, നല്ല അത്ലീറ്റ് ബോഡി ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഉള്ളിൽ എന്തുണ്ടാവണം, അതിനുള്ളൊരു ഡിസയർ ഉണ്ടാവണം അല്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസയർ. യെസ്, നെവർ ഗിവ് അപ്പ്. അമ്മു കറക്റ്റ് ആണ്. യെസ്, അങ്ങനെ വേണം നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ വേണം ഓരോ കാര്യങ്ങളും, എന്ത് കാര്യം ആവട്ടെ, ഇപ്പൊ പഠിക്കുന്ന കാര്യമായാലും എന്താണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ തന്നെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുള്ളൂ. യെസ്, ആൻഡ് വാസ് ആൻ എക്സലന്റ് റണ്ണർ. അവൻ എന്താണ്, ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു റണ്ണറും കൂടിയാണ്. ഹി വുഡ് റൺ ഫോർ അവേഴ്സ് ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. അപ്പൊ അവൻ എത്ര വേണമെങ്കിലും ഓടും, അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, അവൻ എത്ര ദൂരം വേണമെങ്കിലും ഓടാനായിട്ട് പറ്റും. യെസ്, ഗ്രേറ്റ് അത്ലീറ്റ്. യെസ്, വെരി ഗുഡ്. അറ്റ് ടൈംസ് ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ് ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ വിച്ച് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്, ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ ബസ് മിസ്സായി. സ്കൂൾ ബസ് മിസ്സാവുമ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത്, 5 miles ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അല്ലേ, 5 miles ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും അവൻ എന്ത് ചെയ്യും, അവിടം വരെ ഓടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണത്, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് അല്ലേ. അവൻ തന്നെ ആയാലും റിയലൈസ് ചെയ്യാണ്ട് തന്നെ ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. 5 milesോളം അവൻ ഓടിയിട്ട് സ്കൂളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ആ റണ്ണിങ് എന്ന് പറഞ്ഞ ആ ക്വാളിറ്റി, ആ ഒരു സംഭവം എന്താണ്, ആ സ്കില്ല് അവൻ കൂടുതൽ അത് നല്ലതാക്കിയിട്ട് ഇംപ്രൂവ് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് him to concentrate more on studies. അപ്പോൾ ചില വീടുകളിൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. എന്താണ്, പാരൻസ് ഒക്കെ പറഞ്ഞു, നീ ഇങ്ങനെ ഓടാനൊന്നും പോണ്ട, അത്ലീറ്റ് ആവാനൊന്നും പോണ്ട, റണ്ണർ ആവാനൊന്നും പോണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല, നീ എന്ത് ചെയ്താൽ മതി, കൂടുതൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. യെസ്, ടീച്ചറിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മിസ്സിന്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ, മിസ്സിന്റെ പേര് ഹരിജ എന്നാണ്. ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞ എന്താണ്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ത് കാര്യത്തിലാണ്, പഠിപ്പിലാണ്, സ്റ്റഡീസിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില പാരൻസ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് തരുണിൻ്റെ പാരൻസ് അല്ലേ. എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്, നന്നായിട്ട് പഠിക്കണം എന്ന് പറയാണ്. ഓൺ ദ അതർ ഹാൻഡ് ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി ആൻഡ് ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ് ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അപ്പോൾ അതുമാത്രം അല്ല, ഇവരുടെ പാരൻസിന്റെ ആഗ്രഹം ഇത് മാത്രമാണ് എന്നുള്ളതല്ല പ്രശ്നം. എന്തും കൂടെയാണ് പ്രശ്നം, ഇവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മക്കളെ, മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ്. അപ്പോൾ കൂടുതൽ പൈസ ഒന്നുമില്ല. ഇവനെ ഇങ്ങനെ നല്ലൊരു കോച്ചിന്റെ അടുത്ത് വിട്ടിട്ട് ട്രെയിനിങ്ങിനൊന്നും വിടാൻ വേണ്ടിയിട്ട് നല്ല പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. ഹിസ് ഫാദർ വാസ് വെരി അഗ്രസീവ് ആസ് തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻസ്. അപ്പോൾ എക്സാമിന് തോറ്റുപോയപ്പോൾ, നമ്മുടെ തരുൺ തോറ്റുപോയപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ടെറർ ആവുന്നുണ്ട് അല്ലേ, ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, എക്സാമിനൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പാരൻസ്, ചിലർ പറയും അടുത്ത തവണ നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ചിലർ ഭയങ്കരമായിട്ട് ചൂടാവാറുണ്ട്. അപ്പോൾ തരുണിൻ്റെ അച്ഛൻ എന്താ ചെയ്ത്, ഫുള്ള് ചെയ്ത പറഞ്ഞു. ഓക്കെ, ഒത്തിരി വഴക്ക് പറഞ്ഞു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും അവനെ കുറേ കളിയാക്കി. Yes, it was a day he wanted to wipe out from his memory and so he ran all around the park. അന്നാണ് അവൻ എന്ത് ചെയ്തത്, യെസ്, അവൻ ഓടാൻ തുടങ്ങി. എന്താ ചെയ്തവൻ, അവൻ ഈ ദിവസം എങ്ങനെങ്കിലും അവൻ്റെ മെമ്മറിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് തുടച്ച് മാറ്റണമെന്ന് തോന്നുകയാണ്. നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നമ്മുടെ പൊട്ട ദിവസമാണെങ്കിൽ ചില ദിവസം എന്തായിരിക്കും, ചിലപ്പോൾ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നു, മിസ്സുമാരുടെ നിന്ന് ചീത്ത കേട്ടു, വെറുതെ അടി കിട്ടി, അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വഴക്ക് കൂടി, അങ്ങനത്തെ കുറച്ച് നല്ല പൊട്ട ദിവസങ്ങളുണ്ടാവും അല്ലേ. അങ്ങനെ പൊട്ട ദിവസങ്ങളിൽ നമുക്ക് എന്ത് തോന്നും, ഈ ദിവസം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്ന് തോന്നാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ തരുണിന് എന്താ തോന്നുന്നത്, ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ദിസ് ഡേ ഫ്രം ഹിസ് മെമ്മറി. അവൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ ആ ഒരു ദിവസം തുടച്ച്
തുടച്ചു മാറ്റണം എന്ന് അവന് തോന്നി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. ആ പാർക്കിൽ ഫുള്ള് കിടന്നിട്ട് ഓടി. ഓക്കെ, അപ്പൊ ചിലർ അങ്ങനെ ആയിരിക്കും, ചിലർ അവരവരെ തന്നെ കൂളാക്കാൻ വേണ്ടിയിട്ട്, കാമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കും അല്ലെ, ചെയ്യും. അപ്പൊ മിസ്സാണെന്ന് വെച്ചാൽ മിസ് പാട്ട് കേൾക്കുകയാണ് ചെയ്യുക. അപ്പൊ തരുണിന്റെ കേസിൽ എന്താ ചെയ്യുക? തരുൺ എന്ത് ചെയ്തത്? അവൻ ഫുള്ള് ഓടാൻ തുടങ്ങി. ആഫ്റ്റർ അബൌട്ട് an hour he was fully exhausted and sat on a bench. Okay, sat on കേട്ടോ. യെസ്, സാറ്റ് ഓൺ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. അപ്പോൾ അവൻ്റെ കേസിൽ അവൻ എന്ത് ചെയ്തു? അവൻ നന്നായിട്ട് ഓടി. എന്നിട്ട് ഒരു ബെഞ്ചിൽ വന്നിരുന്നിട്ട് അല്ലേ, ഓടി കഴിയുമ്പോൾ ആ ഒരു കിതപ്പുണ്ടാവും അല്ലേ, സ്റ്റാർട്ടഡ് പാൻറ്റിങ് അല്ലേ, പാൻറ്റിങ് ചെയ്യാൻ തുടങ്ങി, കിതയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഈ ഒരു മനുഷ്യനെ കാണുന്നത് അല്ലേ. ഓൺ ദ സെയിം ബെഞ്ച് ആൻഡ് എൽഡർലി ജെന്റിൽമാൻ രാം നാരായൺ, എ 60-year-old man came and sat beside him. അപ്പോൾ ആ സമയത്താണ് 60 വയസ്സുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് അവൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിരുന്നു. He had won an Olympic medal in the 400 meter in 1960s. അപ്പോൾ 1960s അദ്ദേഹം 400 മീറ്ററിൽ ഓടിയിട്ട് ഒളിമ്പിക് മെഡലൊക്കെ വാങ്ങിച്ചിട്ടുള്ള വലിയൊരു ആളാണ് ഈ വന്നിരിക്കുന്ന രാം നാരായൺ അല്ലേ. ഹി റെക്കഗ്നൈസ്ഡ് എ പൊട്ടൻഷ്യൽ റണ്ണർ ഇൻ ഹിം ആൻഡ് പ്രോമിസ്ഡ് ഹിം ടു ട്രെയിൻ ഹിം ഓൺലി ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി വുഡ് വിൻ ദ ചിൽഡ്രൻസ് ഡേ റേസ് അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത്. രാം നാരായൺ പറയാണ്, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തോളാം, കാരണം എന്താണ്, ഈ കുട്ടീൻ്റെ ഉള്ളിൽ നല്ലൊരു ഫയർ ഉണ്ട് എന്നുള്ളത് രാം നാരായൺ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ എന്തായിരുന്നു കണ്ടീഷൻ? ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ആ ദിവസം നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു റേസ് നടക്കുന്നുണ്ട്, അതിൽ നീ ഫസ്റ്റ് വരണം, എന്നാൽ മാത്രമേ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുള്ളൂ. തരുൺ ബിഗെയിൻ ഹിസ് പ്രാക്ടീസ് വിത്ത് ഫുൾ എന്തൂസിയാസം. തരുൺ അവൻ്റെ പ്രാക്ടീസ് ഫുൾ ഒരു എന്തൂസിയാസത്തോട്, ഒരു ഉത്സാഹത്തോടു കൂടെ ചെയ്യാൻ തുടങ്ങി. ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning and run up to 10 miles. അവൻ 4 മണിക്ക്, രാവിലെ 4 മണിക്ക്, നമ്മളൊക്കെ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അല്ലേ, അവൻ ആ സമയത്ത് എണീക്കും. എന്നിട്ട് എന്താണ്, 10 miles അവൻ ഓടും. In the evenings he would time himself according to the 1000 meters distance prescribed by the competition. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1000 meter ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ദൂരം അവൻ എന്താ ടൈം വെച്ചിട്ട് ഓടുമായിരുന്നു. On November 14th തരുൺ വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ November 14th ആയി, ചിൽഡ്രൻസ് ഡേ ആയി, അന്ന് അവൻ വളരെ എക്സൈറ്റഡ് ആണ്. ഹി വാസ് എ ലിറ്റിൽ nervous but then he noticed his mother cheering him on from the crowd which instilled confidence in him. അപ്പോൾ അവൻ വളരെ കുറച്ച് നെർവസ് ഒക്കെ ആണ്. പക്ഷേ ഒരു കാഴ്ച അവൻ കാണണം, നമ്മൾ സിനിമയിലൊക്കെ കാണും അല്ലേ. സിനിമയിലൊക്കെ എന്തായിരിക്കും, സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓടുന്നു, ഹീറോ ഇങ്ങനെ ഓടുന്നു, വേർപ്പൊക്കെ വീഴുന്നു, ഇങ്ങനെ ക്ലോസപ്പ് ഷോട്ടിലുണ്ടാവും, എന്നിട്ട് തോൽക്കാൻ പോകും. പക്ഷെ അപ്പോഴാണ് കാണുന്നത് ഗാലറിയിൽ അവരുടെ ആരെങ്കിലും പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇരുന്നിട്ട് ചിയർ ചെയ്യുന്നുണ്ട്, ഈ ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്താണ്, ഫുള്ളൊരു എനർജി കിട്ടുന്നു, ഓടുന്നു. അതുപോലെ എന്താണ്, നമ്മുടെ തരുൺ കാണുകയാണ് ഗാലറിയിൽ അവൻ്റെ അമ്മ ഇരുന്നിട്ട് ചിയർ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൻ എന്ത് തോന്നി, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി. യെസ്, ദ റേസ് began with Tarun leading the way. However, Tarun failed to see a shallow path on the track and slipped. അപ്പോൾ അവൻ തുടക്കത്തിൽ നല്ല ഫ്രണ്ടിൽ തന്നെ ലീഡ് ചെയ്തിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടി എന്തുണ്ടായി, പകുതി എത്തിയപ്പോഴത്തേക്കും ആൾ വീണുപോയി അല്ലേ. ഒരു പാത്ത്, ആ വഴി അത്ര ശരിയായിരുന്നില്ല, അവൻ അവിടെ സ്ലിപ്പായി പോയി. ഹി സാറ്റ് അപ്പ് ആൻഡ് റെസ്യൂംഡ് ഹിസ് റൺ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കരയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് നടന്ന് തിരിച്ചു പോവുകയോ ചെയ്തില്ല. അവൻ എന്ത് ചെയ്തു, അവിടെ എണീറ്റിരുന്നു, നേരെ വീണ്ടും ഓടാൻ തുടങ്ങി. Unfortunately, he slipped once again and after getting up. വീണ്ടും അവൻ എന്താണ്, വീണ്ടും സ്ലിപ്പ് ചെയ്തു, വീണ്ടും അവൻ എണീറ്റു. തരുൺ began to cry after realizing that he would lose the race. അപ്പോൾ അവൻ തോറ്റു പോകും എന്നുള്ളത് ഓർത്തപ്പോൾ തരുൺ നന്നായിട്ട് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. He heard his mother and Ram Narayan encouraging him to run at the same moment. ആ സമയത്ത് തന്നെ രാം നാരായണനും അവൻ്റെ അമ്മയും അവിടെ നിന്നിട്ട് ഓടുമോനെ എന്നൊക്കെ പറയുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. He sat up and resumed his run. അവൻ എണീറ്റിരുന്നു, വീണ്ടും അവൻ ഓടാനായിട്ട് തുടങ്ങി. അവൻ തുടർന്നു അല്ലെ, ഓട്ടം തുടർന്നു. അവൻ അവിടെ തന്നെ നിന്നിട്ട് എന്താണ്, ക്വിറ്റ് ചെയ്ത് പോകാൻ നിന്നില്ല. അവൻ എന്ത് ചെയ്തു, അവൻ അതിനായിട്ട് ഓടാനായിട്ട് തുടങ്ങി. വീണ്ടും എന്താണ്, അമ്മയും രാംനാരായണനും എന്താണ് ചിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആവേശത്തിൽ അവൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് വീണ്ടും ഓടാനായിട്ട് തുടങ്ങി. The crowd was cheering for Pawan, the boy who actually won the race. അപ്പൊ ബാക്കിയുള്ള മനുഷ്യന്മാരുണ്ട് അല്ലെ, ബാക്കിയുള്ള കുറേ പേരുണ്ട്, അവരൊക്കെ എന്താണ്, പവൻ ഓട് എന്ന് പറഞ്ഞിട്ട് പവന് വേണ്ടിയിട്ട് ചിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പവൻ ആരാണ്, ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് അല്ലെ. However, the audience cheered for Tarun too for his determination for not giving up. അപ്പോൾ തരുൺ തോൽക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല, അതിന് വേണ്ടിയിട്ട് അവൻ്റെ ആ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഓഡിയൻസ് എല്ലാവരും അവന് വേണ്ടിയിട്ട് ചിയർ ചെയ്തു. Even Ram Narayan appreciated him and asked him to come for training the next day as he had won the toughest race
ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ രാംനാരായൺ എന്താണ് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ട്, അത് മതി അല്ലേ, ആ ഒരു ഫയർ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രാംനാരായൺ പറഞ്ഞു പിറ്റേ ദിവസം എന്ത് ചെയ്താൽ മതി, നീ വന്നോളൂ, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണല്ലോ, ഈ ഒരു സ്റ്റോറി ക്ലിയർ ആണല്ലോ മക്കളെ, ഒന്ന് പറഞ്ഞു യെസ് രാംനാരായൺ യെസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഡയറി ക്വസ്റ്റ്യൻസും ലെറ്റേഴ്സും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അറിയാം അല്ലേ, കോമ്പോസിഷൻസ് വരും. നിങ്ങൾ ജസ്റ്റ് എന്ത് മനസ്സിലാക്കി വെക്കുക, സ്റ്റോറിയുടെ സമ്മറി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സ്റ്റോറിയുടെ സമ്മറി മനസ്സിലാക്കി വെക്കുക. രാംനാരായണന്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ നമ്മുടെ തരുണിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ എഴുതുമ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്, രാംനാരായണന്റെ അല്ലെങ്കിൽ തരുണിന്റെ എഴുതുമ്പോൾ എന്തൊക്കെയാണ്, സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട് അല്ലെ, നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ആണ്, എക്സലന്റ് റണ്ണർ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബ്ലാക്ക് ഷീപ്പ് എന്ന് അവനെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ എന്താണ് ഒരു സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന്റെ ക്യാരക്ടറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ യെസ്, ഓക്കെ നറേഷൻ യെസ്, ആ ഓട്ട മത്സരത്തിന്റെ യെസ് വെരി ഗുഡ്. അപ്പോൾ എന്തൂസിയാസം എന്ന് വെച്ചാൽ എന്താ, എന്തൂസിയാസം എന്ന് വെച്ചാൽ ആ ഉത്സാഹം അല്ലേ, ആ ഒരു വലിയ ഒരു സന്തോഷത്തില് ഒരു ആകാംക്ഷയോട് കൂടി ആ ഒരു ഉത്സാഹത്തോട് ഉഷാറോട് കൂടെ ഓടുന്ന. ഓക്കെ യെസ്. ഇനി എന്താണ് ലേണിംഗ് ദ ഗെയിം അല്ലേ, ലേണിംഗ് ദ ഗെയിം നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ എന്താണ് ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പോർഷനാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സച്ചിൻ തെണ്ടുൽക്കറിനെ അറിയാം, ആരാന്നൊക്കെ അറിയാം അല്ലെ, ക്രിക്കറ്ററാണ്, നമ്മുടെ എന്താണ് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെ, മാസ്റ്റർ ഓഫ് ദി ഗെയിം എന്നൊക്കെ പറയുന്ന സച്ചിൻ തെണ്ടുൽക്കർ. അപ്പോൾ നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ്. ദി ചാപ്റ്റർ ഒറിജിനലി അഡാപ്റ്റഡ് ഫ്രം ദ, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താ മക്കളെ, പ്ലേയിങ് ഇറ്റ് മൈ വേ. Okay, of former Indian cricketer, Sachin Tendulkar provides an insight about the beginning of his passion for the sport and challenges that come along with ട്രെയിനിങ്. ഓക്കെ, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പാഷൻ, അദ്ദേഹത്തിന് ഓൾറെഡി ഒരു പാഷൻ ഉണ്ടായിരുന്നു, എന്താ ടു ബിക്കം എ ക്രിക്കറ്റർ ആവണം എന്നൊരു പാഷൻ ഉണ്ടായിരുന്നു, ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു അല്ലേ മക്കളെ. ആ ഒരു ഫയർ എങ്ങനെയാണ് കത്തിച്ചിട്ട് അദ്ദേഹം അവസാനം ഈ ഒരു പാതയിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രിക്കറ്റർ ആയത് എന്നുള്ളൊരു കാര്യമാണ് പഠിക്കുന്നത്. ദി ചാപ്റ്റർ ഓപ്പൺസ് വിത്ത് ദ ഓഥർ റിക്കലക്ടിങ് ഹിസ് മെമ്മറി ഓഫ് പ്ലേയിങ് ഗള്ളി ക്രിക്കറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വിത്ത് ടെന്നീസ് ബോൾ. അപ്പോൾ തുടക്കം തന്നെ എന്താണ്, സച്ചിൻ ടെണ്ടുൽക്കർ ചെറുതായിരുന്നു അപ്പോൾ ഗള്ളി ക്രിക്കറ്റ് കളിക്കുന്നത്, തെരുവിലെ എല്ലാ കുട്ടികളും കൂടെ ടെന്നീസ് ബോൾ വെച്ചിട്ടാണ് അന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, പാടത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ഇവർ ആ ചെറിയ ബോളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഐസ്ക്രീം ബോളിൻ്റെ ഉള്ളിലൊക്കെ തുണിയൊക്കെ കയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ പന്ത് ഉണ്ടാക്കും അല്ലേ, ബോൾ ഉണ്ടാക്കും, അത് വെച്ചിട്ട് എന്ത് ചെയ്യും അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രിക്കറ്റർ ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ചെറുതിൽ എന്ത് ചെയ്തു, ടെന്നീസ് ബോളൊക്കെ വെച്ചിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നത്. ഹി ഓഫൻ ട്രൈ ടു ഇമിറ്റേറ്റ് ഹിസ് ഫേവറേറ്റ് പ്ലേയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവിൻ റിച്ചാർഡ്സ്. അപ്പോൾ വിവിൻ റിച്ചാർഡ്സിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ക്രിക്കറ്റേഴ്സ് ആണ് ആരൊക്കെ, വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് ആയിട്ടുള്ള വിവിൻ റിച്ചാർഡ്സും സുനിൽ ഗവാസ്കറും, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററാണ് സുനിൽ ഗവാസ്കർ. അപ്പോൾ ഇവരുടെയൊക്കെ ഫേവറേറ്റ് ആണ് ഇവരൊക്കെ, എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ഇദ്ദേഹം എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹി ഓൾസോ ടെൽസ് us that he is extremely fond of bowling. അദ്ദേഹത്തിന് ബൗളിംഗ് വളരെ ഇഷ്ടമാണ്. അതും കൂടെ പറയുന്നത് നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താണ് 6, 4 ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് സച്ചിന് ഓർമ്മ വരിക അല്ലെ, അല്ലെങ്കിൽ സെഞ്ചുറി ഇതൊക്കെ പറയുമ്പോഴാണ് ഓർമ്മ വരിക. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് ബൗളിങ്ങും ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അച്രേക്കർ സാർ, അപ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ട ഒരാളുടെ പേരാണ് അല്ലെ അച്രേക്കർ. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ എന്താ ഗുരു എന്ന് പറഞ്ഞ ടീച്ചർ. അച്രേക്കർ സർ ഫ്രം Shardashram Vidyamandir was a cricket coach and gave due ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം. അപ്പോൾ ഇദ്ദേഹം പഠിച്ചിരുന്ന ആ വിദ്യാമന്ദിർ സ്കൂളിലെ ആ സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ക്രിക്കറ്റിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സാറാണ് അച്രേക്കർ സർ എന്ന് പറയുന്നത്. യെസ്, ഹി ഓൾസോ കണ്ടക്ടഡ് സമ്മർ ക്യാമ്പ്സ് ഫോർ ദ ഗെയിം വെയർ യങ് എന്തൂസിയാസിസ്റ്റ് ഷോട്ട് ദെയർ ഷോട്ട് അറ്റ് ഗെറ്റിംഗ് സെലക്ടഡ്. അപ്പോൾ അദ്ദേഹം എന്താണ് കുറച്ച് സമ്മർ ക്യാമ്പ്സ് സംഘടിപ്പിക്കുമായിരുന്നു. അവിടെ വന്നിട്ട് എന്താണ് ക്രിക്കറ്റേഴ്സ് ആവണം എന്ന് താല്പര്യമുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ ക്രിക്കറ്റ് കളിക്കും, അവരെ എന്ത് ചെയ്യും അച്രേക്കർ സെലക്ട് ചെയ്യുമായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർസ് ബ്രദർ അജിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ പേരാണ് എന്താ അജിത് ടുക്ക് നോട്ടീസ് ഓഫ് ഹിസ് ബ്രദേഴ്സ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും ചിലർ, നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററൊക്കെ ഉണ്ടാവും അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് നമ്മൾ എന്താണ് അവർ നോട്ടീസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബ്രദറായിട്ടുള്ള അജിത്ത് എന്ത് ചെയ്തു, ബ്രദറിന് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്, ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ദ 11-years old Sachin became overwhelmed with the crowd and scrutinizing gaze of the coach and missed his best performance. അപ്പോൾ ഇദ്ദേഹം എന്താണ്, സച്ചിൻ ചെറുതാണെന്ന് 11 വയസ്സുള്ളൂ. അപ്പോൾ ഒരു 11 വയസ്സുകാരൻ ഇത്രയ്ക്ക് വലിയൊരു ലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവനെന്താണ് മൊത്തത്തിൽ ആളുകളൊക്കെ കണ്ടു, ഈ കോച്ച് എന്താണ് സ്ക്രൂട്ടിനൈസിങ്, അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ് അവൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവനവിടെ മിസ്സായി പോവുകയാണ് ചെയ്തത്. യെസ്,
Okay, my father's name. Okay, Ajit അല്ലേ? Yes. Okay. Kichu, yes, കാണുന്നുണ്ട് കേട്ടോ മിസ്. Although Achrekar sir denied Sachin's selection, Ajit was aware of Sachin's nervousness and was adamant he requested for a second chance for the young boy. അപ്പോൾ Achrekar സാറിന് മനസ്സിലായിട്ടില്ല അല്ലെ, കുട്ടിക്ക് ഇത്ര നന്നായിട്ട് കളിക്കാൻ അറിയുന്ന കുട്ടിയാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബ്രദറിന് അജിത്തിന് അറിയാം എന്താണ് ഇവൻ കുറച്ച് നെർവസ് ആക്കിയതാണ്, ഇവൻ കുറച്ച് പേടിച്ച് പോയതാണ്, അല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഇവൻ അടിപൊളിയായിട്ട് കളിക്കുന്ന ആളാണ് എന്നുള്ളത് നമ്മുടെ ബ്രദറിന് അറിയാം. അപ്പോൾ എന്താണ് വീണ്ടും ഒരു ചാൻസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. This time he asked the coach to observe Sachin discreetly and from a distance. അപ്പോൾ ഇപ്രാവശ്യം എന്താ ചെയ്യുക കോച്ച് സർ എന്ത് ചെയ്യുക, അകലേന്ന് നോക്കിയാൽ മതി അവനെ. ഓക്കെ, അവൻ നെർവസ് ആവും, അതുകൊണ്ട് അകലേന്നൊക്കെ നോക്കിയിട്ട് കണ്ടാൽ മതി. വിത്ത് ദ കോച്ച് നോട്ട് ഇൻ വ്യൂ, യങ് സച്ചിൻ റിലാക്സ്ഡ് ആൻഡ് ഹിറ്റ് ദ ബോൾ ലാൻഡിങ് ഹിംസെൽഫ് ദ സെലക്ഷൻ. അപ്പോൾ എന്താണ് നമ്മുടെ അച്രേക്കർ സാറ് കുറേ ദൂരത്ത് നിന്ന് നോക്കുവാണ്. അപ്പോൾ സച്ചിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ നെർവസ്നെസ് ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കളിച്ചു. യെസ്, അങ്ങനെ അവൻ എന്തായി, സെലക്ട് ആയി. Sachin Tendulkar narrates his exhausting and rigid routine of practice and having to travel for 40 minutes to reach Shivaji Park for his practice. പിന്നെ അദ്ദേഹം എന്താണ് ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററായിട്ട് മാറുന്നുണ്ട് അല്ലേ. ആ ക്രിക്കറ്ററായിട്ട് മാറുന്നതിന് പുറകിൽ എന്തുണ്ട് മക്കളെ, കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രാക്ടീസ്, ആ റൂട്ടീനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് 40 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം ശിവാജി പാർക്കിൽ എത്തുന്നു, അവിടെ എത്തിയിട്ടാണ് ആൾ പ്രാക്ടീസ് ചെയ്യാറ്. ഹിസ് പ്രാക്ടീസ് ലാസ്റ്റഡ് hours and was scheduled twice a day, once in the morning and once in the afternoon. അപ്പോൾ 2 നേരങ്ങളിലായിട്ടാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ പോകാറ്. ഒരെണ്ണം മോർണിംഗിലും ഒരെണ്ണം എന്താണ് ആഫ്റ്റർനൂണിലുമാണ്. യെസ്, in the beginning during bus rides, Ajit and Sachin had casual talks about cricket and a note about batting by his brother served as a personal manual to Sachin. അവർ രണ്ടുപേരും എന്താണ് ബസ്സിലൊക്കെ പോകുമ്പോൾ ഇതിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്, ക്രിക്കറ്റിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഒരു പേഴ്സണൽ മാനുവൽ ഒക്കെ ഉണ്ട് അല്ലേ, അങ്ങനെ ആയിട്ടാണ് ബ്രദറിനെ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ബാറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആസ് എ ചൈൽഡ് Sachin only had one set of uniform and would wash it after every practice to keep it ready to wear for the next. അപ്പോൾ ചെറുതായിരുന്നപ്പോൾ അവന് ഒറ്റ യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്ര വലിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചെറുതിൽ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ അത്രത്തോളം വലിയ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ വലിയ ഫെസിലിറ്റീസ് ഒന്നും ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരൊറ്റ യൂണിഫോം ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ട് വേണം നെക്സ്റ്റ് കളിക്കും പോകേണ്ടത്. However, there was never enough time for the pockets to dry and Sachin recalls having played with wet pockets for the entire duration of the camp. അപ്പോൾ എല്ലാ ദിവസവും അലക്കിയിടുമ്പോൾ അത് കഴുകിയിടും അല്ലേ, ആ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ എന്താണ് പോക്കറ്റ്സ് ഒന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ നനഞ്ഞ പോക്കറ്റ്സും വെച്ചിട്ട് കളിക്കുന്നത് ആൾ ഓർത്തെടുക്കുന്നുണ്ട്. After 2 months, Sir acknowledged Sachin's potential and put forward a suggestion to switch the school from the new English school in Bandra, which did not have cricket training, to a school where he could have a cricket training to begin his career. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ ഇനി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അച്രേക്കർ സാർ തന്നെ എന്താ പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട് വെക്കാണ്, ഒരു സജഷൻ മുന്നോട്ട് വെക്കാണ്. അടിപൊളിയായിട്ട് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഈ ഒരു സ്കൂളിൽ പഠിച്ചാൽ ശരിയാവില്ല, വേറൊരു സ്കൂളിലേക്ക് മാറ്റണം എന്ന് പറയാണ്. യെസ്, അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ കരിയറിന് നന്നാവുക എന്ന് പറയാണ്. ആഫ്റ്റർ സച്ചിൻസ് അഷുറൻസ് ഫോർ ഹിസ് ഈഗർനെസ് ആൻഡ് സീരിയസ്നെസ് ഫോർ ക്രിക്കറ്റ്, ഹി വാസ് മൂവ്ഡ് ടു സർദാശ്രം വിദ്യാമന്ദിർ വേർ അച്രേക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച്. അപ്പോൾ അച്രേക്കർ സർ ക്രിക്കറ്റ് കോച്ച് ആയിട്ടിരിക്കുന്ന ആ ഒരു ക്രിക്കറ്റ് പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് അവനെ മാറ്റുകയാണ് ചെയ്യുന്നത്. നൗ ഓൾ ഓഫ് സച്ചിൻസ് എനർജി വാസ് ബീങ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ക്രിക്കറ്റ്. ഇപ്പോൾ സച്ചിൻ്റെ എല്ലാ എനർജി ഇങ്ങോട്ടാണ്, ഒറ്റ ഫോക്കസേ ഉള്ളൂ, ഇങ്ങോട്ടാണ്, ക്രിക്കറ്റിലേക്കാണ് അവൻ്റെ ഫുൾ എനർജി ഇപ്പോൾ ഫോക്കസ് ആയിട്ടുള്ളത്. യെസ്, during his first year at Sardashram, he played 55 practice matches in 60 days of his summer break. അപ്പോൾ 60 ദിവസം സമ്മർ ബ്രേക്ക് ഉള്ള അവൻ്റെ ആ ദിവസങ്ങളിൽ എങ്ങനെയാണ് played 55 practice matches, 55 പ്രാക്ടീസ് മാച്ചസ് ഒക്കെ അവൻ കളിച്ചു. Once again he had practice twice a day with only 30 minutes acting as a break between them. അപ്പോൾ ആകെ 30 മിനിറ്റ്സ് മാത്രം ബ്രേക്ക് എടുത്തിട്ട് അവൻ എന്താണ് ബാക്കിയുള്ള സമയങ്ങളൊക്കെ 2 നേരം വെച്ചിട്ട്, ഒരു ദിവസം 2 നേരം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. Sir would give him some money for a vada pav and that was Sachin's meal. അപ്പോൾ സാർ എന്ത് ചെയ്യും, ഒരു വടാപ്പാവ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കും അല്ലെ, നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, അപ്പോൾ വടാപ്പാവ് കഴിക്കാനുള്ള പൈസ കൊടുക്കും. അപ്പോൾ അതായിരുന്നു സച്ചിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. Towards the last 15 minutes, Sir would place an 1 rupee coin on top of the stumps and if he remained undefeated, the coin was his. അപ്പോൾ എന്താണ്, towards the last 15 minutes ആകുമ്പോൾ, ഈ മാച്ച് തുടങ്ങിയിട്ട് ലാസ്റ്റ് 15 minutes ആകുമ്പോൾ സാർ എന്ത് ചെയ്യും, ഒരു 1 rupee കോയിൻ എടുത്തിട്ട് സ്റ്റമ്പിൻ്റെ മേലെ വെക്കും.
എന്നിട്ട് എന്താണ് അത് അൺഡിഫീറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ കോയിൻ എന്താണ് അത് അവൻ്റെ തന്നെയാണ് എന്ന് പറയാണ്. അതായത് അവൻ ഔട്ടായില്ലെങ്കിൽ ഇൻ ദിസ് സെഷൻ എവറി ബോളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം ആൻഡ് ബോൾ ടു ഹിം. അപ്പോൾ ഈ ഒരു സെഷനിൽ ഈ സച്ചിനെ ഔട്ടാക്കാൻ വേണ്ടി സ്റ്റമ്പ് തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് വിക്കറ്റ് എടുത്തു അല്ലേ. അപ്പോൾ അങ്ങനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് പല ബോളേഴ്സും വന്നിട്ട് ബോൾ ചെയ്യുമായിരുന്നു. വിത്ത് സം 60 to 70 ബോയ്സ് ഫീൽഡിങ്. അപ്പോൾ ഒരു 60 അല്ലെങ്കിൽ 70 ബോയ്സ് ഫീൽഡ് ചെയ്യാൻ ഫീൽഡേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. മീനിങ് ഹി ഹാഡ് ടു ഹിറ്റ് എവറി ബോൾ ടു സർവൈവ് ദോസ് ഇൻറ്റൻസ് 15 മിനിറ്റ്സ്. അപ്പോൾ ആ ഒരു 15 മിനിറ്റ്സിൽ എന്താണ് ഈ വരുന്ന ബോളിനൊക്കെ അവൻ ഹിറ്റ് ചെയ്യണമായിരുന്നു. Towards the last 15 minutes, sir would, oh yes, it made him extremely proud and happy to win that 1 rupee coin and taught him concentration even when physically drained. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് അവന് എക്സ്ട്രീംലി എന്തായിരുന്നു ഫുൾ എന്തായിരുന്നു ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം എന്താ ആ ഒരു 1 rupee കോയിൻ നമ്മൾ നോക്കുമ്പോൾ 1 രൂപയല്ലേ, അങ്ങനെയല്ല സച്ചിൻ അത് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു കോയിൻ ആയിരുന്നു. കാരണം എന്താണ് അവൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ വളർത്താനായിട്ട് സഹായിച്ച ഒരു 15 മിനിറ്റ്സ് ആണ് അത്. യെസ്, at the end sir would make him run 2 full rounds of the park with pads and gloves on. അപ്പോൾ ലാസ്റ്റത്തെ മിനിറ്റ്സിൽ എന്ത് ചെയ്യും അദ്ദേഹം ഈ പാർക്കിൽ ഫുള്ളായിട്ട് സച്ചിനെ കൊണ്ട് ഓടിപ്പിക്കുമായിരുന്നു. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഹിസ് സീക്രട്ട് ടു ബിൽഡിംഗ് സ്റ്റാമിന. അപ്പോൾ ബൂസ്റ്റ് ഈസ് മൈ സീക്രട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ സച്ചിൻ്റെ സ്റ്റാമിന വളർത്താനുള്ള സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ടാന്ന് പറയുന്നത് ഈ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അച്ചേക്കർ സാറ് സച്ചിൻ എന്താണ് നന്നായിട്ട് ട്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓവർ ടൈം ഓരോ സമയം കഴിയുമ്പോഴും ഹി ഓൾസോ ലേൺ the ropes of commuting in local buses. We get the idea that no matter how tired Sachin got, he never gave up. അല്ലേ, അതാണ് പോയിന്റ്. എത്ര വയ്യാതായാലും he never gave up. He always came back stronger. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് പോയിന്റ് അല്ലേ. എന്താണ് എത്ര തളർന്നാലും എത്ര ടയേർഡ് ആയാലും നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത് അല്ലേ. ഒരു ചാപ്റ്റർ നമുക്ക് കിട്ടുന്നില്ല, ഒരു സബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നില്ല, മാത്സ് കുറച്ച് ടഫാണ്, അത് അവിടെ ഇട്ടിട്ട് പോവല്ല വേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ട്രൈ. നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഗീവ് അപ്പ് ചെയ്യാണ്ട് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ ഏത് കാര്യമായാലും ലൈഫിൽ ഏത് കാര്യമായാലും സച്ചിൻ ചെയ്തത് എന്താണ്? ടയേർഡ് ആവുന്നുണ്ടായിരുന്നു, അത് അദ്ദേഹം എന്താവുന്നുണ്ട്? എക്സോസ്റ്റഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വിട്ടു കൊടുത്തില്ല അല്ലെ, ഗീവ് അപ്പ് ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? യെസ്, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഹി ന്യൂ സിൻസ് ദ ബിഗിനിങ് ദാറ്റ് ഹി കുഡ് മേക്ക് എ കരിയർ ഇൻ ക്രിക്കറ്റ് ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ് ഇനഫ്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ ഒരു കരിയർ ഉണ്ടെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഓൺ ഒക്കേഷൻസ് വെൻ ഹി bunked practice, he would be dragged by Achrayekar sir and at times even punished. അപ്പോൾ ചില സമയത്തൊക്കെ എന്താണ് കുട്ടിയാണ്, അപ്പോൾ ഇടയ്ക്കൊക്കെ ബങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് Achrayekar sir നല്ല ചെവിയുമ പിടിച്ചങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. ഇടയ്ക്കൊക്കെ എന്താണ് പണിഷ്മെൻറ്റും കൊടുക്കും. Achrayekar sir played a vital role in his career development. അപ്പോൾ ആരാണ് Achrayekar sir എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ വളരെയധികം ഒരു വൈറ്റൽ റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. Along with being strict, it showed that he was disciplined and valued സച്ചിൻസ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും എന്താണ് നമ്മുടെ സച്ചിൻ്റെ വാല്യൂ അതുപോലെ അവൻ്റെ പൊട്ടൻഷ്യലിനൊക്കെ ഉള്ള ഒരു വാല്യൂ കൊടുത്തിരുന്നു. He knew the boy would go far with the right guidance and practice. അപ്പോൾ അതാണ് വേണ്ട, റൈറ്റ് ഗൈഡൻസും പ്രാക്ടീസും ഉണ്ടെങ്കിൽ ഈ കുട്ടി ഈ ഒരു ചെക്കൻ എന്താണ് ഒത്തിരി ദൂരം പോകും എന്നുള്ളത് അച്രേക്കർ സാറിന് അറിയാമായിരുന്നു. The chapter concludes with Sachin Tendulkar expressing his gratitude towards his coach. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ചായിട്ടുള്ള അച്രേക്കർ സാറിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അവസാനിപ്പിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ടീച്ചർ വെള്ളം കുടിച്ചെന്ന് ഭയങ്കര സ്നേഹമുണ്ടല്ലോ ജിവിൻ. യെസ്, ടീച്ചർ വെള്ളം കുടിക്കാം കേട്ടോ. യെസ്, ഇതൊന്ന് പറഞ്ഞ് സെറ്റല്ലേ? ഈ ഒരു ചാപ്റ്റർ സെറ്റല്ലേ? ഈസിയാണ് അല്ലേ? ഈസിയാണ്. യെസ്, ഓക്കെ. യെസ്, ഇനി അടുത്താണ് ബാങ്ക് ദ ഡ്രം. ബാങ്ക് ദ ഡ്രം എന്ന് പറയുമ്പോൾ ഒരു പോമാണ് അല്ലേ? പോം എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു സോങ് ആണ് അല്ലേ? സോങ് ആണ്. യെസ്, അപ്പോൾ ഒരു സോങ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒളിമ്പിക്സിൻ്റെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് അല്ലേ? ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്. എന്താണ്? ദ പോം സെർവ്സ് ആസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ? എന്താണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കാണ്? ഈ ഒരു പോം ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ആണ്. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്, വായിക്കുന്ന ആൾക്കാർക്കൊക്കെ. ആ സമയത്ത് എന്താ അത്ലീറ്റ്സിന് വേണ്ടി മെന്നിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോമായിരുന്നു, സോങ് ആയിരുന്നു. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് എവ്രി വൺ ഈസ് ബോൺ വിത്ത് സം ടാലൻറ്റ്. നിങ്ങളൊന്നും ഓർത്തൊക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഗുഡ് ഫോർ നത്തിങ് ആണ് ഞാൻ, എനിക്ക് ഒരു കഴിവില്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത്രയും കഴിവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താ ബ്രദറിനും സിസ്റ്ററിനൊക്കെ ഇത്രയും കഴിവുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സോങ് ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. അതിൻ്റെ മീനിങ് മനസ്സിലായിട്ട് കേട്ട് നോക്കുക. എന്താണ്? എല്ലാവരും എന്താണ് മക്കളെ എന്തെങ്കിലുമൊക്കെ ഒരു ടാലൻറ്റുമായിട്ടാണ് ജനിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ്
up to us to acknowledge that talent and work towards reaching the pinnacle of success. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ് എൻ്റെ ടാലൻറ്റ് എന്താണെന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ട് സക്സസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഹാർഡ് വർക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഹാർഡ് വർക്ക് വേണം, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു കാര്യമാണ് പഠിപ്പിച്ചു തരുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ പോം ഇതാണ്, യു ആൻഡ് ഐ ടുഗെദർ വി റീച്ച് ഫോർ ദ സ്കൈ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കേട്ടോ. എന്താണ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്. പറയുകയാണ് എന്താണ്, നീ ഞാനും എന്താണ് ഒരുമിച്ച് നമ്മൾ സ്കൈയിലേക്ക് വരെ എത്താൻ പറ്റും, ആകാശത്തോളം ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്താണ്? ജയിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്യുക? എപ്പോഴും ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ആ ഗെയിം കളിക്കുക, ആ ഒരു കാര്യം ചെയ്യുക, അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഫ്രം ദ ഈസ്റ്റ്, ഫ്രം ദ വെസ്റ്റ്, ഈച്ച് ഓഫ് us trying our best, chasing a dream, burning to follow the flame. എന്താ പറയുന്നത്? ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും, അതായത് ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഒരു ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ആളുകൾ വന്നേക്കാണ്. അപ്പോൾ ഈ വന്നിട്ടുള്ള എല്ലാ ആളുകൾ എന്താണ്? പല പല സ്ഥലത്തു നിന്ന് വന്നേക്കുവാണ്. നമ്മളൊക്കെ എന്താണ്? ചേസിങ് എ ഡ്രീം. നമ്മളൊക്കെ ഒരു ഡ്രീമിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു തീ, ആ ഒരു ഫ്ലെയിമിനെ നമ്മൾ എന്താണ്? ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഫ്രം നിയർ, ഫ്രം ഫാർ, ഇറ്റ്സ് ക്ലിയർ, wherever you are, this is your moment, your time to run like the wind. Dream big, aim high, even believe you can fly. Give it your all, let the game begin. എന്താണ്? എന്നിട്ട് പറയാണ്, അവിടെ വന്നിട്ടുള്ള അത്ലീറ്റ്സിൻ്റെ അടുത്തൊക്കെ പറയാണ് എന്താണ്? ഫുള്ളായിട്ട് മോട്ടിവേഷനാണ് അല്ലേ? മോട്ടിവേഷനാണ് പറഞ്ഞത്. ഇവിടെ അടുത്തുനിന്നോ ദൂരത്തുനിന്നോ എങ്ങനെയാവട്ടെ, നിങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇത് നിങ്ങളുടെ മൊമെൻ്റ് ആണ് മക്കളെ. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താ? നിങ്ങൾ എക്സാം എഴുതാൻ പോകണം, ദിസ് ഈസ് യോർ മൊമെൻറ്റ്, നിങ്ങളുടെ മൊമെൻ്റ് ആണിത്. നിങ്ങൾ ഇത് വിട്ടുകൊടുക്കരുത് അല്ലേ? ഡ്രീം ബിഗ്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. എയിം ഹൈ, വലിയൊരു എയിം വെക്കുക, ഒത്തിരി ഉയരത്തിലുള്ള ഒരു എയിം വെക്കുക. ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ, നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് പറക്കാൻ പറ്റും. Yes, give it your all, let the games begin. നിങ്ങളുടെ എല്ലാതും, നിങ്ങളുടെ മാക്സിമം അതിലിടുക. അപ്പോൾ എന്താണ്? ഈ ഒരു ഗെയിം തുടങ്ങട്ടെ. എന്തായിരിക്കും? നിങ്ങളുടെ ഫുള്ളായിട്ട് ഇടുക. നിങ്ങൾക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? നിങ്ങളുടെ ആ ഒരു ഡ്രീമിലേക്ക് എത്താനായിട്ട് സാധിക്കും. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ജമ്പ് അപ്പ് ലിറ്റിൽ ഹയർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യർ, ദ ഹോൾ വേൾഡ് ക്യാൻ സീ യർ. എന്താ പറയുന്നത്? ആ ബാങ് ദ ഡ്രം, ആ ഡ്രം എന്താണ്? ബാങ്, അതെന്താണ്? വളരെ ഒച്ചത്തിൽ വിളിക്കൂ, ഒച്ചത്തിൽ അടിക്കൂ, എല്ലാ ലോകം മൊത്തം കേൾക്കട്ടെ, ലോകം മൊത്തം ഇതിൻ്റെ ശബ്ദം കേൾക്കട്ടെ, എല്ലാ ലോകവും കേൾക്കട്ടെ. ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹയർ, കുറച്ച് ഉയരത്തിൽ കൂടെ ചാടൂ. അപ്പം നമ്മുടെ അടുത്ത് എന്താണ് ചെയ്യുന്ന കാര്യം? അത് ഒന്നും കൂടെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കൂ, എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം? എല്ലാതും എന്താണ്? കുറച്ചും കൂടെ ഉച്ചത്തിൽ, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആ ഒരു ലൈൻ തന്നെ വരികയാണ് അല്ലേ? സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ. നിങ്ങൾ പാടുന്ന പാട്ടുണ്ടല്ലോ, അത് ഒത്തിരി കൂടെ ഉച്ചത്തിൽ പാടൂ, എല്ലാ ലോകവും കേൾക്കട്ടെ, എല്ലാ ലോകത്തിനും കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഇപ്പോൾ സമ്മറി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ മിസ് അടിയിൽ വരച്ചിടുന്നുണ്ട്. ബ്രയാൻ ആഡംസും ജിം വാലൻസും ആണ് അല്ലേ ഇത് എഴുതിയത്. ഏത് സമയത്താണ്? 2010 വിന്റർ ഒളിമ്പിക്സിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ അടുത്തൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു ജങ്കൂക്കിൻ്റെ ഒരു പാട്ടൊക്കെ, വി ആർ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, അപ്പോൾ ഓരോ സീസണിൽ എന്താണ് ഓരോ പാട്ടുകളുണ്ട് അല്ലേ? ഒളിമ്പിക്സിൻ്റെ ഒരു മോട്ടോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ഇൻവിറ്റേഷനാണ് എല്ലാവർക്കും, അവിടെ വന്നിട്ടുള്ള എല്ലാ അത്ലീറ്റ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ്? അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്തേക്കാനാണ്. ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ ഇതാണ് അല്ലേ? ഇറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് പ്ലേ എ ഫെയർ ഗെയിം ദാൻ ഇറ്റ് ഈസ് ടു വിൻ. അതായത് എന്താ പറയുക? ജയിക്കുന്നതല്ല, ഫെയർ ആയിട്ട് കളിക്കുക, നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ എല്ലാവർക്കും എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യണം, എല്ലാവരും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറയാണ്. യെസ്, അപ്പോൾ കുറേ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കെ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് ഈ ലോകം മൊത്തം കാണണം. അപ്പോൾ അത്രത്തോളം അവർ കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി സോങ് റൈറ്റേഴ്സ് എന്താണ്? കണ്ടിന്യൂസ്ലി നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ്മാൻഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് എന്താണ്? കുറച്ചും കൂടി ലൗഡർ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. മിസ് ഇതിൽ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ പോയിന്റ് ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ, ഇതിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത് കേട്ടോ. എല്ലാവരും എന്താണ്? വാർ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും വേണ്ട. പകരം എന്താണ്? ഈ സ്പോർട്സ്മാൻഷിപ്പിലേക്ക് നിങ്ങൾ എത്രത്തോളം എന്ത് വിചാരിക്കും? നമ്മളൊക്കെ ഒന്നാണ്, നമ്മുടെ കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത്. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ആരാ എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആരാ പാടിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പാടിയിട്ടുള്ളത് ആരാണ്? എഴുതിയിട്ടുള്ള ബ്രയാൻ ആഡംസും അതുപോലെ നെല്ലി ഫൊട്ടോഡോ ആണ് ഇത് പാടിയിട്ടുള്ളത്. യെസ്, നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. യെസ്,
അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ അത്ലീറ്റ്സ് ഷുഡ് ബേൺ ദ പാഷൻ ഓഫ് ടേക്കിംഗ് പാർട്ട്, ചേസിങ് ദ ഡ്രീംസ് ആൻഡ് വർക്കിംഗ് ഹാർഡ് ഫോർ ദ വിക്ടറി. ഈ വിക്ടറിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഈ അത്ലീറ്റ്സ് എന്ത് ചെയ്യണം? അവരുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഉണ്ട് അല്ലേ, ഫയർ ഉണ്ട്, ആ ഒരു കനൽ അതെന്ത് ചെയ്യണം? ബേൺ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ദേ ക്യാൻ റൺ ലൈക്ക് ദ വിൻഡ്, ഈവൻ ഫ്ലൈ ആൻഡ് റീച്ച് ഫോർ ദ സ്കൈ. എന്താണ് അവർക്ക് പിന്നെ നടക്കാനും ഓടാനും എന്താണ് കാറ്റിൻ്റെ പോലെ അത്രത്തോളം വേഗത കിട്ടും അവർക്ക് എന്നൊക്കെ പറയാണ്. ഈ ആകാശം തന്നെ അവർക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. സോങ് റൈറ്റേഴ്സ് ആസ്ക് ദ സിംഗേഴ്സ് ടു സിംഗ് ദ song and beat the drum louder. എന്നിട്ട് എന്താ പറയാ, പാട്ട് പാടുന്നവരുടെ അടുത്തും ഡ്രം ബീറ്റ് ചെയ്യുന്നവരുടെ അടുത്തും എന്താണ് കുറച്ചുകൂടി ഉച്ചത്തിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ്, അത്ലീറ്റ്സ് ടു ജമ്പ്, അത്ലീറ്റ്സിൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഉയരത്തിൽ ചാടാനായിട്ട് പറയുന്നു. അപ്പം ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോം, ഈ ഒരു സോങ് എന്താണ് ഇൻസ്പിറേഷണൽ ആണല്ലേ, ഒരു ഹൈലി ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. യെസ്, അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. മിസ് ഇപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഈ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടില്ല, ഫ്രീ നോട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഇപ്പോൾ ഇത് പറയുന്നത് ശ്രദ്ധിക്കുക, ഈ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അപ്പോൾ എന്താ പറഞ്ഞാൽ ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, റൈം സ്കീം ഉണ്ടോ? ഇല്ല. അപ്പം റൈം സ്കീമോ അല്ലെങ്കിൽ മെട്രിക്കൽ പാറ്റേണോ, അതായത് കറക്റ്റ് ഒരു മീറ്ററിലൊന്നല്ല, ചില വരികൾ എന്താണ് വലുതാണ്, ചില വരികൾ ചെറുതാണ്, അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അലിട്രേഷൻസും കോൺസണൻസും ഒക്കെ വന്നിട്ടുണ്ട്. റിഫ്രൈൻ വന്നിട്ടുണ്ട്. റിഫ്രൈൻ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അലിട്രേഷൻ വന്നിട്ടുള്ളത് എന്തൊക്കെ മക്കളെ നമുക്ക്? ഫോളോ, ല അല്ലെ, ല ശബ്ദം, ഫോളോ ദ ഫ്ലെയിം, ലിറ്റിൽ ലൗഡർ. അപ്പോൾ ല ശബ്ദങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അലിട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, റിപ്പിറ്റീഷൻ ആണ്. റിപ്പിറ്റീഷൻ അല്ലെ, റെപ്പിറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്, റെപ്പിറ്റീഷൻ ആണ് അല്ലേ അലിട്രേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ അത് നോക്കി വെച്ചോളൂ കേട്ടോ. റെപ്പിറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ് നമ്മുടെ അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അലിട്രേഷനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ ഇത്. യെസ്, ഇനി കോൺസണൻസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ കാര്യമല്ല, കൺസണൻസിൻ്റെ കാര്യം പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് ആണ് എന്ത്, കൺസണൻസ് എന്ന് പറയുന്നത്. കൺസണൻസ് ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് സൗണ്ട് അറ്റ് ദ മിഡിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എലിട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എലിട്രേഷൻ എന്ന് പറയുന്ന പോലെയല്ല, ഈ മിഡിലായിട്ടാണ് ഇത് വരിക. അതുപോലെ എൻഡ് ടു ഓർ എനിവെയർ ഇൻ ദ വേർഡ് ഓഫ് എ ലൈൻ. അപ്പോൾ അങ്ങനെ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് എന്ത് പറയാം, നമുക്ക് കൺസണൻസ് എന്ന് പറയാം കേട്ടോ. കൺസണൻസ്. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നോക്കൂ, ഹോൾ വേൾഡ് എന്താണ് ഇടയിൽ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ട് സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, കോൺസണൻസിന് എക്സാമ്പിൾ ആണ്. ഇനി റിഫ്രൈൻ എന്താണ് മക്കളെ? റിഫ്രൈൻ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ലൈൻസ്. ചില ലൈൻസ് എന്താണ്, ഇങ്ങനെ തുടക്കത്തിലുള്ള ലൈൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ലൈൻസ് ഓർ ഫ്രേസസ് റിപ്പീറ്റഡ് അറ്റ് ഇന്റർവെൽസ് ത്രൂ ഔട്ട് എ പോം. ഒരു പോമിന്റെ ഇന്റർവെൽസ് എന്താണ്, കറക്റ്റ് ആയിട്ട് ഒരു ഇന്റർവെൽസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ, അതുപോലെ എന്താണ്, സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നുണ്ട് അല്ലേ. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ എന്താണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, റിഫ്രൈൻ ആണ്. ഇനി സിമിലി എന്താണ്? സിമിലി എന്ന് വെച്ചാൽ എന്താ, അതുപോലെ ഇത് എന്നൊക്കെ പറയും. അല്ലേ. ലൈക്ക് ആസ് ഒക്കെ വെച്ചിട്ട്, ലൈക്കും ആസ് ഒക്കെ വെച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ റൺ ലൈക്ക് ദ വിൻഡ്. അപ്പോൾ എന്താണ്, കാറ്റിനെ പോലെ ഓടണം എന്ന് പറയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, സിമിലി ആണ്. ഓക്കെ മക്കളെ, ഇത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പോം നമുക്ക് എടുക്കാം. യെസ്, ഇത് ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് പോം എടുക്കാം. ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു വേഗം. യെസ്, ടീച്ചറിൻ്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് എടുക്കാൻ പോകുന്ന പോം ഓൺ കില്ലിങ് എ ട്രീ ആണ്. അത് ആരാ എഴുതിയിട്ടുള്ളത്? ഗീവ് പട്ടേൽ എഴുതിയിട്ടുള്ളതാണ്. നല്ലൊരു അടിപൊളി പോമാണ്. യെസ്, സെറ്റാണ്. മിസ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഇല്ല കേട്ടോ, മിസ് കഴിച്ചിട്ടില്ല. മിസ്സിന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ മക്കളൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന പോം അല്ലേ, നല്ലൊരു പോമാണ്. വായിക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഒരു ട്രീനെ കൊല്ലേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പോമാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. നോക്കാം നമുക്ക് അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, കില്ലിങ് എന്ന് സാധാരണ യൂസ് ചെയ്യാറില്ല, ട്രീസിനെ കില്ലിങ് എന്ന് പറയാറില്ല. പക്ഷേ ഇവിടെ എന്താണ്, ട്രീനെ കൊല്ലുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതൊരു ഐറണിക്കൽ പോമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഐറണിക്കൽ പോം എന്ന് വെച്ചാൽ എന്താ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. എന്താണ് പറയുന്നത്, എന്താണ് മീൻ ചെയ്യുന്നത്, ഇത് രണ്ടും തമ്മിൽ എന്താ ഒരു ദൂരം ഉണ്ടാവും. അതായത് ഉള്ളിൽ ഭയങ്കര പാവമായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ ഉള്ളിൽ എന്താണ്, കാണിച്ചു തരാൻ ഞാൻ, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കും. അപ്പോൾ അതെന്താണ്, ഐറണിയാണ്. അതായത് പ്രത്യക്ഷത്തിൽ എന്താ പറയുന്ന കാര്യം വേറെയും മീൻ ചെയ്യുന്ന കാര്യം വേറെ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും, നമുക്ക് ഐറണി എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ പറയുന്നൊരു കാര്യം വേറെ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ എന്താണ്, വേറൊരു മീനിങ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഐറണി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോം എന്താണ്, ഐറണിക്കലാണ് കേട്ടോ. നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, യെസ്.
അപ്പോൾ എല്ലാവരും യെസ് ദശമൂലം. ഓക്കെ ഓക്കെ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും ലൈക്ക് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിന് ലൈക്ക് ചെയ്തിട്ടാണോ? എത്ര പേര് ലൈക്ക് ചെയ്തു മക്കളെ? അതൊന്ന് പറഞ്ഞേ. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ക്ലാസ് കാണുക. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വരണം കേട്ടോ. യെസ്, ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കുകയാണ്. ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വേഗം വിളിച്ചിട്ട് വരണം കേട്ടോ. യെസ്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഷെയർ ചെയ്തിട്ടുണ്ടോ? ഷെയറും ചെയ്തിട്ട് വരണം കേട്ടോ. Okay, yes, അപ്പോൾ നോക്കാം. It takes much time to kill a tree. Not a simple jab of the knife will do it. It has grown slowly, consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight, air, water, and out of its leprous hide, sprouting leaves. എന്താ പറഞ്ഞത്? It takes much time to kill a tree. ഒരു മരത്തിനെ കൊല്ലുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് ഒത്തിരി ടൈം എടുക്കുന്ന, ടൈം കൺസ്യൂമിങ് ആയിട്ടൊരു കാര്യമാണ്. എന്താണ്? ഒറ്റ വെട്ടിനൊന്നും മരം ചാവില്ല അല്ലേ? എന്താണ്? അത് ഒത്തിരി വർഷം എടുത്തിട്ട് ഈ ഭൂമിയുടെ മേലിൽ നിന്നിട്ട് അതിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അല്ലെ, ഫീഡ് ചെയ്തിട്ട് ആ ക്രസ്റ്റിൽ ഫീഡ് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അത്രയും വർഷം എന്താണ്? അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള സൺലൈറ്റ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് എയർ, വാട്ടർ, ഈ പറയുന്ന നേച്ചറിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും അബ്സോർബ് ചെയ്തിട്ട് ഒത്തിരി വർഷം എടുത്തിട്ടാണ് അത് ഇന്ന് കാണുന്ന ഒരു വലിയ മരമായിട്ട് മാറിയിട്ടുള്ളത്. അത് മാത്രമല്ല എന്താണ്? ഇറ്റ്സ് ലെപ്രസ് ഹൈഡ് അല്ലേ? നമുക്ക് പഠിക്കാനുള്ളതാണ് ലെപ്രസ് ഹൈഡ്. അതിൽ നിന്ന് എന്താണ് കാണുന്നത്? കുഷ്ഠരോഗം വന്നു കഴിയുമ്പോൾ എന്താണ്? ചുക്കിച്ചുളിഞ്ഞിട്ടൊക്കെ ഇരിക്കും അല്ലേ? ഇങ്ങനെ ഇരിക്കും. നമ്മുടെ തൊലി എന്താണ്? ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ്? സ്പ്രൗട്ട്സ് എ ലീഫ് അല്ലേ? ഒരു ലീഫൊക്കെ ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് വരുന്നത് കാണാം. അതുപോലെ അത് വളരും. അപ്പോൾ ചെറുതായിട്ട് വെറുതെ ഒന്നും മുറിച്ച് കളഞ്ഞിട്ടൊന്നും കാര്യമില്ല, മരം ചാവില്ല. എന്താ പറയുന്നത്? യെസ്, എന്താ പറയുന്നത്? അങ്ങനെ ചെയ്താലൊന്നും ആ മരം ചാവില്ല. പകരം എന്താണ്? അതിന് വേറെ കുറച്ച് പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിറ്റ് പറഞ്ഞു തരാണ്. സോ ഹാക്ക് ആൻഡ് ചോപ്പ്. അപ്പോൾ അങ്ങനെ വെറുതെ വെട്ടിയിട്ട് മുറിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താണ്? ഹാക്ക് ആൻഡ് ചോപ്പ്. ആഞ്ഞ് വീശണം. എന്നിട്ട് എന്താണ്? ചോപ്പ് ചെയ്യണം. ബട്ട് ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്. പക്ഷേ ഇത് മാത്രം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്? നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. അപ്പോൾ കുറേ പെയിൻ അതിന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ പെയിൻ കൊടുത്തിട്ടും കാര്യമില്ല. ദ ബ്ലീഡിങ് ബാർക്ക് വിൽ ഹീൽ. എന്താണ് ബ്ലീഡിങ് ബാർക്ക്? മരക്കം മുറിച്ച് ഇങ്ങനെ ഒരു പശ കാണാം അല്ലെ? ഇതിൻ്റെ പശ. അതിനെന്താണ് പോയിട്ട് എന്താ പറയുന്നത്? ബ്ലീഡിങ് ബാർക്കായിട്ട് പറയാണ്, ബ്ലഡ് ആയിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ ബ്ലീഡിങ് ബാർക്ക് എന്താണ്? അത് ഹീലാവും. അത് എന്താണ്? പതുക്കെ പതുക്കെ ഹീലായി പോവും. ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് കേൾഡ് ഗ്രീൻ ട്വിഗ്സ്, മിനിയേച്ചർ ബോൾസ് വിച്ച് ഇഫ് unchecked will expand again to former size. എന്താ പറയുന്നത്? ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ചെറിയ എന്താണ് വെട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രീൻ ട്വിഗ്സ് ഒക്കെ വളർന്നു വരും. ചെറിയ പച്ചിലകളൊക്കെ വളർന്നു വരും. എന്നിട്ട് എന്തായിട്ട് മാറും? അത് പഴയ സൈസിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇഫ് അൺചെക്ഡ് അല്ലെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്? അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും എന്ന് പറയാണ്. യെസ്, നോ ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാണ്? നോ ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട്. നമ്മൾ ആ വേരിനെയാണ് പിടിക്കേണ്ടത്. അവനാണ് വില്ലൻ അല്ലെ? വേരിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അവനെ പിടിച്ചെന്താണ്? പുറത്തേക്ക് ഇടണം. ഔട്ട് ഓഫ് ദ ആങ്കറിങ് എർത്ത് എന്ന് വെച്ചാൽ ആങ്കർ എന്ന് വെച്ചാൽ ഈ സംഭവമാണ് അല്ലേ? ഷിപ്പിനൊക്കെ അവിടെ നിർത്തുന്ന സാധനം, നല്ല കനമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുപോലെ ഈ ഭൂമിയിൽ മരത്തിനെ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താണ്? ആങ്കർ എന്താണ്? ആ റൂട്ടാണ്. ആ റൂട്ടിന് എന്ത് ചെയ്യണം? പുൾഡ് ഔട്ട് ചെയ്യണം. സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻറ്റയർലി ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. അപ്പം മരത്തിൻ്റെ ആ ഉള്ളിൽ നിന്ന് ആ റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ? അവിടെ ഒരു കേവ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ആ ഒരു കേവിൽ നിന്ന് എന്ത് കാണണം? ആ ഒരു കേവിൻ്റെ ഉള്ളിൽ നിന്ന് ആ റൂട്ട്സിനെ എടുക്കണം. ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എക്സ്പോസസ്. അപ്പോൾ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നോക്കി വെക്കണം. ഈ വേരിന് എന്താണ്? സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട്, സോഴ്സ് എന്ന് പറയുന്നുണ്ട്, വൈറ്റ് ആണ്, വെറ്റ് ആണ്, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. സെൻസിറ്റീവ് ആണ്, ഹിഡൻ ഫോർ years inside the earth. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന വേരിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നോക്കണം കേട്ടോ. Then the matter of scorching and choking in sun and air. അപ്പോൾ സണ്ണിലും എയറിലൊക്കെ കിടന്നിട്ട് എന്താണ്? ഇത് ആകെ മുരടിച്ച് ഉണങ്ങി പോകുന്നതൊക്കെ കാണാം. ബ്രൗണിങ്, ഹാർഡനിങ്, ട്വിസ്റ്റിംഗ്, വിതറിങ് ആൻഡ് then it is done. അപ്പോൾ മുമ്പ് വെറ്റ് ആയിട്ടുണ്ടായിരുന്ന, മുമ്പ് വൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു സോഴ്സ് എന്ന് പറയുന്ന റൂട്ട് എന്താവും? ഈ കുറേ കാലമായിട്ട് വെളിച്ചൊന്നും കിട്ടാണ്ട്, ചൂടൊന്നും കിട്ടാണ്ട് നല്ല സുഖമായിട്ട് മണ്ണിൽ അടിയിൽ ഇരുന്ന ആളാണ് അല്ലേ? ഇപ്പം എന്താണ്? സണ്ണിൽ നിന്ന് ആ ചൂടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും, ഹാർഡനിങ്, അത് ഉറച്ചു പോയിട്ടുണ്ടാവും, ട്വിസ്റ്റിംഗ്, വിതറിങ്, അത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അവസാനം എന്താണ്? ആ ട്രീ മരിച്ചു പോവുകയാണ് ചെയ്യുക. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൽ പോയറ്റിക് ഡിവൈസസ് വന്നിട്ട് പേഴ്സണിഫിക്കേഷൻ, ട്രീനെ മൊത്തമായിട്ട് പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. കില്ലിങ് എ ട്രീ, ബ്ലീഡിംഗ് ബാർക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താ? മനുഷ്യന്മാർക്കല്ലേ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്കല്ലേ ബ്ലഡൊക്കെ വരുന്നത്. അപ്പോൾ അത് എന്താണ്? ട്രീന് കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ ആണ്. ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്, ബ്ലീഡിംഗ് ബാർക്ക്, ബ് സൗണ്ട്, വൈറ്റ് ആൻഡ് വെറ്റ്, W സൗണ്ട് വരുന്നുണ്ട്. യെസ്, റെപ്പിറ്റേഷൻ വരുന്നുണ്ട്. പുൾഡ് ഔട്ട് എന്ന് പറയുന്ന വേർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. വെള്ളം കുടിക്കുന്നു പറയുന്നുണ്ട് അല്ലേ? വിഷ്വൽ ഇമേജറി എന്ന് വെച്ചാൽ നമുക്ക് കാണുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മരം എങ്ങനെയാണ് വളരുന്നത്? ആ വളരുന്ന ആ സ്റ്റേജ് ഒക്കെ നമുക്ക് കാണുന്നതായിട്ട്
കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്. മെറ്റഫർ എന്താണ്? ആ മെറ്റഫർ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇത് നമ്മൾ സിമിലിയും മെറ്റഫറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? മെറ്റഫർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു വയ്ക്കണം. ഒരു കമ്പാരിസൺ ആണ്. ദാറ്റ് വൺ തിങ് ഈസ് അനദർ തിങ്. ഇത് അതാണ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ ഭയങ്കര ഒച്ചയൊക്കെ വെക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ ക്ലാസ് ഒരു ചന്തയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ചന്തയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മെറ്റഫറാണ്. ചന്ത പോലെയാണെന്ന് പറഞ്ഞാലോ അപ്പോൾ അത് സിമിലിയാണ്. യെസ്. ഇനി എൻജാംമെന്റ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലേ മരത്തിന് എന്താണ് ലെപ്രസ് ഹൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? മെറ്റഫറാണ്. ഇനി എൻജാംമെന്റ് എന്ന് വെച്ചാൽ എന്താ? റണ്ണിങ് ലൈൻസ് ആണ്. ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് എന്താണ്? ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ഇല്ലാണ്ട് പോവുകയാണ്. അപ്പോൾ അതിന് എന്ത് പറയാം? എൻജാംമെന്റ് എന്ന് പറയാൻ പറ്റും. യെസ്, ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ നൗ റൈം സ്കീം ഉണ്ടോ? ഇല്ല, റൈം സ്കീം ഇതിൽ ഇല്ല. അപ്പോൾ എന്താണ്? ഫ്രീ വേഴ്സിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. റൈം സ്കീം ഇല്ല, ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താ തീം പറയുന്നത്? ക്രൂവൽറ്റി ഓഫ് കില്ലിംഗ് എ ട്രീ. ഒരു മരത്തിനെ കൊല്ലുന്നതിന്റെ ക്രൂവൽറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. ഐറണിക്കൽ പോമാണ്. ഇതിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? മരം നമ്മൾ വെച്ച് പിടിപ്പിക്കണം, ഒരിക്കലും അതിനെ കൊല്ലരുത്, വെട്ടരുത് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ ചോദിക്കുമ്പോൾ എന്താ പറയാം? ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൽ വരുന്നത്? ഇതിൽ നോക്കാം, ബ് സൗണ്ട് വന്നിട്ടുണ്ട്. അലിട്രേഷൻ ആണ് അല്ലേ? അലിട്രേഷൻ ആണ്. ഇനി പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ഒക്കെ മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറേജ്, സ്ട്രെങ്ത്, ട്രീസിന്റെ കറേജും സ്ട്രെങ്ത്തും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ സേവിങ് ട്രീസ്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. ക്രൂവൽറ്റി ഓഫ് കില്ലിംഗ് എ ട്രീ, ട്രീനെ കൊല്ലുന്നതിന്റെ ക്രൂവൽറ്റിനെ പറ്റി പറയുന്നുണ്ട്. പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട്, വിഷ്വൽ ഇമേജറി വരുന്നുണ്ട്, ഐറണിക്കൽ ആണ് പോം. ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ അപ്രീസിയേഷൻ ഒക്കെ മിസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ശരിക്കും ആ ഒരു പോയിറ്റിന്റെ പേര് എഴുതണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്, ആ പോമിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു മീനിങ് എഴുതണം. കൃത്യമായിട്ട് ലിറ്റററി ഡിവൈസസ് കറക്റ്റായിട്ട് എഴുതി വെക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മക്കളെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ബാച്ചിൻ്റെ കാര്യം നിങ്ങൾ ഇനി എന്താണ്? SSLC പിള്ളേരാകാൻ പോവാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നിങ്ങളായിരിക്കും ഇനി ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ചിലരൊക്കെ ഉഴപ്പി പഠിക്കുന്നുണ്ടാവും. അതൊന്നും ഇനി നടക്കില്ല അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് SSLC എക്സാം ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് എഴുതണം. നല്ല മാർക്ക് തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? നമ്മുടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. കുറേ ആളുകളൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്കൊക്കെ ആയിട്ട് മിസ് പറയുകയാണ്, നമ്മുടെ എക്സാമിനറിൻ്റെ SSLC ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള PDF നോട്ട്സ്, അതുപോലെ തന്നെ PYQs, പിന്നെ എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ SSLC നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. യെസ്, ഓക്കെ. 8th വായു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പോംസ് മിസ് എടുത്തതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? യെസ്, ഓക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആദിത്യ മിസ്സിനെ വിളിക്കാം അല്ലേ? ആദിത്യ മിസ് കുറച്ച് ചാപ്റ്റേഴ്സും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിസ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടിരിക്കാം. മിസ് ഒന്ന് മൈക്ക് കൈമാറട്ടെ കേട്ടോ. യെസ്, ഹലോ ക്ലാസ് 9. ഓക്കെ, അപ്പം മിസ് ഇതപ്പം എത്തും കേട്ടോ. അപ്പം മിസ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് മിസ്സിന് പറ്റിയിട്ടുള്ളത് അല്ലേ? പക്ഷേ നിങ്ങൾക്ക് എക്സാം സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതാ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ പഠിക്കുന്നതാണ്. അപ്പം മിസ് ഇതപ്പം വരും. ഓക്കെ, റെഡി? എല്ലാവരും റെഡിയാണോ? ഓക്കെ, റെഡി? ഓക്കെ, യെസ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മിസ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. യെസ്, ആദിത്യ മിസ് എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. മിസ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുറച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണല്ലോ. ഈ എക്സാം ടൈം ആകുമ്പോൾ ഈ ഒരു സൗണ്ട് പോക്കൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സാമിന് പഠിക്കാം. നിങ്ങൾക്ക് മിസ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. റെഡി? ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരും. മിസ് കണ്ണട വെച്ചോന്നല്ലേ? മിസ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് മിസ്സിൻ്റെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ, അതുകൊണ്ട് വെച്ചതാണ് കേട്ടോ സ്പെക്സ്. ഓക്കെ, റെഡി? കണ്ണട ഇട്ടിട്ട് ലുക്കായില്ലേ? ഓക്കെ, യെസ്. ക്ലിയർ ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ.
മിസ്സിനെ കുറച്ച് യെല്ലോ ഹാർട്സ് തന്നെ എല്ലാവരും. യെസ്, ക്ലിയർ ആണ്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സാണ് ഞാൻ മിസ് എന്ന് ഓക്കെ ക്ലിയർ ആണ് പറയുന്നത്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സാണ് മിസ് എന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടി പോകുന്നത്. സോങ് ഓഫ് എ ഡ്രീം, സോങ് ഓഫ് എ റെയിൻ, എ പ്രേയർ സിംഗിലെ 3 സോങ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 പോംസ് ഉണ്ട് നമുക്ക്. ആൻഡ് മെറ്റേണിറ്റി ആൻഡ് ടോൾസ്റ്റോയ് ഫാം എന്നുള്ള 2 സ്റ്റോറീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്സ് തരാം. നമ്മുടെ ഫസ്റ്റ് പോകത്തിലേക്ക് പോവാണ്. സോങ് ഓഫ് എ ഡ്രീം, സ്വപ്നത്തിൻ്റെ പാട്ട് അല്ലേ. ഒരു സ്വപ്നത്തിന് എന്താണ്? ഓക്കെ, ഇവിടെ ആരാണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ സരോജിനി നായിഡു ആണല്ലേ, നമ്മുടെ ഇന്ത്യയുടെ നൈറ്റിംഗേൽ. ഓക്കെ, നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്ന, ഇന്ത്യയിലെ രാപ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ആൻഡ് കുറേ ഫേമസ് വർക്ക്സ് ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സരോജിനി നായിഡു എന്ന് പറയുന്നത് ഒരു പോയറ്റ് മാത്രമല്ല, ഇന്ത്യയിലെ ഫ്രീഡം മൂവ്മെൻറ്റിലൊക്കെ അവരുടേതായിട്ടുള്ള ഓരോ മീൻസ് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സരോജിനി നായിഡു. ഓക്കെ, റെഡി? യെസ്, റെഡി. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. Once in the dream of a night I stood, lone in the light of a magical wood, soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed in that magical wood in the land of sleep എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ വരുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ മിസ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഈ ഒരു പോയത്തിൽ നമ്മൾ സരോജിനി നായിഡു ഡ്രീംസിനെ പറ്റിയിട്ടില്ലേ, സരോജിനി നായിഡു ഒരു സ്വപ്നം കാണാം, ഒരു സ്വപ്ന ലാൻഡിലേക്ക്, സ്വപ്ന ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഇവിടെ സരോജിനി നായിഡു സ്വപ്നം കാണുന്ന ആ ഒരു ലാൻഡ് ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സ്പിരിറ്റ് ഓഫ് ട്രൂത്തും സ്പിരിറ്റ് ഓഫ് ലവും സ്പിരിറ്റ് ഓഫ് പീസും ഉള്ള ഒരു ലാൻഡ് എന്ന് പറയുമ്പോൾ യെസ്, നമ്മുടെ ഇന്ത്യനെ തന്നെയാണ് നമ്മുടെ സരോജിനി നായിഡു സ്വപ്നം കാണുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യ ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. ഇന്ത്യനെയാണ് സ്വപ്നം കാണുന്നത്, പക്ഷേ ഇന്ത്യ ആണെന്ന് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല അല്ലേ. റെഡി? അപ്പോൾ വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റൂഡ്, ഒരു ദിവസം രാത്രി എൻ്റെ സ്വപ്നത്തിൽ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്വപ്നത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വപ്നത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഭാവം ഉണ്ടോ? സ്വപ്നത്തിൽ നടക്കുന്നതും സ്വപ്നത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ. യെസ്, റെഡി? ഉറക്കത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ കണ്ടിട്ട് ആരാണ്? റിസാക്കിയാണോ ഉള്ളത്? റെഡി? ഓക്കെ, ആൻഡ് വൺസ് ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്, ഞാൻ എവിടെയാണ്? നമ്മുടെ സരോജിനി നായിഡു എവിടെയാണ്? യെസ്, ഒരു മാജിക്കൽ വുഡിലാണ് അല്ലേ, മാന്ത്രികമായിട്ടുള്ള ഒരു തോപ്പിലാണ്. വുഡ് എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വുഡിലാണ് ഞാൻ, മാജിക്കൽ വുഡിലാണ് ഞാൻ. സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലല്ലേ, എൻ്റെ സോൾ ഡീപ്പ്, എൻ്റെ ആത്മാവിലെ ആഴത്തിലായിട്ട് കുറച്ച് വിഷൻസ് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ലൈക്ക് പോപ്പി സ്പ്രാങ്, പോപ്പിയിലെ പോപ്പി ചെടിയാണിത്. ഓക്കെ, ഇതാണ് നമ്മുടെ പോപ്പി ഫ്ലവർ. ഈ പോപ്പി ഫ്ലവർ വിരിഞ്ഞ് വരുന്ന പോലെ, സ്പ്രാങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രാങ് ചെയ്യുക എന്ന് പറയുക കേട്ടോ. ബ്ലൂം ചെയ്യുക. ഓക്കെ, ബ്ലൂം ചെയ്യുക, വിരിഞ്ഞ് വരുന്നത് പോലെയാണ് എൻ്റെ മനസ്സിലേക്ക് കുറേ വിഷൻസ് ഇങ്ങനെ വരുന്നത്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് were the birds that sang. ഓക്കെ, ഇനി നമ്മുടെ പോയത്ത് ഇവിടെ കുറേ കാര്യത്തിന് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ കുറേ ബേർഡ്സ് ഓഫ് സാങ്ങുമായിട്ട് കമ്പയർ ചെയ്യാണ്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവിനെ സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ് ആയിട്ട് കമ്പയർ ചെയ്യാണ്. സ്പിരിറ്റ്സ് ഓഫ് പീസിനെ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഓക്കെ, ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് were the birds that sang. അപ്പോൾ പാടുന്ന പക്ഷികളായിരുന്നു അല്ലേ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് അല്ലേ. സത്യത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു? യെസ്, അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന ബേർഡ്സ് ആയിരുന്നു. ക്ലിയർ അല്ലേ? ബേർഡ്സ് ആയിരുന്നു. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ് were the stars that glowed. സ്നേഹത്തിൻ്റെ സ്പിരിറ്റ്സ് അല്ലേ, സ്നേഹത്തിൻ്റെ, ലവിൻ്റെ, പ്രണയത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു? യെസ്, ബേർഡ്സ് ദാറ്റ് സാങ് ആണ്. പാട്ട്. യെസ് മിസ്, ഓക്കെ മിസ് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് പാടുന്ന പക്ഷികളാണ്, ബേർഡ്സ് ദാറ്റ് സാങ് ആണ്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ് were the streams that flowed. സമാധാനത്തിൻ്റെ അല്ലേ, സമാധാനത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു? യെസ്, സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ് ആണ്. യെസ്, നമ്മുടെ അരുവികളാണ് അല്ലേ. സ്ട്രീംസ് എന്നാ പറഞ്ഞാൽ എന്താ? അരുവികളാണ്. ഓക്കെ, ക്ലിയർ? ആൻഡ് ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എൻ്റെ സ്വപ്നത്തിലുള്ള അല്ലേ, ലാൻഡ് ഓഫ് സ്ലീപ്പ്. ഏത് ലാൻഡിലാണ്? എൻ്റെ ഉറക്കത്തിലുള്ള, എൻ്റെ സ്ലീപ്പിലുള്ള ലാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ
യെസ്, മിസ് വെള്ളം കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ് ഒത്തിരി കുടിച്ചേക്കാം, നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കുടിച്ചേക്കാം. ഓക്കെ, ലാൻഡ് ഓഫ് സ്ലീപ്പിലാണുള്ളത്. റെഡി അല്ലേ? ഓക്കെ, ആ ഒരു ലാൻഡ് ഓഫ് സ്ലീപ്പിലുള്ള മാജിക്കൽ വുഡിലാണ് ഞാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? യെസ്, നമുക്ക് റൈം സ്കീം പറയാം. സ്റ്റുഡിന് നമ്മൾ എ എന്ന് കൊടുത്തു, വുഡിന് നമ്മൾ സ്റ്റുഡ് വുഡ് റൈം ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ നമ്മൾ എ എന്ന് തന്നെ കൊടുത്തു. സ്പ്രാങ്ങിന് ബി എന്ന് കൊടുത്തു, സാങ്ങിന് ബി എന്ന് കൊടുത്തു. ഗ്ലോഡിന് നമ്മൾ സി എന്ന് കൊടുത്തു. ഗ്ലോഡ് റൈം ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ സി എന്ന് കൊടുത്തു. സ്ലീപ്പിന് എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം. അപ്പോൾ എ ബി ബി സി സി ഡി ഡി ആണ് ഈ ഒരു സ്റ്റാൻസയുടെ റൈം സ്കീം. ക്ലിയർ ആണല്ലോ? ഓക്കെ, റെഡി? ഓക്കെ, ആൻഡ് ഇവിടെ വേറെ കുറേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമുക്ക് കാണാൻ പറ്റും. ലോൺ, ലൈറ്റ് അല്ലെ, അല്ലെ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, എൽ സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഇത് അലിട്രേഷൻ ഒരു എക്സാമ്പിളാണ്. ആൻഡ് നമുക്ക് ഇമേജറീസ് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇവിടെ പോപ്പീസ് ആൻഡ് ബേർഡ്സ്, സ്റ്റാർസ്, സ്ട്രീംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺമുന്നിൽ ഇങ്ങനെ സ്ട്രീംസും സ്റ്റാർസും പോപ്പീസിനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജറി, നമുക്ക് കാണുന്നത് പോലെ തോന്നുന്ന ഇമേജസിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജറീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മെറ്റഫർ കാണാൻ വേണ്ടി പറ്റും. മെറ്റഫർ എന്താ? യെസ്, ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാണ് അല്ലേ. ഓക്കെ, ഇവിടെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സ്പിരിറ്റ്സ് ഓഫ് ലവിനെ സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സ്പിരിറ്റ്സ് ഓഫ് പീസിനെ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കമ്പാരിസനെ നമ്മൾ മെറ്റഫർ എന്നാണ് പറയുന്നത്. നമുക്ക് പേഴ്സോണിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ ക്വാളിറ്റീസ്, ഹ്യൂമൻ അല്ലാത്ത ഇനാനിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിന് ആത്മാവ് ഉണ്ടാവോ? അല്ലെങ്കിൽ സ്നേഹത്തിന്, ലവിന് ആത്മാവ് ഉണ്ടാവോ? പീസിന് ആത്മാവ് ഉണ്ടാവോ? ഇല്ല അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ സ്പിരിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിലൂടെ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ക്ലിയർ? ആൻഡ് ഒരു റിഫ്രെയിനും കാണാൻ പറ്റും. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാൻസിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ് കേട്ടോ. എൻഡിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ, ഈ ഒരു പോയത്തിൽ ഒരു റിഫ്രെയിൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ് എന്നുള്ളത് റിഫ്രെയിൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് അനഫോറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സെയിം വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും. അവിടെ ആൻഡ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അനഫോറ എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റാൻസിൽ ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, അപ്പോൾ വിഷ്വൽ ഇമേജറീസും ഓഡിറ്ററി ഇമേജസും ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേർഡ്സ് ദാറ്റ് സങ് എന്ന് പറയുമ്പോൾ പക്ഷികളെ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അല്ലേ. റെഡി? ഓക്കെ, അപ്പോൾ മിസ് സമ്മറി ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കട്ടെ. നമുക്ക് അപ്രീസിയേഷൻ പെട്ടെന്നൊന്ന് വായിക്കാം. റെഡി? ഇനി നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് നമുക്ക് പോവാം. ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് ദാറ്റ് മാജിക്കൽ ഗ്രോ ഐ ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് gather and gleam round my delicate youth and I heard the song of the spirits of truth. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കുറച്ച് വലുതാക്കി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ലോൺ ഇൻ ദ ലൈറ്റ് അല്ലേ, ആ ഒരു വെളിച്ചത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക. ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ എന്നാണ്, ഞാൻ ലോണായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇൻ ദ മാജിക്കൽ ഗ്രോവ് എന്നാണ് പറയുന്നത്. ഗ്രോവ് എന്ന് പറഞ്ഞാൽ വുഡ്സ് എന്ന് തന്നെയാണ് മീനിങ് ഉള്ളത്. ഓക്കെ, ലവ് ആൻഡ് ഐ ഫെൽ ദ സ്റ്റാർസ് ഓഫ് സ്പിരിറ്റ്സ് ഓഫ് ലവ്. സ്നേഹമാകുന്ന സ്പിരിറ്റ്സ് അല്ലേ, സ്റ്റാർസിൻ്റെ സ്പിരിറ്റ്സിനെ ഞങ്ങൾ കണ്ടു അല്ലേ. ഓക്കെ, സ്നേഹമാകുന്ന ആ സ്റ്റാർസിനെ ഞാൻ അവിടെ കണ്ടു, എനിക്ക് ഫീൽ ചെയ്തു. ഐ ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് സ്പിരിറ്റ്സ് ഓഫ് ലവ് ആൻഡ് ഗ്യാദർ ആൻഡ് ഗ്ലീം റൗണ്ട് മൈ ഡെലിക്കേറ്റ് യൂത്ത്. ഈ സ്നേഹമാകുന്ന സ്റ്റാർസ് എൻ്റെ യൂത്ത്. ഡെലിക്കേറ്റ് യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുവായിട്ടുള്ള എന്നാണ്. മൃദുവായ എൻ്റെ യൗവനത്തിനെ ചുറ്റും ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക അല്ലേ, ഒത്തുകൂടുന്നതിനെയാണ് നമ്മൾ ഗ്യാദർ ചെയ്യുക എന്ന് പറയുക. ഗ്ലീം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഷൈൻ ചെയ്യുക, ഭയങ്കര തിളങ്ങുന്നതിനെയാണ്. അപ്പോൾ തിളക്കമുള്ള ആ ഒരു സ്റ്റാർസ്, സ്നേഹമാകുന്ന സ്റ്റാർസ് എൻ്റെ മൃദുലമായ യൗവനത്തിന് ചുറ്റും കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. To quench my longing I bend me low and by the streams of spirits of peace that flow in the magical wood in the land of sleep. ഓക്കെ, എനിക്ക് ഇപ്പോൾ എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ്
to quench my longing, I bend me low. ഓക്കെ, എനിക്ക് എൻ്റെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ, quench my longing. quench ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക. എന്തിൻ്റെ ദാഹമാണ്? ഡിസയറിൻ്റെ, ആഗ്രഹത്തിൻ്റെ അല്ലേ. ലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാണ്, ആഗ്രഹിക്കുന്നതിനെയാണ് നമ്മൾ ലോങ്ങിങ് എന്ന് പറയുക. അപ്പം എൻ്റെ ആഗ്രഹത്തിൻ്റെ അന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ താഴ്ക്കാണ് അല്ലേ. I bend me low by the streams of the spirits of peace that flow in the magical wood in the lands of sleep അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രീംസ് അല്ലേ, താഴെ സ്ട്രീംസ് ആവുന്ന പീസ് ദാറ്റ് ഫ്ലോ അല്ലേ, ആത്മാവാകുന്ന സമാധാനത്തിൻ്റെ ആത്മാവാകുന്ന ആ ഒരു സ്ട്രീംസിലേക്ക് ഞാൻ എന്നെ ബെൻഡ് ചെയ്യാണ്. ആൻഡ് ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. വീണ്ടും ഇതാ നമ്മുടെ റിഫ്രെയിനാണിത്. വീണ്ടും ആ ഒരു സെൻറ്റൻസ് സ്വപ്നത്തിലാണ്, ഡ്രീമിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ എന്നൊക്കെ പറഞ്ഞേ. യെസ്, അലിട്രേഷൻ ഉണ്ട് അല്ലേ. ലോൺ ലൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അലിട്രേഷൻ ഉണ്ട്. സ്റ്റാർ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അലിട്രേഷൻ ഉണ്ട്. ഗ്യാദർ ഗ്ലിം, ഗ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ അലിട്രേഷൻ ഉണ്ട്. സോങ് സ്പിരിറ്റ്സ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അലിട്രേഷൻ ഉണ്ട്. സ്ട്രീം സ്പിരിറ്റ്സ്, ഇവിടേക്ക് എന്തുണ്ട്, അലിട്രേഷൻ ഉണ്ട്. ആൻഡ് ഇവിടെയും എന്താണ് നമ്മുടെ റൈം സ്കീം? എ ബി ബി സി സി ഡി തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻസയുടെയും റൈം സ്കീം. ക്ലിയർ ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാം. അപ്പം മിസ്സിൻ്റെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് മിസ്സിന് ഇത്ര എനർജി എടുക്കാൻ പറ്റുന്നുള്ളൂ. അതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്തായാലും ക്ലിയർ ആണെങ്കിൽ മിസ്സിന് ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാം. ഓക്കെ, റെഡി. അപ്രീസിയേഷൻ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്രീസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സോങ് ഓഫ് എ ഡ്രീം അല്ലേ, ഏത് ചാപ്റ്ററിനാണെന്ന് പറയുക, ഏത് പോയറ്റാണ്, സരോജിനി നായിഡു ആണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഒരു ഡ്രീമി അഡ്വഞ്ചർ ആണല്ലേ, ഒരു ഡ്രീമി അഡ്വഞ്ചറാണ്. ഇറ്റ്സ് ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു എ ഫെയറി ടെയിൽ. ഒരു ഫെയറി ടെയിലിലേക്ക്, ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് പോലെയാണ്. യെസ് മിസ് കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ യെല്ലോ ഹാർട്ട്സൊക്കെ കാണുന്നുണ്ട്. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് എത്തുന്നത് പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എന്തൊക്കെയാണ് പറയുന്നത്? ഈ പോയത്തിൻ്റെ ഒരു ജസ്റ്റ് സമ്മറി ചെയ്ത് അപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പോയറ്റ് ആരാന്ന് പറയാം, ഒരു ബ്രീഫ് സമ്മറി, വിഷൻസ് കാണുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് എക്സ്പീരിയൻസ് അറിയൽ ഇൻ ദ ഡ്രീമിൽ എന്തൊക്കെയാണ് കാണുന്നത്? ട്രൂത്ത്, ലവ്, പീസ്, ടേക്ക് ഓൺ ഷേപ്പ് വി ക്യാൻ സീ ലൈക്ക് ബേർഡ്സ്, സ്റ്റാർസ് ആൻഡ് സ്ട്രീംസ്. ട്രൂത്തിനെയും ലവിനെയും പീസിനെയും ബേർഡ്സും സ്റ്റാർസും സ്ട്രീംസും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പീസ്ഫുൾ ആൻഡ് ഹാർമണിയസ് ആൻഡ് വിത്ത് ഇറ്റ്സ് റിപ്പീറ്റിംഗ് ലൈൻസ് വിത്ത് ദ വേ ഇറ്റ് സൗണ്ട്സ് ദ പോയം ഫീൽസ് എ ബ്യൂട്ടിഫുൾ ലല്ലബൈ. ഏകദേശം ഒരു താരാട്ട് പാട്ട് പോലെ അല്ലേ. ഇപ്പോൾ നമ്മുടെ സരോജിനി നായിഡുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഭയങ്കര മ്യൂസിക്കലായിട്ടാണ് ആൾ പോംസ് ഒക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ അതുപോലെ വളരെ മ്യൂസിക്കലായിട്ടാണ് ഈ ഒരു പോം ഉള്ളത്. ഓക്കെ, റെഡി. ഓക്കെ, ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമേജറീസ് ആൻഡ് അതുപോലെ തന്നെ ആ വിഷൻസ് അല്ലേ, വിഷൻസൊക്കെ എന്താണ്, വിഷ്വൽ ഇമേജറീസ് ആണ്. സിമിലീസും ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷൻസ് ദാറ്റ് ലൈക്ക് പോപ്പി സ്പ്രാങ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? സിമിലിക്ക് എക്സാമ്പിളാണ് അല്ലേ. ഓക്കെ, വിഷൻസ് ദാറ്റ് ലൈക്ക് സ്പ്രാങ് എന്ന് പറയുന്നത് സിമിലിക്ക് എക്സാമ്പിളാണ്. നമ്മുടെ ആ പോപ്പി വിരിയുന്നത് പോലെ എൻ്റെ മനസ്സിൽ കാഴ്ചകൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ സിമിലി എന്നാണ് പറയുക. അപ്പോൾ അതുപോലെയുള്ള ഇമേജറീസും ലാസ്റ്റുള്ള ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അപ്രീസിയേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോം എഴുതുക, പോയറ്റിൻ്റെ പേര് എഴുതുക. ആൻഡ് തീം അറിയെങ്കിൽ ജസ്റ്റ് ഒരു തീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ ഒരു പോയത്തിൽ ഇതിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്, ഡ്രീമിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. ആൻഡ് ദെൻ ആ ഒരു പോയത്തിൻ്റെ ചെറിയൊരു സമ്മറി പറയുക. ആൻഡ് അതിനുശേഷം നിങ്ങൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ഇൻക്ലൂഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് സെറ്റാണ്? യെസ്, നമ്മുടെ അപ്രീസിയേഷൻ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ, നന്നായിട്ട് ഇത് വായിച്ചു നോക്കാം. ക്ലിയർ? ഓക്കെ, റെഡി. ഇനി നമ്മൾ അടുത്ത നമ്മുടെ പോയത്തിലേക്ക് പോവാണ്. സോങ് ഓഫ് ദ റെയിൻ എന്നുള്ള പോയത്തിലേക്ക് നമ്മൾ പോവാണ്. സോങ് ഓഫ് ദ റെയിൻ. ഓക്കെ, സോങ് ഓഫ് ദ റെയിനിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാണോ? ഓക്കെ, റെഡിയാണോ? എല്ലാവരും റെഡിയാണോ സോങ് ഓഫ് ദ റെയിൻ എന്നുള്ള പോയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്? ഓക്കെ, യെസ്, റെഡി. അപ്പോൾ സോങ് ഓഫ് ദ റെയിൻ ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ് അല്ലേ. അപ്പോൾ ഇതിൽ പേഴ്സോണിഫിക്കേഷനാണ്. ഇവിടെ നമ്മുടെ സോങ് ഓഫ് ദ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പാട്ട് പാടും ഇല്ല അല്ലേ, മഴ സംസാരിക്കുക പോലും ഇല്ല. അപ്പം മഴ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ പേഴ്സോണിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ആൻഡ് ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഡ്രോപ്പ് ഫ്രം ഹെവൻ ബൈ ദ ഗോഡ്സ്. അപ്പം മഴ ഇവിടെ വളരെ തള്ളി മറയ്ക്കാണ്. ഞാൻ അടിപൊളിയാണ്, ഞാൻ ആരാന്നറിയോ? ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഡ്രോപ്പ് ഫ്രം ഹെവൻ ബൈ ദ ഗോഡ്സ്. ഗോഡ്സ് അല്ലേ, ദൈവങ്ങൾ സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇടുന്ന എന്താണ് ഞാൻ? യെസ്, താഴേക്ക് ഇങ്ങനെ ദൈവങ്ങൾ ഇരുന്നിടുന്ന
ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ആണല്ല ഞാൻ. ഓക്കെ, ഡോട്ടഡ് ആയിട്ടുള്ള പൊട്ട് പോലെയുള്ള സിൽവർ ത്രെഡ്സ് ആണ്, വെള്ളി നൂലുകളാണ് ഞാൻ അത്ര അടിപൊളിയാണ്. നേച്ചർ ദെൻ ടേക്സ് മീ ടു അഡോൺ ഹെർ ഫീൽഡ്സ് ആൻഡ് വാലീസ്. അപ്പോൾ മഴ നമ്മുടെ ദൈവങ്ങൾ ഇങ്ങനെ ആ സിൽവർ ത്രെഡ്സ് ഇടുന്നത് പോലെയാണ് ഞാൻ. അപ്പോൾ എന്നെ ആരെടുക്കും? എന്നെ നേച്ചർ എടുക്കും. ഞാൻ വരുമ്പോൾ എന്നെ നേച്ചർ എന്നെ എടുക്കും. ടു അഡോൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക. ടു അഡോൺ ഹെർ ഫീൽഡ്സ് ആൻഡ് വാലീസ്. അവളുടെ വയലുകളും അവളുടെ താഴ്വരകളും അഡോൺ ചെയ്യാൻ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ആരെടുക്കും? യെസ്, നമ്മുടെ പ്രകൃതി എടുക്കും, നേച്ചർ എടുക്കും. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണ്? മെറ്റഫർ ഉണ്ട് അല്ലേ, മെറ്റഫർ ഉണ്ട്. ഓക്കെ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് എന്ന് പറയുമ്പോൾ റെയിൻ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? യെസ്, സിൽവർ ത്രെഡ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മെറ്റഫറിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഈ പോയത്തിൽ എല്ലാം പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. ഈ പോം തന്നെ ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് അല്ലേ? ഓക്കെ, യെസ്, പോം തന്നെ ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. സോ ഫ്രം ഹെവൻ ബൈ ദ ഗോഡ്സ് നേച്ചർ ടേക്സ് മീ അഡോൺ. ഇവിടെ നിങ്ങൾക്ക് ലിറ്ററേഷൻ എവിടെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്? ഡോട്ടഡ് ഡ്രോപ്ഡ് എന്ന് പറയുമ്പോൾ ഡ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ലിറ്ററേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണ്? യെസ്, ഫീൽഡ്സ്, വാലീസ്, ഇതൊക്കെ എന്താ? വിഷ്വൽ ഇമേജസ് ആണ്. ക്ലിയർ. Okay, I am beautiful pearls plucked from the crown of Ishtar by the daughter of dawn to embellish the gardens. ഞാൻ എന്താണ്? ബ്യൂട്ടിഫുൾ പേൾസ് ആണ്, വളരെ മനോഹരമായിട്ടുള്ള പേൾസ് ആണ്, മുത്തുകളാണ്. ദാറ്റ് പ്ലക്ഡ് ഫ്രം ദ ക്രൗൺ ഓഫ് ഇഷ്തർ. അപ്പോൾ പണ്ട് മെസ്സോപ്പൊട്ടോമിയയിലെ, പണ്ടത്തെ മെസ്സോപ്പൊട്ടോമിയയിലെ ഒരു രാജ്ഞിയായിരുന്നു നമ്മുടെ ഇഷ്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്തർ എന്ന് പറയുന്ന രാജ്ഞിയുടെ തലയിൽ നിന്ന് അല്ലേ, തലയിലെ ക്രൗണിൽ നിന്ന്, ആ ഒരു കിരീടത്തിൽ നിന്നും പ്ലക്ക് ചെയ്തെടുത്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള മുത്തുകളാണ് ഞാൻ. ആൻഡ് ബൈ ദ ഡോട്ടർ ഓഫ് ഡോൺ ടു എംപലിഷ് ദ ഗാർഡൻസ്. ആരാണ് എന്നെ എടുത്തിട്ടുള്ളത്? ബൈ ദ ഡോട്ടർ ഓഫ് ഡോൺ. ഇവിടെ ഡോട്ടർ ഓഫ് ഡോൺ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഡ്യൂ ഡ്രോപ്സ് ആണ് കേട്ടോ, മഞ്ഞു തുള്ളികളാണ്. പ്രഭാതത്തിൻ്റെ പുത്രി എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? യെസ്, മഞ്ഞു തുള്ളികളായിരിക്കും അല്ലേ. ഓക്കെ, മഞ്ഞു തുള്ളികളാണ്. ടു എംപലിഷ് ദ ഗാർഡൻസ്. എംപലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക. ടു ഡെക്കറേറ്റ് ദ ഗാർഡൻസ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെയുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് മെറ്റഫേഴ്സ് പറഞ്ഞില്ല. ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ്, ഞാൻ ബ്യൂട്ടിഫുൾ പേൾസ് എന്ന് പറയുമ്പോൾ റെയിനെ ഇവിടെ പേൾസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, അലിട്രേഷൻ കാണാൻ വേണ്ടി പറ്റും. പേൾസ് പ്ലഗ്ഡ് എന്ന് പറയുമ്പോൾ പ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അലിട്രേഷൻ എക്സാമ്പിളാണ്. ഡോട്ടർ ഡോൺ എന്ന് പറയുമ്പോൾ ഡ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അലിട്രേഷൻ എക്സാമ്പിളാണ്. ക്ലിയർ. എവിടെ നമ്മുടെ പവർ കാണിച്ചു കൊടുക്കൂ? ക്ലാസ് 9ൻ്റെ പവർ കാണിച്ചു കൊടുക്കൂ. യെസ്. ആൻഡ് നിങ്ങൾക്ക് അല്യൂഷൻ കാണാൻ പറ്റും. അല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേറൊരു കഥയിലേക്ക് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം വേറൊരു കാര്യത്തിലേക്ക് റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷനിൽ അല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്രൗൺ ഓഫ് ഇഷ്തറിൻ്റെ കഥയിലേക്ക് അല്ലെങ്കിൽ ക്രൗൺ ഓഫ് ഇഷ്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിലേക്ക്, പണ്ടെപ്പോഴോ ഉണ്ടായ ആളല്ലേ, അവിടേക്ക് ഒരു റെഫറൻസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? അല്യൂഷൻ എക്സാമ്പിളാണ്. ആൻഡ് ദെൻ പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇപ്പോൾ മൊത്തം പെർസോണിഫിക്കേഷനാണ്. അതിൻ്റെ കൂടെ ഡോട്ടർ ഓഫ് ഡോൺ എന്ന് പറയുമ്പോൾ, പ്രഭാതത്തിൻ്റെ പുത്രി എന്ന് പറയുമ്പോൾ, പ്രഭാതത്തിൻ്റെ പുത്രി ഉണ്ടാവോ? കുട്ടി ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അതും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? യെസ്, നമ്മുടെ പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. ക്ലിയർ ആണെങ്കിൽ യെല്ലോ ഹാർട്ട്സ് വരട്ടെ. യെസ്. വെൻ ഐ ക്രൈ the hills laugh, when I humble myself the flowers rejoice, when I bow all things are elated. ഞാൻ കരയുമ്പോൾ എന്ത് ചിരിക്കുന്നു? ഹിൽസ്, കുന്നുകൾ ചിരിക്കുന്നു. ഓക്കെ, അപ്പം മഴയാണ് കരയുന്നത്. അപ്പം മഴ പെയ്യുമ്പോൾ കുന്നുകൾ ചിരിക്കും, ആർത്തുല്ലസിക്കും, അവർക്ക് വെള്ളം കിട്ടുമല്ലോ അല്ലേ. വെൻ ഐ ഹംബിൾ, ഞാൻ വളരെ ഹംബിളായിട്ട് വിനയത്തോടെ നിൽക്കുമ്പോൾ ദ ഫ്ലവേഴ്സ് റീജോയ്സ്, ഫ്ലവേഴ്സ് എല്ലാം, പൂക്കളെല്ലാം വളരെ സന്തോഷത്തിലാകും. ആൻഡ് വെൻ ഐ ബൗ ഓൾ തിങ്സ് ആർ ഇലേറ്റഡ്. ഞാനൊന്ന് കുനിഞ്ഞു കൊടുക്കുമ്പോൾ, ഞാനൊന്ന് താഴ്ന്നു കൊടുക്കുമ്പോൾ, ഞാനൊന്ന് ബൗ ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾ തിങ്സ് ആർ ഇലേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആവും, ആവേശത്തിലാവും, എക്സൈറ്റഡ് ആവും അല്ലേ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പേഴ്സോണിഫിക്കേഷനാണ്. വെൻ ഐ ക്രൈ, മഴ കരയോ? ഇല്ല. ഹിൽസ് ചിരിക്കോ? ഇല്ല. വെൻ ഐ ഹംബിൾ, മഴ വളരെ വിനയത്തോടെ നിൽക്കോ? ഇല്ല. വെൻ ഐ ബൗ, മഴ തല കുമ്പിട്ട് നിൽക്കോ? ഇല്ല. ഇതൊക്കെ എന്താണ്? പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവാം. ദ ഫീൽഡ് ആൻഡ് ദ ക്ലൗഡ് ആർ ലവേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദം ഐ ആം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. ഫീൽഡും അല്ലേ, വയലുകളും ക്ലൗഡ്സും എന്താണ്? ലവേഴ്സ് ആണ് അല്ലേ. വയലുകളും അതുപോലെ തന്നെ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളും ലവേഴ്സാണ്. ആൻഡ് ബിറ്റ്വീൻ ദം ഐ ആം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. അവർക്കിടയിലുള്ള ദയയുടെ അല്ലെ, മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ? ദയയുടെ മെസ്സഞ്ചറാണ്, ദൂതനാണ് ഞാൻ. ഓക്കെ, മിസ്സിൻ്റെ പേര് ആദിത്യ. ഓക്കെ,
റെഡി. ആൻഡ് ഐ ക്വെൻച്ച് ദ തേഴ്സ്റ്റ് ഓഫ് വൺ, ഐ ക്യൂർ ദ എയിൽമെൻറ്റ് ഓഫ് ദ അതർ. ഞാൻ ഒരാളുടെ തേഴ്സ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ ദാഹം ശമിപ്പിക്കും. ആൻഡ് ഐ ക്യൂർ ദ എയിൽമെൻറ്റ് ഓഫ് ദ അതർ, വേറൊരാളുടെ ഇൽനെസ് അസുഖം ഞാൻ ഭേദമാക്കും. ആരുടെ ദാഹമാണ് ശമിപ്പിക്കുന്നത്? ഫീൽസിൻ്റെ ദാഹമാണല്ലേ. അപ്പോൾ വരണ്ടുണങ്ങി കിടക്കുന്ന ഫീൽസിന് വെള്ളം കിട്ടുമ്പോൾ അതിൻ്റെ ദാഹം ശമിക്കും. ആൻഡ് ക്ലൗഡിൻ്റെ ആ ഒരു എയിൽമെൻ്റ് ആണ് കുറയ്ക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡിൽ മൊത്തം ഇങ്ങനെ ബേർഡൺ ആയിരിക്കും, ആ വെള്ളം കൊണ്ട് ആ ഒരു അത്രയും ഭാരത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ക്ലൗഡിൻ്റെ ഭാരം അങ്ങോട്ട് പോകും. ആൻഡ് ഇവിടെ മെറ്റഫറിന് എക്സാമ്പിൾ എന്താ? ആം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി എന്നുള്ളതാണ്. ഓക്കെ, ആം ദ മെസ്സഞ്ചർ ഓഫ് മേഴ്സി എന്നുള്ളത് മെറ്റഫറിന് എക്സാമ്പിളാണ്. ഇവിടെ മഴയെ ദയയുടെ ഒരു ദൂതനായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അലിട്രേഷൻ എവിടെ കാണാൻ പറ്റുന്നത്? മെസ്സഞ്ചർ ഓഫ് മേഴ്സി, എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അലിട്രേഷൻ കാണാൻ വേണ്ടി പറ്റും. റെഡിയല്ലേ? ആൻഡ് നിങ്ങൾക്ക് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. ക്ലൗഡും ഫീൽഡും ലവേഴ്സ് ആവുക. ലവേഴ്സ് ആരാവുക? മനുഷ്യന്മാരാണല്ലേ. അപ്പോൾ ലവേഴ്സ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിങ്ങൾക്ക് പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. തേഴ്സ്റ്റ്, ദാഹം ശമിപ്പിക്കുക. ദാഹക്കാർക്കുണ്ടാവുക മനുഷ്യന്മാർക്കാണല്ലേ, അസുഖക്കാർക്കുണ്ടാവുക മനുഷ്യന്മാർക്കാണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. റെഡിയല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് പോവാം. ദ വോയിസ് ഓഫ് തണ്ടർ ഡിക്ലൈസ് മൈ അറൈവൽ. എൻ്റെ അറൈവൽ ഡിക്ലെയർ ചെയ്യുന്നത്, അറിയിക്കുന്നത് ആരാണ്? തണ്ടറാണല്ലേ. ഇടി മുഴക്കമാണ്, ഇടി മിന്നലാണ് എൻ്റെ വരവറിയിക്കുന്നത്. ദ റെയിൻബോ അനൗൺസസ് മൈ ഡിപ്പാർച്ചർ. എൻ്റെ ഡിപ്പാർച്ചർ, എൻ്റെ തിരിച്ചുപോക്ക് അറിയിക്കുന്നത് ആരാ? റെയിൻബോ ആണ്. അപ്പം മഴ വരുന്നതിൻ്റെ മുന്നേ ആരുണ്ടാവും? തണ്ടർ ഉണ്ടാവും, ഇടിയും വെട്ടും ഒക്കെ ഉണ്ടാവും. ആൻഡ് ദ റെയിൻബോ അനൗൺസ് മൈ ഡിപ്പാർച്ചർ അല്ലേ. മഴ പോകുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റും ആകാശത്ത്? യെസ്, നമുക്ക് നമ്മുടെ മഴവില്ലിനെ കാണാൻ വേണ്ടി പറ്റും. ഐ ആം ലൈക്ക് earthly life which begins at the feet of the mad elements and ends under the upraised wings of death. ഞാൻ എന്താണ്? ഒരു earthly life പോലെയാണ്. earthly ലൈഫിൻ്റെ പ്രത്യേകത എന്താ? അത് എഫിമെറലാണ്, ക്ഷണികമാണ് അല്ലേ. അത് വളരെ ക്ഷണികമായിട്ടുള്ള, വളരെ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള, വളരെ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതമാണ്. യെസ്, കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ earthly ലൈഫ്. ഞാനൊരു earthly ലൈഫ് പോലെയാണ്. കാരണം എൻ്റെ ജീവിതം തുടങ്ങുന്നത് മാഡ് എലമെൻസിലാണ്. ഇവിടെ മാഡ് എലമെൻസ് കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത്, വാട്ടർ, ഫയർ, വിൻഡ് ആൻഡ് സ്പേസ് ആണല്ലേ. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ മനുഷ്യന്മാരൊക്കെ ഉണ്ടായതെന്നാണ് പറഞ്ഞു വരുന്നത്. പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ. ഈ മാഡ് എലമെൻസിൽ നിന്നാണ് എൻ്റെ ലൈഫും സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് എൻഡ് ചെയ്യുന്നത് അല്ലേ. ഡെത്തിൻ്റെ ആ ഒരു ഉയർത്തുന്നല്ലേ. അപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റേസ് ടു ദ ഹയർ ലെവൽ എന്നാണ്. അപ്പോൾ മരണമാകുന്ന ആ ചിറകുകളിൽ ഞാനും എന്തായി പോവാണ്? അതിൻ്റെ അടിയിൽ ഞാനും പെട്ടുപോവുകയാണ്. എന്ന് വെച്ചാൽ ഞാനും മരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പം ഞാനും മഴയും എന്ത് തന്നെയാണ്? മനുഷ്യന്മാരെ പോലെ വളരെ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാം. ഇവിടെ നിങ്ങൾക്ക് ഓഡിറ്ററി ഇമേജസ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? തണ്ടർ ഡിക്ലെയർ ചെയ്യുക അല്ലേ. അപ്പോൾ തണ്ടറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അപ്പോൾ അതിനെയാണ് ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്. ഐ ആം ലൈക്ക് earthly ലൈഫ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിമിലിക് എക്സാമ്പിളാണ്. ഓക്കെ, ഞാൻ മഴ എന്തുപോലെയാണ്? ആ ഭൂമിയിലെ ജീവിതം പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പം മഴയെ ഭൂമിയിലെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് പോവാം. ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ, soar with the breeze. When I see a field in need, I descend and embrace the flowers and the trees in a million little ways. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? മഴ എവിടെ നിന്നാണ് ഉണ്ടാവുക? യെസ്, നമ്മുടെ കടലിൽ നിന്നാണ് അല്ലേ. കടലിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ചൂടായി എന്തെടുത്തുണ്ടോ? വെള്ളം എടുത്തുണ്ടോ? അവിടുന്ന് തണുത്തിട്ട് മഴയായിട്ട് പെയ്യൂലേ. അപ്പോൾ ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ. ഞാൻ ആ ഒരു കടലിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എമേർജ് ചെയ്യുന്നത്. soar with the breeze. എന്നിട്ട് കാറ്റിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഉയർന്ന് പറക്കും. When I see a field in need, I descend and embrace the flowers. ഓക്കെ, അപ്പോൾ എന്നെ ആവശ്യമുള്ള ഒരു ഫീൽഡിനെ ഞാൻ കാണുമ്പോൾ ഐ ഡിസെൻഡ് ആൻഡ് എംപ്രേസ് ദ ഫ്ലവേഴ്സ്. ഞാൻ എന്ത് ചെയ്യും? യെസ്, താഴോട്ട് വന്നിട്ട് അവരെ ഞാൻ കെട്ടിപ്പിടിക്കും. ഞാൻ എംപ്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കും. ആൻഡ് ദ ട്രീസ് ഇൻ എ മില്യൺ ലിറ്റിൽ വേസ്. ഒരു ആയിരക്കണക്കിന്, ദശലക്ഷക്കണക്കിന് വഴികളിലൂടെ ഞാൻ അവരെ കെട്ടിപ്പിടിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ്? പെർസോണിഫിക്കേഷൻ ഉണ്ട് അല്ലേ. മഴയ്ക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഒരു ഫീൽഡ്, നീഡിലുള്ള ഒരു ഫീൽഡിനെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ യെസ്, മഴയ്ക്ക് കാണാൻ പറ്റില്ല. അത് പേഴ്സോണിഫൈ ചെയ്തിരിക്കുക. ഫ്ലവേഴ്സിനെ എംബ്രേസ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അതും എന്താണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഇൻ മില്യൺ ലിറ്റിൽ വേയ്സ് അല്ലേ. മില്യൺ ലിറ്റിൽ വേയ്സ് എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ വേറൊരു പേരും പറയുമല്ലോ, ഹൈപ്പർബോളിയാണ് അല്ലേ. ഒരു കാര്യത്തിന് കൂടുതലാക്കി പെരുപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർബോളി അല്ലെങ്കിൽ
എന്തെന്ന് പറയുന്നത് യെസ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. റെഡി? അപ്പം മില്യൺ ലിറ്റിൽ വേസിൽ ദശലക്ഷക്കണക്കിന് വഴികളിൽ മഴയ്ക്ക് മരങ്ങളെയൊക്കെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എംബ്രേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം മഴ കുറേ തുള്ളികൾ ഉണ്ടാവില്ലേ, അതിനെയാണ് യെസ് എന്താ പറയുന്നത് യെസ് എംബ്രേസ് ദ ഫ്ലവേഴ്സ് ഇൻ മില്യൺ ലിറ്റിൽ വേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ് ആൻഡ് മൈ അനൗൺസ്മെൻറ്റ് ഈസ് എ വെൽക്കം സോങ്. ഞാൻ എന്ത് ചെയ്യും? മഴ ഞാൻ പെയ്യുമ്പോൾ വിൻഡോസിൻ്റെ ഒരു വിൻഡോസിനായിട്ട് ഞാൻ എൻ്റെ സോഫ്റ്റ് വളരെ മൃദുവായിട്ടുള്ള എൻ്റെ വിരലുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യും. ആൻഡ് മൈ അനൗൺസ്മെൻറ്റ് ഈസ് എ വെൽക്കം സോങ്. എൻ്റെ വരവ് എന്താണ്? ഒരു വെൽക്കം സോങ് ആണ്, ഒരു സ്വാഗത സംഗീതമാണ്. ഓക്കെ. ആൻഡ് all can hear but only the sensitive can understand. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റും, പക്ഷെ വളരെ സെൻസിറ്റീവായിട്ടുള്ള എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇവിടെ ടച്ച് ജെന്റ്ലി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? യെസ്, നമ്മുടെ മഴ ടച്ച് ചെയ്യോ? ഇല്ല. അതെന്താണ്? പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. ഓക്കെ. റെഡി അല്ലേ? ക്ലിയർ ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ മിസ്സിന്, കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ. ഓക്കെ. ഓക്കെ. റെഡി? ഓക്കെ. അപ്പം നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് പോവാം. ദ ഹീറ്റ് ഇൻ ദ എയർ ഗിവ്സ് ബർത്ത് ടു മീ ബട്ട് ഇൻ ടേൺ ഐ കിൽ ഇറ്റ് ആസ് വുമൺ ഓവർകംസ് മാൻ വിത്ത് ദ സ്ട്രെങ്ത് ഷീ ടേക്സ് ഫ്രം ഹിം. ദ ഹീറ്റ് ഇൻ ദ എയർ ഗിവ്സ് ബർത്ത് ടു മീ. അപ്പം മഴയ്ക്ക് ആരാണ് ജന്മം കൊടുക്കുന്നത്? ഹീറ്റാണ് അല്ലേ? നമ്മുടെ ആകാശത്തെ എയറിൽ നിന്നുള്ള ഹീറ്റാണ് മഴയ്ക്ക് ജന്മം കൊടുക്കുന്നത്. ബട്ട് ഇൻ ടേൺ ഐ കിൽ ഇറ്റ്. പക്ഷെ ഞാൻ തന്നെ എന്ത് ചെയ്യും? എൻ്റെ ടേൺ വരുമ്പോൾ അതിനെ ഞാൻ കിൽ ചെയ്യും, കൊല്ലും. കാരണം മഴേനെ ഹീറ്റ് എടുത്ത് കൊണ്ടുപോകും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? യെസ്, ചൂടുണ്ടാവുമോ? ഇല്ല, ചൂട് കുറയൂല. അപ്പോൾ ഹീറ്റിന് ആരാണ് കൊല്ലുന്നത്? യെസ്, നമ്മുടെ മഴ തന്നെയാണ്. ആസ് വുമൺ ഓവർകംസ് മാൻ വിത്ത് ദ സ്ട്രെങ്ത് ഷീ ടേക്സ് ഫ്രം ഹിം. അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണോ ഒരു മാനെ ഓവർകം ചെയ്യുന്നത്? വിത്ത് ദ സ്ട്രെങ്ത് ഷീ ടേക്സ് ഫ്രം ഹിം. അവനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ശക്തി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ഒരു പുരുഷനെ തന്നെ ഒരു സ്ത്രീ ഓവർകം ചെയ്യുന്നത്? അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണല്ലേ. അപ്പം അന്നത്തെ കാലത്ത് എഴുതിയാണ്, ഇപ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല. അന്നത്തെ കാലത്ത് എഴുതിയാണ് കേട്ടോ. അപ്പം ഇതെന്തിന് എക്സാമ്പിളാണ്? സിമിലിക്ക് എക്സാമ്പിളാണ്. അതുപോലെയാണ് മഴ എന്ത് ചെയ്യുന്നത്? ഹീറ്റിന് തനിക്ക് ആ ശക്തി നൽകിയിട്ടുള്ള ആളെ തന്നെ കൊല്ലുന്നത്. ഓക്കെ. റെഡി? ആം ദ സൈ ഓഫ് ദ സീ. ഞാൻ എന്താണ്? സീൻ്റെ കടലിൻ്റെ നെടുവീർപ്പാണ്, സൈ ആണ്. ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്. ഞാൻ എന്താണ്? ഫീൽഡിൻ്റെ ചിരിയാണ്, ലാഫ്റ്ററാണ്. ദ ടിയേഴ്സ് ഓഫ് ഹെവൻ. ഹെവൻ്റെ കണ്ണുനീരാണ് ഞാൻ. ഇതൊക്കെയാണ് ഞാൻ. ഓക്കെ. റെഡി? അപ്പോൾ ആം ദ സൈ ഓഫ് സീ എന്ന് പറയുന്നത് എന്താണ്? മെറ്റഫറാണ് അല്ലേ? മെറ്റഫറ. ഇതൊക്കെ മെറ്റഫറിന് എക്സാമ്പിളാണ്. നമ്മുടെ മഴയെ സീ ആയിട്ടും ഫീൽഡായിട്ടും ലാഫ്റ്റർ ഓഫ് ഫീൽഡിൻ്റെ വയലിൻ്റെ ചിരിയായിട്ടും ഹെവൻ്റെ ടിയേഴ്സായിട്ടും കണ്ണുനീരൊക്കെ ആയിട്ടും കമ്പയർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മെറ്റഫറിന് എക്സാമ്പിളാണ്. ആൻഡ് സൈ ഓഫ് ദ സീ എന്ന് പറയുമ്പോഴോ സീക്ക് നെടുവീർപ്പിടാൻ പറ്റുമോ? ഇല്ല. സൈ ഇടാൻ പറ്റുമോ? ഇല്ല. സൈ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പാണല്ലേ. അപ്പോൾ അതെന്തിന് എക്സാമ്പിൾ? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാലോ ഫീൽഡിന് ചിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതെന്തിന് എക്സാമ്പിളാണ്? യെസ്, നമ്മുടെ പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ടിയേഴ്സ് ഓഫ് ഹെവൻ. ഹെവന് കരയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതോ എന്തിന് എക്സാമ്പിളാണ്? യെസ്, നമ്മുടെ എന്തിന് എക്സാമ്പിളാണ്? യെസ്, നമ്മുടെ പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. സോ വിത്ത് ലവ് sighs from the deep sea of affection, laughter from the colorful field of spirit, tears from the endless heaven of memories. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് തന്നെ വീണ്ടും ഒന്നും കൂടി പറയാണ്, പക്ഷെ ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്ന പോലെ അല്ലേ. സോ വിത്ത് ലവ്. അപ്പോൾ സ്നേഹത്തോടെ മഴ പറയാണ്. ഞാൻ എന്താണ്? സൈസ് ഫ്രം ദ ഡീപ് സീ ഓഫ് എഫെക്ഷൻ. സ്നേഹമാകുന്ന, എഫെക്ഷൻ ആവുന്ന, വാത്സല്യമാകുന്ന ആ ഒരു ആഴക്കടലിലെ നെടുവീർപ്പാണ്, സീ ആണ് ഞാൻ. ലാഫ്റ്റർ ഫ്രം ദ കളർഫുൾ ഫീൽഡ് ഓഫ് സ്പിരിറ്റ്. വർണ്ണശബളമായിട്ടുള്ള ആ ഒരു കളർഫുൾ ഫീൽഡ് ഓഫ് സ്പിരിറ്റ്, ആത്മാകാവുന്ന ആ ഒരു വയലിൻ്റെ ചിരിയാണ് ഞാൻ. ആൻഡ് ടിയേഴ്സ് ഫ്രം ദ എൻലെസ് ഹെവൻ ഓഫ് മെമ്മറീസ്. അപ്പോൾ ഓർമ്മകളാകുന്ന ആ ഒരു സ്വർഗത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മഴയെ തന്നെ കമ്പയർ ചെയ്തിട്ടുള്ളത്. റെഡിയല്ലേ? റെഡിയാണോ? മിസ് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. റെഡി? അപ്പോൾ ഇതിൻ്റെ അപ്രീസിയേഷനും മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ തീം എന്താണ്? ദ തീം ഓഫ് ദ പോയം, ദ സോങ് ഓഫ് ദ റെയിൻ ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ദ റെയിൻ. റെയിൻ്റെ സെലിബ്രേഷനാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെയിൻ ആൻഡ് എർത്ത് അല്ലേ. മഴയും ഭൂമിയും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ആൻഡ് നമ്മുടെ
അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. സോങ് ഓഫ് ദ റെയിൻ എന്നുള്ളത് ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുള്ളതാണ്. ആ റെയിനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സിൽവർ ത്രെഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫ്ലവേഴ്സ്, ഹിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ അനൗൺസ്മെൻ്റ് ആണ്. തണ്ടർ അനൗൺസ് ചെയ്യുന്നു. നമ്മുടെ പോയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ഒന്ന് തന്നെ ഒന്ന് സമ്മറി ആയിട്ട് എഴുതുക. അപ്പോൾ ഈ നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് നോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് കിട്ടും. പനിയല്ല, സൗണ്ട് ഒന്ന് ജസ്റ്റ് പോയതാ. ഓക്കെ റെഡി. അപ്പോൾ അതൊക്കെ എഴുതി എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എഴുതണം നമ്മുടെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താകും? യെസ്, നമ്മുടെ എന്ത് സെറ്റാകും? യെസ്, നമ്മുടെ അപ്രീസിയേഷൻ സെറ്റാകും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുക. എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തായാലും വായിച്ചു നോക്കുക. ഇനി അടുത്തത് എ പ്രയർ ഇൻ സ്പ്രിങ്. അടുത്ത പോയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എ പ്രയർ ഇൻ സ്പ്രിങ് അല്ലേ, ഒരു സ്പ്രിങ്ങിലുള്ള വസന്തകാലത്തുള്ള ഒരു പ്രാർത്ഥനയാണ്, പ്രയർ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു പ്രയർ ഇൻ സ്പ്രിങ് എന്നുള്ളത്? റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പോമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കൊക്കെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ലൈഫിനെ കാണാനും പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെ എൻജോയ് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു പോമാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രേയർ ഇൻ സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദ തീം ഓഫ് ദ പോം ഈസ് ദാറ്റ് we should live in the present and enjoy the present without wasting life in the anxieties about uncertain future. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, ഉറപ്പില്ലാത്ത നമ്മുടെ ഭാവിനെ പറ്റി ആലോചിച്ച് വിഷമിക്കരുത്. അതിന് പകരം നമ്മൾ നമ്മുടെ പ്രസൻറ്റിൽ ജീവിക്കണം എന്നാണ് ഈ ഒരു പോം നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോവാം. ഓ ഗിവ് us pleasure in the flowers today and give us not to think so far away as the uncertain harvest keep us here all simply in the springing of the year. ഓ ഗിവ് us pleasure in the flowers today. ഓക്കെ, അപ്പോൾ ഇന്നുള്ള ഈ ഒരു പുഷ്പങ്ങളില്ല, ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഞങ്ങൾക്ക് പ്ലഷർ തരൂ, ആനന്ദം തരൂ, സന്തോഷം നൽകൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രസൻറ്റിൽ ജീവിക്കൂ എന്നാണ് നമ്മുടെ പോയറ്റ് നമ്മളോട് പറയുന്നത്. ആൻഡ് ഗിവ് us not to think so far away. അപ്പോൾ കുറേ കാലത്തേക്കില്ലേ, എത്രയോ അകലെയുള്ള ആ ഒരു ഫ്യൂച്ചറിനെ, ഭാവിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ ഞങ്ങൾക്ക് എന്ത് തരരുത്? ചിന്തകൾ തരരുത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? യെസ്, ഫ്യൂച്ചറിനെ ആലോചിച്ച് വെറി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. ആൻഡ് ആസ് ദ അൺസർട്ടൈൻ ഹാർവസ്റ്റ് കീപ്പ് us here all simply in the springing of the year. അപ്പോൾ ഒരു അൺസർട്ടൈൻ ഹാർവസ്റ്റിനെ പോലെ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പില്ലാത്ത അല്ലേ. അപ്പോൾ ഒരു ഉറപ്പില്ലാത്ത, ഇപ്പോൾ ഒരു കർഷകൻ കൃഷിയൊക്കെ ചെയ്ത് ലാസ്റ്റ് കൊയ്ത്താവുമ്പോൾ അത് ഉറപ്പില്ല അല്ലേ, കാരണം വല്ല മഴയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കൊയ്ത്ത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അൺസർട്ടൻ, ഇപ്പം മഴ പെയ്യുമെന്ന് വിചാരിക്കുകയാണ്, ഹാർവസ്റ്റൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ നശിച്ചു പോകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കർഷകൻ്റെ മനസ്സിലൂടെ കുറേ അൺസർട്ടൈനിറ്റീസ് ആയിരിക്കില്ലേ കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഹാർവസ്റ്റിനെ പോലെ എന്ത് ചെയ്യരുത്? ഞങ്ങളെ ഫാർ അവേ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിന്തിക്കരുത്. അതിന് പകരം കീപ്പ് us here, ഞങ്ങളെ ഇവിടെ തന്നെ നിർത്തുക അല്ലേ. കീപ്പ് us here, പ്രസൻറ്റിൽ ചിന്തിക്കുക. ആൻഡ് ഓൾ സിംപ്ലി ഇൻ ദ സ്പ്രിങ്ങിങ് ഓഫ് ദ ഇയർ, ഈ ഒരു വർഷത്തിലെ ആ ഒരു സ്പ്രിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വസന്തകാലത്തിൽ തന്നെ ഞങ്ങളെ നിർത്തുക എന്ന് വെച്ചാൽ പ്രസൻറ്റിൽ ജീവിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്താണ്? ഇവിടെ ടുഡേ, എവേ, ഹിയർ, ഇയർലി, AABB ആണ് സ്റ്റാൻസയുടെ റൈം സ്കീം വരുന്നത്. ആൻഡ് ദെൻ നമുക്ക് വിഷ്വൽ ഇമേജസ്, ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷ്വൽ ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സിമിലി എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ആസ് ദ അൺസർട്ടൈൻ ഹാർവസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ആൻഡ് ഗിവ് us not to think so far away as the uncertain harvest. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നത് ഒരു അൺസർട്ടൈൻ ഹാർവസ്റ്റിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് പോലെയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നു. ആസ് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെന്താണ്? സിമിലിയാണ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് അലിട്രേഷൻ കാണാൻ പറ്റുന്നതാണ്. സിംപ്ലി സ്പ്രിങ്ങിങ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അലിട്രേഷൻ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഓ ഗിവ് us pleasure in the orchard white. Orchard എന്ന് പറഞ്ഞാൽ ഇവിടെ എ പീസ് ഓഫ് എൻക്ലോസ്ഡ് ലാൻഡ് പ്ലാന്റഡ് വിത്ത് ഫ്രൂട്ട് ട്രീസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു തോട്ടത്തിനെയാണ് നമ്മൾ ഓർച്ചർഡ് ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ലൈക്ക് നത്തിങ് എൽസ് ബൈ ഡേ ലൈക്ക് ഗോസ് ബൈ നൈറ്റ് ആൻഡ് മേക്ക് us happy in the happy peace the swam dilating round the perfect trees. ഓക്കെ. ഓ ഗിവ് us pleasure in the orchard white. ഈ ഒരു തോട്ടത്തിലെ അല്ലെങ്കിൽ ഈ ഒരു തോട്ടത്തിലെ വൈറ്റ് ഫ്ലവേഴ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദം നൽകൂലേ? ഈ ഒരു പ്രസൻറ്റിൽ ജീവിക്കും, ഈ ഒരു വസന്തകാലത്തിൽ ഞങ്ങൾ ജീവിക്കട്ടെ, അതിൽ നിന്ന് ഞങ്ങൾ പ്ലഷർ കണ്ടെത്തട്ടെ. ലൈക്ക് നത്തിങ് എൽസ് ബൈ ഡേ
ബൈ ഡേ ലൈക്ക് ഗോസ് ബൈ നൈറ്റ്. ഓക്കെ, അപ്പോൾ വേറൊന്നിനെ പറ്റിയിട്ടും രാവിലെ ചിന്തിക്കേണ്ടല്ലേ, വേറൊന്നിനെ പറ്റിയിട്ടും ചിന്തിക്കല്ല. ലൈക്ക് ഗോസ് ബൈ നൈറ്റ് അല്ലേ, ഓർച്ചഡ് വൈറ്റ് എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്? ഒരു വൈറ്റ് ഫ്ലവറിനെ രാത്രി കാണുന്ന ഒരു ഗോസ്റ്റിനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ് മക്കളെ? ലൈക്ക് ഗോസ് ബൈ നൈറ്റ് എന്ന് പറയുമ്പോൾ അത് സിമിലിക്ക് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? ആൻഡ് മേക്ക് അസ് ഹാപ്പി ഇൻ ദ ഹാപ്പി ബീസ്. ആ ഹാപ്പി ബീസിനെ ഞങ്ങൾ ഹാപ്പി ആക്കൂ. അപ്പോൾ ഹാപ്പി ബീസിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം സന്തോഷമായിട്ടുള്ള നമ്മുടെ വണ്ടുകളെ കാണുമ്പോൾ, വണ്ടല്ല ബീസ് എന്ന് പറഞ്ഞാൽ എന്താ, തേനീച്ചകളാണല്ലേ, തേനീച്ചകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം നൽകൂ. എന്ന് വെച്ചാൽ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ സന്തോഷിക്കണം. അല്ലാതെ നമ്മൾ അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടാവരുത് നമ്മൾ വിഷമിക്കേണ്ടത്. നമ്മുടെ നേച്ചറിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ആൻഡ് സ്വാം ഡയലേറ്റിംഗ് റൗണ്ട് ദ പെർഫെക്റ്റ് ട്രീസ്. സ്വാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബീസിനെയാണ് നമ്മൾ സ്വാം എന്ന് പറയുന്നത്. ഡയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിക്കുക അല്ലേ, എന്ന് വെച്ചാൽ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ബീസ് നിങ്ങളൊരു മരത്തിലുണ്ടാവുന്ന ഒന്ന് ആലോചിക്കുക, ആ ഒരു കൂട്ടം ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കൂ അല്ലേ. അപ്പം അതുപോലെ എന്ത് ചെയ്യുക, അതിലും ഞങ്ങൾ സന്തോഷം കണ്ടെത്തുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലഷർ കണ്ടെത്തുക, അത് ഹാപ്പി ആക്കി എടുക്കുക. ഓക്കെ, റെഡി? ഓക്കെ, ആൻഡ് മേക്ക് അസ് ഹാപ്പി ഇൻ ദ ഡാർട്ടിംഗ് ബേർഡ്. ഇവിടെ ഡാർട്ടിംഗ് ബേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഹമ്മിങ് ബേർഡാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്തായിരുന്നു പറയുക, തുന്നൽ പക്ഷി എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയില്ല, ഇതിനെയാണ് ഈ കൂർത്ത ചുണ്ടുള്ള ഈ ഒരു ഡാർട്ടിംഗ് ബേർഡിനെയാണ്, ഹമ്മിങ് ബേർഡിനെയാണ് നമ്മൾ ഡാർട്ടിംഗ് ബേർഡ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്മൾ പോയിട്ട് പറയുന്നത് കേട്ടോ. ആൻഡ് ദാറ്റ് സഡൻലി അബോവ് ദ ബീസ് ഈസ് ഹേർഡ്. ആൻഡ് അപ്പോൾ ഈ ഒരു ബീസ് നമ്മൾ പറഞ്ഞു അല്ലേ, ആ മരത്തിൻ്റെ അവിടെ കൂട്ടമായിട്ട് ബീസൊക്കെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ആര് പറന്ന് വരികയാണ്? യെസ്, നമ്മുടെ ഡാർട്ടിംഗ് ബേർഡ് ആയിട്ടുള്ള ഹമ്മിങ് ബേർഡ് പറന്ന് വരിക. ആൻഡ് ദ മിറ്റിയോർ ദാറ്റ് ത്രസ്റ്റ് ഇൻ വിത്ത് നീഡിൽ ബിൽ. ഇവിടെ മിറ്റിയോർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേർഡിനെ തന്നെയാണ് കേട്ടോ, നമ്മുടെ ഹമ്മിങ് ബേർഡിനെ തന്നെയാണ്, അല്ലാതെ നമ്മുടെ സ്പേസിൽ നിന്ന് വരുന്ന ആ ഒരു കാര്യത്തിനെ അല്ല കേട്ടോ. ഓക്കെ, മിറ്റിയോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നീഡിൽ. മിറ്റിയോർ എന്ന് പറയുന്നത് ഇവിടെ പക്ഷിയാണ്. ആ പക്ഷി ത്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പുഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ത്രസ്റ്റ് ചെയ്യുക എന്ന് പറയുക. ത്രസ്റ്റ് ഇൻ വിത്ത് നീഡിൽ ബിൽ. ഒരു നീഡിൽ ബില്ല് വെച്ചിട്ട്, ബില്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ ബീക്കാണ്, ഇവിടെ ബേർഡിൻ്റെ ബീക്കിനെയാണ് ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുണ്ട് കണ്ടോ, ഭയങ്കര നീഡിലായിട്ട് കൂർത്തിട്ടാണല്ലോ ഉണ്ടാവുക. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ത്രഷ് ചെയ്യാണ്, ഒരു ഫ്ലവറിലേക്ക് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ത്രഷ് ചെയ്യാണ്, പുഷ് ചെയ്യാണ്. ആൻഡ് ഓഫ് എ ബ്ലോസം. ബ്ലോസം എന്ന് പറഞ്ഞാൽ ഫ്ലവറാണ്. ഇൻ മിഡ് എയർ സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ ഈ ഒരു ബേർഡ് നിങ്ങൾ തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ഒരു പൂവിലേക്കില്ലേ, ബ്ലോസത്തിലേക്ക് അതിങ്ങനെ പുഷ് ചെയ്ത് അതിൻ്റെ ബീക്ക് ഇങ്ങനെ വെക്കും. പക്ഷെ അത് എന്തിലാണ് നിൽക്കുക? ഇങ്ങനെ എയറിൽ ഭയങ്കര ഹോവർ ചെയ്ത് നിൽക്കുക ചെയ്യുക, അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക ചെയ്യുക, എവിടെ പിടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലെന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, സന്തോഷം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി? ആൻഡ് ഫോർ ദിസ് ഈസ് ലവ് and nothing else is love, and which it is reserved for God above, the sanctify to what far ends he will, but which is only needs that we fulfill. Okay, അപ്പോൾ ഇതാണ് ലവ് അല്ലേ, ഈ ഒരു നേച്ചറാണ് ലവ്. ഈ ഒരു കാര്യങ്ങൾ, ഈ നേച്ചർ എൻജോയ് ചെയ്യുന്നതാണ് ശരിക്കും സ്നേഹം. which it is reserved for God above. അപ്പോൾ ഇത് ആർക്ക് റിസർവ് ചെയ്തിട്ടുള്ളതാണ്? മുകളിലുള്ള നമ്മുടെ ദൈവത്തിന് റിസർവ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ദൈവമാണ് നമുക്ക് ഈ ഒരു നേച്ചറിലൂടെ നമുക്ക് സ്നേഹവും ബ്ലെസ്സിങ്സും ഒക്കെ നൽകുന്നത്. സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറയാനുള്ള എന്താണ്? ബ്ലെസ് ചെയ്യാണ്, അനുഗ്രഹിക്കുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുകയാണ് അല്ലേ. വാട്ട് ഫാർ എൻഡ്സ് ഹി വിൽ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഭാവി ഉണ്ടാവുക, എങ്ങനെയാണ് ഒരു അവസാനം ഉണ്ടാവുക, എല്ലാം ആരുടെ കയ്യിലാണുള്ളത്? നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പോം കൂടിയാണിത്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ്, ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. നമുക്ക് ഈ ഒരു നേച്ചറും എല്ലാം ബ്ലെസ് ചെയ്ത് തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ ദൈവമാണ്. ആൻഡ് ബട്ട് വിച്ച് ഇറ്റ് ഓൺലി നീഡ്സ് ദാറ്റ് വി ഫുൾഫിൽ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊന്നും എന്താണ്? നമ്മുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ, ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടാതെ ഇപ്പോഴുള്ള പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക അല്ലേ. ഇപ്പം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഈ നേച്ചറൊക്കെ, ഈ നേച്ചറിലെ വിഷൻസൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക എന്നാണ് ഇവിടെ നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാം. മിസ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഓക്കെ, റെഡി? അപ്പോൾ ഇതിൻ്റെ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയമാണ് പ്രെയർ ഇൻ സ്പ്രിംഗ് ആണ്. ആൻഡ് എന്താണ്?
ഒരു പ്രാർത്ഥനയാണ് അല്ലേ, ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള ദൈവവും നേച്ചറും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് അൺസർട്ടനിറ്റിനെ പറ്റിയിട്ട്, വെറിയിങ് അബൌട്ട് ഡിസ്റ്റൻറ്റ് അൺസർട്ടനിറ്റീസ്, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി വെറിയിങ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ വിവിഡ് ഇമേജറീസ് കൊടുത്തിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ റൈം സ്കീം നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. എല്ലാ സ്റ്റാൻസൈഡും റൈം സ്കീം എന്ത് തന്നെയാണ്? ABB തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ആൻഡ് ബ്ലൂം, ഓർച്ചേർഡ് ഇൻ ബ്ലൂമിനെ പറയുന്നുണ്ട്, ഡാർട്ടിംഗ് ബേർഡിനെ പറ്റി പറയുന്നുണ്ട്, ആൻഡ് നേച്ചറിൻ്റെ മാജിക്കിനല്ലേ, നേച്ചറിലുള്ള ഓരോ ജീവജാലങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രെയർ ഇൻ സ്പ്രിംഗ് ഇൻവൈറ്റ്സ് റീഡർ ടു എംബ്രേസ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് ഫൈൻഡ് സൊളേസ് ഇൻ ടൈംലെസ് സൈക്കിൾസ് ഓഫ് നേച്ചർ. നേച്ചറിലെ ഒരു സമാധാനം, ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. ഇനി അടുത്ത നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ മെറ്റേണിറ്റി എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. റെഡിയാണോ? മെറ്റേണിറ്റി എന്ന നമ്മുടെ പോംസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ പോംസിൻ്റെ. അപ്പോൾ ഈ അപ്രിസിയേഷൻസ് ഒക്കെ എന്തായാലും വായിച്ച് നോക്കുക. ഓക്കെ, റെഡി. ഓക്കെ, നമ്മൾ മെറ്റേണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാണ്. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലേ മെറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കായിരുന്നു മിക്കാലിയും അതുപോലെ തന്നെ അവൻ്റെ യങ്ങർ ബ്രദറും ഒരു ചൈനമാനൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ലിലിക്ക നെക്കോസ് എഴുതിയിട്ടുള്ള ഒരു ഗ്രീക്ക് നോവലിസ്റ്റാണ്. ലിലിക്ക നെക്കോസ് എഴുതിയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റെഫ്യൂജി ക്യാമ്പിനെയും അഭയാർത്ഥി ക്യാമ്പിനെയൊക്കെ പറ്റിയിട്ടും അവിടുത്തെ കുട്ടികളുടെ ദുരിതാവസ്ഥകളെയൊക്കെ പറ്റിയിട്ടും പറയുന്ന ഒരു സ്റ്റോറിയാണല്ലേ ഇത്. ഓക്കെ, റെഡി. Okay, the lesson Maternity is written by a famous Greek novelist, journalist and short story writer Lilika Nekos. അപ്പോൾ മെറ്റേണിറ്റി എഴുതിയിട്ടുള്ളത് ആരാണ്? ലിലിക്ക നെക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രീക്ക് നോവലിസ്റ്റാണ്, ഒരു ഗ്രീക്ക് നോവലിസ്റ്റാണ്. ദ സ്റ്റോറി കംപ്രൈസസ് 3 മെയിൻ സെറ്റിങ്സ്. എവിടേക്കാണ് സ്റ്റോറി നടക്കുന്നത്? എ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ്, എ ക്യാമ്പ് ഓഫ് അനറ്റോളിയൻ റെഫ്യൂജീസ് ആൻഡ് എ ചൈനീസ് ഫാമിലി. അപ്പോൾ ഒരു അർമേനിയൻ റെഫ്യൂജി ക്യാമ്പിലാണ് നമ്മുടെ മിഖാലി ഉള്ളത്. പിന്നെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് എവിടേക്ക് പോകുന്നുണ്ട്? അനറ്റോളിയൻ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. ലാസ്റ്റ് ഒരു ചൈനീസ് ഫാമിലിയിൽ എത്തിപ്പെടുകയാണല്ലേ ചെയ്യുന്നത്. ഈ ഒരു യാത്രയാണ് നമ്മുടെ മിക്കാലിൻ്റെ ബ്രദറും ഈ ഒരു അർമേനിയൻ റെഫ്യൂജി ക്യാമ്പിൽ നിന്നും ലാസ്റ്റ് ചൈനീസ് ഫാമിലി എത്തൽ വരെയുള്ളൊരു യാത്രയാണ് ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കുന്നത്. സോ ദ സ്റ്റോറി ഡീൽസ് വിത്ത് അൺസർട്ടനിറ്റീസ് ഒക്കേർഡ് ഇൻ ദ ലൈഫ് ഓഫ് എ 14-year-old ബോയ് മിഖാലി. അപ്പം മിഖാലി എന്ന പേരുള്ള 14-year-old ബോയിലെ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആ ഒരു അവസ്ഥകളാണ്, ആ ഒരു ലൈഫിലെ അവസ്ഥകളാണ് ആ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയാണല്ലേ നമ്മുടെ റെഫ്യൂജീസിൻ്റെ ഒക്കെ അവസ്ഥ. ഇതുപോലെ ആ ഒരു വടിയൊക്കെ വെച്ചിട്ട് 4 സൈഡ് ഷീറ്റൊക്കെ മറച്ചിട്ടാണ് ഇവർ താമസിക്കുക. അവർക്ക് ഫുഡ് ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണല്ലേ അവർ ജീവിക്കുക. റെഡി. ഓക്കെ, അപ്പം മിക്കാലിൻ്റെ ബ്രദറും ആണിത്. മിക്കാലിക്ക് എന്തുണ്ട്? ഒരു സ്മോൾ ബ്രദർ ഉണ്ട്. മിക്കാലിയുടെ അമ്മ മരിച്ചു പോയതാണ്. ഈ ഒരു റെഫ്യൂജി ക്യാമ്പിൽ തന്നെ ഈ കുട്ടീനെ പ്രസവിച്ചിട്ട് മരിച്ചു പോയതാണ്. അപ്പം മിക്കാലിൻ്റെ ഡ്യൂട്ടിയാണ് ഈ ഒരു ബ്രദറിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കെയർ ചെയ്യുക എന്നുള്ളത് അല്ലേ. റെഡി. മിക്കാലി ദ പ്രൊട്ടഗനിസ്റ്റ് ഓഫ് ദ സ്റ്റോറി വാസ് ഇൻ നീഡ് ഓഫ് എ നഴ്സിംഗ് മദർ. അപ്പോൾ മിക്കാലിയുടെ അനിയൻ എന്താ, വളരെ ചെറിയ കുട്ടിയാണ്, പാൽ കുടിക്കേണ്ട കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പാൽ കൊടുക്കാൻ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി ആരുമില്ല. അപ്പോൾ ഒരു അമ്മേനെ, ഒരു നഴ്സിംഗ് മദറിനെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു അല്ലേ, കുട്ടിക്ക് പാൽ കൊടുക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ ഒരാൾ വേണമായിരുന്നു. ആൻഡ് ഫീഡ് ഹിസ് സ്റ്റാർവിംഗ് ലിറ്റിൽ ബ്രദർ ആസ് ഹി ലോസ് ഹിസ് മദർ ആഫ്റ്റർ ഷീ ഗേവ് ബർത്ത് ടു ഹിസ് യങ്ങർ ബ്രദർ. അപ്പോൾ യങ്ങർ ബ്രദറിന് ബർത്ത് കൊടുത്തതിന് ശേഷം അമ്മ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ സിൻസ് ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് മിക്കാലി, he has sought shelter in the refugee camp. Okay, അപ്പോൾ മിക്കാലിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല ആ ഒരു റെഫ്യൂജി ക്യാമ്പിൽ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ലാസ്റ്റ് റെഫ്യൂജി ക്യാമ്പിൽ താമസിക്കുകയാണ്. ദ ടർക്കിഷ് മസാക്കേഴ്സ് ഇൻ ദെയർ നേറ്റീവ് കൺട്രി ഹാവ് ക്രിയേറ്റഡ് തൗസൻഡ്സ് ഓഫ് റെഫ്യൂജീസ്. അപ്പോൾ അവരുടെ രാജ്യത്തുള്ള ടർക്കിഷ് എന്നല്ലേ തുർക്കികൾ നമ്മൾ പറയും. ടർക്കിഷ് മസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൂട്ടക്കൊല നടത്തുന്നതിനെയാണ് നമ്മൾ മെസാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ കൊലപാതകളൊക്കെ എന്ത് ചെയ്തു? അവിടെ മൊത്തം റെഫ്യൂജീസിനെ, അഭയാർത്ഥികളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് മെജോറിറ്റി ഓഫ് നീഡി പീപ്പിൾ ലിവ് അണ്ടർ കാർപ്പറ്റ്സ് ഹങ് ബൈ 4 corners വിത്ത് സ്റ്റിക്സ് ആൻഡ് മോസ്റ്റ് ഓഫ് them in the camp are forced to take some jobs for their survival. അപ്പോൾ ഇവരെങ്ങനെയാണ് ജീവിക്കുക? ഒരു വടീൻ്റെ മുകളിൽ 4 സൈഡ് ഇങ്ങനെ ഒരു കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവരെന്ത് ചെയ്യുക? താമസിക്കുന്നത്. ഓക്കെ, നോട്ട് ഏബിൾ ടു ഗോ ഫോർ എനി വർക്ക്, മിക്കാലി ഹാസ് ടു ഈറ്റ് ദ സ്റ്റെയിൽ ബ്രെഡ്. അപ്പോൾ പഴകിയ ഭക്ഷണത്തിനെയാണ് സ്റ്റെയിൽ ബ്രെഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്കാലിക്ക് വർക്കിനൊന്നും പോകാൻ പറ്റില്ല. കാരണം ഈ അനിയനുണ്ടല്ലോ, അനിയനെ നോക്കണം, ഭയങ്കര കുഞ്ഞു വാവയാ. അപ്പം അതിനെ നോക്കേണ്ടതുകൊണ്ട് മിക്കാലിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? യെസ്, ഈ ഒരു മിക്കാലിക്ക്
വർക്കിന് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, വർക്കിന് പോവാതെ അവനും ഫുഡില്ല, ബ്രദറിന് കൊടുക്കാനും ഫുഡില്ല, അവൻ പഴകിയ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. മാൽ ന്യൂട്രീഷ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, മാൽ നറിഷ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പോഷകാഹാരക്കുറവാണ് അല്ലേ, പോഷകാഹാരക്കുറവ്. ഓക്കെ, പോഷകാഹാരക്കുറവും ഫുഡും ഷെൽട്ടറും ഒന്നും ഇല്ലാത്തത് കാരണം ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് നമുക്ക് ഇത്. ഓക്കെ, ബേസിക് ഹ്യൂമൻ എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബേസിക് ഹ്യൂമന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഡിനൈഡ് ടു ദ മേജർ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി ഹു ആർ മാർജിനലൈസ്ഡ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള കുറേ പേരുണ്ട്, ഇതുപോലെ അഭയാർത്ഥികളായിട്ട് ജീവിക്കേണ്ടി വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ബേസിക്കായിട്ട് ഒരു മനുഷ്യന് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കിട്ടാത്തതെന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയാണിത്. ആൻഡ് ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ arid wasteland covered with refuse. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ലൈനാണ് അല്ലേ. അപ്പം അവൻ്റെ മുന്നിൽ, നമ്മുടെ മിഖാലിൻ്റെ മുന്നിൽ ഈ ഒരു രാജ്യം എന്തായിട്ട് മാറിയിരിക്കുകയാണ്, arid wasteland എന്ന് വെച്ചാൽ വളരെ തരിശു ഭൂമിയായിട്ട്, പ്രതീക്ഷകളൊന്നുമില്ലാതെ ഹോപ്പ്ലെസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആരിപ്പോൾ, നമ്മുടെ മിഖാലി. ഓക്കെ, റെഡി. ഡിസ്ക്രൈബ്സ് ദ ലാക്ക് ഓഫ് കൺസേൺ ഓഫ് പീപ്പിൾ ടു ദ റെഫ്യൂജീസ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ റെഫ്യൂജീസിനോട് വളരെ ഒരു കൺസേണും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, പെരുമാറുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഈ ഒരു കഥയിലൂടെ ലിലിക്ക നെക്കസ് നമുക്ക് കാണിച്ചു തരുന്നത്. ദ പീപ്പിൾ ഇൻ ദ ക്യാമ്പ് ആർ അൺവില്ലിങ് ടു ഹെൽപ്പ് മിക്കാലി ആൻഡ് ആർ ഇറിറ്റേറ്റഡ് വിത്ത് ദ സ്ക്രീംസ് ഓഫ് ദ ബേബി. അപ്പോൾ ആ ഒരു ക്യാമ്പിലുള്ള ആൾക്കാരൊന്നും മിക്കാലീൻ്റെ ബ്രദറിനെ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞു പാവ ഇങ്ങനെ വിശന്ന് സ്ക്രീം ചെയ്യില്ല, അലറി വിളിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ, അവർക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇവനെ ആരും ഹെൽപ്പ് ചെയ്യില്ല. ഈവൻ തോ ദ വിമൻ റെഫ്യൂസസ് ടു ഹിയർ മിക്കാലി ഇൻ ദ ക്യാമ്പ്. അവിടെയുള്ള സ്ത്രീകൾ പോലും എന്ത് ചെയ്യില്ല, അവനെ ഹെൽപ്പ് ചെയ്യാറില്ല. സോ ദേ ആർ ഹൊറിഫൈഡ് ടു സീ ദ ബേബി as it looks pale and undernourished. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ആ കുട്ടീനെ പേടിയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാത്ത കാരണം ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അണ്ടർ നറിഷ്ഡ് ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകമൊന്നുമില്ലാതെ പെയിലായിട്ട്, വളരെ മുഖമൊക്കെ വെളുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. Mikali goes to other side of the camp where he sees the Anatolian refugees who have fled from Turkish massacres. അപ്പോൾ മിക്കാലി എന്ത് ചെയ്യും, അപ്പോൾ അപ്പുറത്ത് അനറ്റോളിയൻ റെഫ്യൂജീസ് വന്നിട്ടുണ്ടെന്ന് കേട്ട് അപ്പോൾ അവിടെ പോയേക്കാം, അവിടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് തൻ്റെ പാവം ബ്രദറിനെയും കൊണ്ട് മിക്കാലി എവിടെ പോകും, അനറ്റോളിയൻ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകും. ആൻഡ് ദ പീപ്പിൾ ദർ ടേൺ എ ബ്ലൈൻഡ് ഐ ടു മിക്കാലീസ് റിക്വസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് മിൽക്ക് ടു ദ ഇൻഫൻറ്റ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും, ഇല്ല നമ്മുടെ ഇൻഫൻറ്റിന്, ആ കുട്ടിക്ക് മിൽക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവില്ലല്ലോ. അവിടെയുള്ള സ്ത്രീകളൊക്കെ ഈ കുട്ടീനെ കാണുമ്പോൾ ആർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും കാണാൻ ഭയങ്കര ഭയാനകമായിട്ടായിരുന്നു നമ്മുടെ മിഖാലിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നത്. ഷീ സ്ക്രീം ആസ് എ വുമൺ ഇൻ ദ അനറ്റോളിയൻ ക്യാമ്പ് സോ ദ ബേബീസ് ഫേസ് ഷീ സ്ക്രീംഡ് ഇൻ ഹൊറർ ആസ് ദ ബേബി വാസ് സ്വലൻ. ഓക്കെ, അപ്പോൾ വീർത്ത് ആകെ ഫുഡൊന്നും കഴിക്കാതെ വെളുത്തിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അത്, ഭക്ഷണമൊന്നും കഴിക്കാതെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുട്ടീനെ കാണുമ്പോൾ എല്ലാവരും ആർത്ത് വിളിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പേടിച്ചിട്ട്. ഓക്കെ, ready. And towards the end of the story a Chinaman comes to rescue of Mikali. അങ്ങനെ നമ്മുടെ കഥയുടെ അവസാനമാകുമ്പോൾ കുറച്ച് പേപ്പർ നിക്നാക്സും അതുപോലെ തന്നെ കുറച്ച് സ്റ്റാമ്പ്സൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൈന മാൻ വരികയാണ്. അപ്പോൾ ചൈന മാൻ നമ്മുടെ മിക്കാലിനോട് സംസാരിക്കുക. അപ്പോൾ മിക്കാലിനോട് സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, മിക്കാലിനോട് സംസാരിച്ച് കഴിയുമ്പോൾ മിക്കാലിനെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവാണ്, ചൈന മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആൻഡ് ഹി അഡ്രസ്സസ് ദ 14-year-old ബോയ്സ് പ്രോബ്ലംസ് വിത്ത് കെയർ ആൻഡ് കൺസിഡറേഷൻ ആസ് ഹി കുഡ് നോട്ട് ബെയർ അപ്പ് ദ സ്ട്രഗിൾ ഓഫ് ദ യങ് ബോയ്. ദ ചൈന മാൻ ടേക്സ് മിക്കാലി ടു ഹിസ് ഹോം ആൻഡ് ഹിസ് വൈഫ് ഫീഡ്സ് ദ ബേബി. അങ്ങനെ അവസാനം ചൈന മാൻ ഈ ഒരു മിക്കാലിനെയും അവൻ്റെ ബ്രദറിനെയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ചൈന മാൻ്റെ വൈഫ് ആ ഒരു കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ തന്നെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അപ്പോൾ ഇത്രയുമാണ് മിഖാലി എന്നുള്ള സ്റ്റോറി. ഇത് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ. മിഖാലി എന്നുള്ള സ്റ്റോറി ക്ലിയർ ആണെങ്കിൽ, ക്ലിയർ ആണോ? ഓക്കെ, റെഡി ആണെങ്കിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ. നമ്മൾ അടുത്ത സ്റ്റോറിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് എന്താണ്, ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത് അല്ലേ. ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ളൊരു സ്റ്റോറിയാണ് ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത്. ഇത് സെറ്റാക്കാൻ വേണ്ടി യെസ് ക്ലിയർ ആണ്, യെല്ലോ ഹാർട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ടോൾസ്റ്റോയ് ഫാം വാസ് ദ ഫസ്റ്റ് ആശ്രം. ഓക്കെ, അപ്പം മിസ് ഒന്ന് ഓക്കെ റെഡി. അപ്പോൾ അതിൻ്റെ മുന്നേ മിസ്സ് എന്ത് ചെയ്യാം,
നമ്മുടെ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അടുത്ത കൊല്ലം SSLC ആവേണ്ട ആൾക്കാരാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ബാച്ചിൽ ഇത് താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫറാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേഗം പോയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ready. But Tolstoy Farms was the first ashram initiated and organized by Mohandas Gandhi. അപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെ, നമ്മുടെ ഗാന്ധിജി, നമ്മുടെ ബാപ്പുജി ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ആശ്രമമാണ് നമ്മുടെ ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത്. അപ്പോൾ ടോൾസ്റ്റോയുടെ എഴുത്തുകളിലൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളായിരുന്നു നമ്മുടെ ഗാന്ധിജിയൊക്കെ. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശ്രമമാണ് നമ്മുടെ ടോൾസ്റ്റോയ് ഫാം ഡ്യൂറിങ് ഹിസ് സൗത്ത് ആഫ്രിക്കൻ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മിസ് അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ആൻഡ് as its creation in 1910, the ashram served as the headquarters of the campaign of Satyagraha against discrimination against Indian in Transvaal. അപ്പോൾ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്കെതിരെയുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു സത്യാഗ്രഹ സമരത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു എന്ത്? നമ്മുടെ ഈ ഒരു ടോൾസ്റ്റോയ് ഫാം എന്നുള്ളൊരു ആശ്രം. റെഡിയല്ലേ? ആസ് ദ ഫാം ഗ്രൂ it was found necessary to make some provision for the education of its boys and girls. അപ്പോൾ ആ ഫാം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് നെസസറി. അപ്പോൾ വളരെ നെസസറി ആയിട്ട് വേണ്ടി വന്നു അല്ലേ? എന്ന് വെച്ചാൽ അവിടെ ഫാമിൽ കുറേ ബോയ്സും കുട്ടികളും പഠിക്കാനൊക്കെ പ്രായമായിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ്, പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അറേഞ്ച്മെൻറ്റ് നടത്തേണ്ടത്, ആ ഒരു ഗേൾസിനും ബോയ്സിനൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. ആൻഡ് ഗാന്ധി ഡിഡ് നോട്ട് തിങ്ക് it necessary to encourage special teachers for the students of different religions. അപ്പോൾ പല റിലീജിയനിലുള്ള പല മതത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ആശ്രമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധി വിചാരിച്ചത്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും വേണ്ട, എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ടീച്ചർ മതി എന്നാണ് ഗാന്ധി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വാസ് KS. പക്ഷേ നല്ല വിദ്യാഭ്യാസമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സ് വളരെ കുറവായിരുന്നു. ആൻഡ് ഈവൻ വെൻ അവൈലബിൾ നൺ വെർ റെഡി ടു ഗോ ടു എ പ്ലേസ് 21 miles ഡിസ്റ്റൻറ്റ് ഫ്രം ജൊഹാൻസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. പക്ഷേ ഉള്ളവർ പോലും എന്ത് ചെയ്തിട്ടില്ല? ആ ജൊഹാൻസ്ബർഗിൽ നിന്നും 20 മൈൽ ദൂരെയുള്ള ആ ഒരു ആശ്രമത്തിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതും തുച്ഛമായ സാലറിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും റെഡി ആയിരുന്നില്ല. ഫോർ ഗാന്ധി ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി in which he acquired the position of the father. അപ്പോൾ ഗാന്ധിജീൻ്റെ പ്രകാരം ഗാന്ധിജിക്ക് ആ ഒരു ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കുടുംബമായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാദർ ഫിഗറായിട്ട്, ഒരു അച്ഛനെ പോലെ ആയിരുന്നു. അപ്പോൾ ഒരു അച്ഛനാണല്ലോ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഫാദറും മദറും നമ്മുടെ പാരൻസ് ആണ് നമുക്ക് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ചു തരിക. അപ്പോൾ അതുപോലെ ഗാന്ധിജി വിചാരിക്കുകയാണ്, ഞാൻ തന്നെ മതി അല്ലേ, ഇവിടെ ഞാൻ തന്നെ മതി പഠിപ്പിക്കാൻ എന്ന് ഗാന്ധിജി വിചാരിക്കുകയാണ്. സോ ഇറ്റ് വാസ് ക്വയറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹിം to do justice with all the young people present over there, as they had been brought up in different conditions and environments. അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു അല്ലേ, അത് വളരെ പ്രയാസമായിരുന്നു. എല്ലാ റിലീജിയനും പല സാഹചര്യത്തിലൊക്കെ ജീവിച്ച ആൾക്കാരോട്, അവരൊക്കെ പല കണ്ടീഷനിൽ ജീവിച്ച ആൾക്കാരോട് അവരൊക്കെ ഒരുമിച്ച് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് കഷ്ടപ്പാടാണെന്ന് നമ്മുടെ ഗാന്ധിജിക്ക് അറിയായിരുന്നു. ബട്ട് ഗാന്ധി ഹാഡ് ഓൾവേസ് ഗിവൺ ദ പ്രയോറിറ്റി ടു ദ കൾച്ചർ ഓഫ് ദ ഹാർട്ട് ഓർ ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. പക്ഷേ ഗാന്ധിജി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സംസ്കാരത്തിനും അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ, ഒരാളുടെ സ്വഭാവത്തിനുമായിരുന്നു അല്ലേ. ആൻഡ് ഫോർ ഹിം മോറൽ ട്രെയിനിങ് could be given to all alike. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു മോറൽ ട്രെയിനിങ് എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ റിലീജിയൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫറൻസ് വെച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിയെടുക്കുകയോ ചെയ്യേണ്ടത്. റെഡി? നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ദെയർ ഏജസ് ആൻഡ് ദെയർ അപ്ബ്രിങ്ങിങ്സ് വർ. ഇൻ അഡീഷൻ ടു ലിറ്റററി ക്ലാസ്സസ് ഹി സ്റ്റാർട്ടഡ് സം ക്ലാസ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ കലൻബെഗ് ആൻഡ് എസ്ജിത് പ്രാഗ്ജി ദേശായി. അപ്പോൾ ഈ ഒരു ലിറ്റററി ക്ലാസ്സസിന് മാത്രമല്ല, കുറേ തിയറീസ് മാത്രമല്ല പറഞ്ഞു കൊടുത്തത്, വേറെ കുറേ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. യെസ്, നമ്മുടെ ഗാന്ധിജി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? മിസ്റ്റർ കലംബെഗിൻ്റെയും അതുപോലെ തന്നെ എസ്ജിത് പ്രാഗ്ജി ദേശായിൻ്റെയും ഹെൽപ്പോട് കൂടി വേറെ പല കാര്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ കാർപ്പൻട്രിയും അതുപോലെ തന്നെ ഷൂ മേക്കിങ്ങും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കലൻബെഗ് ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഷൂ മേക്കിംഗ് ഒക്കെ പഠിച്ചു വന്നു. എന്നിട്ട് അതൊക്കെ ഈ കുട്ടികൾക്ക്, ആശ്രമത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. റെഡിയല്ലേ? ഓക്കെ. And there were no servant on the farm, and all the work from cooking down to scavenging was done by
There was no servants on the farm, and all the work from cooking down to scavenging was done by the inmates. അപ്പോൾ അവിടെയുള്ള എല്ലാ പണികളും, അവിടെ സെർവൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെയുള്ള എല്ലാ പണികളും ആരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെയുള്ള ഇൻമേറ്റ്സ് തന്നെ, അവിടെയുള്ള അന്തേവാസികൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. There were many fruit trees to be looked after and enough gardening to be done. അവിടെ ഒരുപാട് ഗാർഡനിങ് ഒക്കെ, തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, കുറേ മരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. And it was obligatory on all young and old who were not engaged in kitchen to give some ടൈം ടു ഗാർഡനിങ്. അപ്പോൾ അവിടെ പ്രായമായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ, കിച്ചണിലൊന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ നിർബന്ധമായിരുന്നു അല്ലേ, ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരുന്നു ഈ ഒരു ഗാർഡനിങ് ഒക്കെ നടത്തുക, അല്ലെങ്കിൽ തോട്ടപ്പണിയൊക്കെ എടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, ആൻഡ് ഹു വർ നോട്ട് എൻഗേജ്ഡ് ഇൻ കിച്ചൺ ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. ദ ചിൽഡ്രൻ ഹാഡ് ടു ഡിഗ് പിറ്റ്സ്, ഫെൽ ടിമ്പർ ആൻഡ് ലിഫ്റ്റ് ലോഡ്സ്. ഓക്കെ, കുട്ടികൾക്ക് കുഴിയൊക്കെ, ചെടിയൊക്കെ നടാൻ വേണ്ടി കുഴിയൊക്കെ പിറ്റൊക്കെ ഡിഗ് ചെയ്യേണ്ടി വരുമായിരുന്നു. ആൻഡ് ഫെൽ ടിമ്പർ ആൻഡ് ലിഫ്റ്റ് ലോഡ്സ് അല്ലേ. അപ്പോൾ ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, മരക്കഷ്ണം, മരം വെട്ടേണ്ടിയൊക്കെ വരുമായിരുന്നു. ആൻഡ് ലിഫ്റ്റ് ലോഡ്സ്, വെയിറ്റ് ഒക്കെ എടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല? ആ എക്സസൈസ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ പണിയൊക്കെ എടുത്ത്, നിങ്ങളൊക്കെ ഇങ്ങനെ മരമൊക്കെ വെട്ടാറുണ്ടോ? ഓക്കെ, മരമൊക്കെ വെട്ടാറുണ്ടോ? ഓക്കെ, ഈ വീട്ടിൽ പണിയെടുക്കുന്നവർ ആരൊക്കെയാണുള്ളത്? ഓക്കെ, ആൻഡ് ദേ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ work and so they did not generally need any other exercise of games. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവർ വർക്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ പണിയെടുക്കുന്നതുകൊണ്ട് അവർക്ക് എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ആൻഡ് വെനെവർ ഗാന്ധി വാസ് സ്ട്രിക്റ്റ് ഹി വുഡ് ബൈ ആർഗ്യുമെൻറ്റ് കൺവിൻസ് ദം ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റൈറ്റ് ടു പ്ലേ വിത്ത് വൺസ് വർക്ക്. അപ്പോൾ എന്തെങ്കിലും ഗാന്ധി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഗാന്ധി എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജോലിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ജോലി വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല, അല്ലെ, നമ്മൾ ഒരാളുടെ പണിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദ കൺവിക്ഷൻ വുഡ് ഹവർ ബി ഷോർട്ട് ലിവ്ഡ് ആൻഡ് ദ നെക്സ്റ്റ് മൊമെൻറ്റ് ദേ വുഡ് again leave their work and go to play. ഓക്കെ, പക്ഷേ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? കുറേയൊക്കെ അനുസരിക്കും. പിന്നെ അവരെന്ത് ചെയ്യും? അടുത്ത സമയമാകുമ്പോൾ അവരുടെ പണി നോക്കി പണി വിട്ട് കളിക്കാൻ വേണ്ടി പോകും. So there was scarcely any illness on the farm. അവിടെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഫാമിൽ അധികം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. So it must be said that good air and water and regular hours of food were not a little responsible for this. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, റെഡി? ഓക്കെ, ഇപ്പോൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്, റെഡി. അങ്ങനെ ക്ലിയർ ആണെങ്കിലോ കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരുമോ മിസ്സിന്? കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരുമോ? ഗ്രാമറും ഡിസ്കോസൊക്കെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ, അടിപൊളിയായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, വെനെവർ ഗാന്ധി വാസ് സ്ട്രിക്റ്റ് ഹി വുഡ് ബൈ ആർഗ്യുമെൻറ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, കൺവിൻസ് ചെയ്യും. ആൻഡ് അവിടെ ആർക്കും അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഫാമിലുള്ള ആൾക്കും അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ബി സെഡ് ദാറ്റ് ഗുഡ് എയർ ആൻഡ് വാട്ടർ ആൻഡ് റെഗുലർ അവേഴ്സ് ഓഫ് ഫുഡ് വെർ നോട്ട് എ ലിറ്റിൽ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അപ്പോൾ അവിടെ ശുദ്ധമായ വായും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള സമയത്ത് ഫുഡും അവർ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ആ ടോൾസ്റ്റോയ് ഫാം എന്നുള്ള ആശ്രമത്തിലുള്ള ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. റെഡിയല്ലേ? ഓക്കെ, ഇത് വൊക്കേഷണൽ ട്രെയിനിങ്. അങ്ങനെ Gandhi was determined to teach every youngster some useful manual vocation, and for this purpose Mr. Kallenberg went to the Trappist monastery and returned having learned shoemaking. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി തീരുമാനിക്കുകയാണ്. അങ്ങനെ കലൻബർഗ് എന്ത് ചെയ്യുക? ട്രേപ്പിസ്റ്റ് മൊണാസ്ട്രിയിൽ പോയിട്ട് ഷൂ മേക്കിംഗ് അല്ലേ, ഷൂ ഉണ്ടാക്കാൻ, ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചു വരികയാണ്. ആൻഡ് അതിൻ്റെ കൂടെ കലൻബർഗിന് എന്തും കൂടി അറിയായിരുന്നു? കാർപ്പൻട്രി, ആശാരിപ്പണി കൂടി അറിയായിരുന്നു. ആൻഡ് ഇതൊക്കെ ഇവരെന്ത് ചെയ്യും? ആ ഒരു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? റെഡി? അവിടെ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓൺ ടോൾസ്റ്റോയ് ഫാം ഇറ്റ് വാസ് എ റൂൾ ദാറ്റ് ദി യങ്സ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു ഡു വാട്ട് ദി ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഡു. ആൻഡ് അവിടെയുള്ള ആദ്യത്തെ റൂൾ എന്തായിരുന്നു? ഈ റൂൾസൊക്കെ എന്തായാലും ആലോചിച്ച് വയ്ക്കുക. ടീച്ചേഴ്സിനെ അവർ ചെയ്യാത്തൊരു കാര്യം കുട്ടികളോട് പറയാൻ വേണ്ടി പാടില്ലായിരുന്നു. ആൻഡ് വെൻ ദേ വർ ആസ്ക്ഡ് ടു ഡു എനി വർക്ക് ദർ വാസ് ഓൾവേസ് എ ടീച്ചർ കോപ്പറേറ്റിംഗ് ആൻഡ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദം. അപ്പോൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറയുകയാണെങ്കിൽ എപ്പോഴും അവരുടെ കൂടെ ആരുണ്ടാവും? ഒരു ടീച്ചറും ഉണ്ടാവും. ആ ഒരു ടീച്ചർ ഇവരുടെ കൂടെ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോൾസ്റ്റോയ് ഫാമിൽ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു. The youngsters had never even dreamt that they would have to learn these things someday, and for generally the only training that
training that Indian child received in South Africa was in the 3 hours. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ചൈൽഡിലെ ഇന്ത്യയിലുള്ള ആ ഒരു കുട്ടികൾക്ക് സൗത്ത് ആഫ്രിക്കയിലുള്ള ഇന്ത്യൻ ചൈൽഡിന് കിട്ടിയിരുന്ന ആ ഒരു 3 hours എന്തൊക്കെയാണ്? ഇവിടെ 3 hours എന്ന് പറയുന്നത് റൈറ്റിംഗ്, റീഡിങ് ആൻഡ് അരിത്മെറ്റിക് ആണ്. മാത്സും എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ കണക്ക് മാത്രമാണ് അവിടെ ഗാന്ധിജി പഠിപ്പിച്ചിരുന്നത്. റെഡിയല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇനി ബാക്കി ചാപ്റ്റേഴ്സ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി മിസ് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി മിസ്സിന് എല്ലാവരും കുറച്ച് ഫയർ ഇടാം. ഓക്കെ, അപ്പോൾ ശ്രുതി മിസ് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റാക്കാൻ പോവുകയാണ്. മിസ് ഒന്ന് മൈക്ക് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ടയേർഡ് അല്ലാതെ ഇരിക്കുകയാണെന്ന് മിസ് വിചാരിക്കുകയാണ് കേട്ടോ. എനിക്കറിയാം ടയേർഡ് ആയിട്ടുണ്ടാവും കുറച്ച് നേരം. അപ്പോൾ മിസ് നമ്മുടെ സെറ്റപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. യെസ്, മിസ്സിന് ഓർമ്മയുണ്ടോ? മറന്നുപോയോ? കുറേ കാലമായിട്ട് കാണാത്തത് കൊണ്ട് മറന്നുപോയോ? യെസ്, ഓക്കെ, സെറ്റാണോ? വി റിമെമ്പർ. ഓക്കെ, അത് കേട്ടാൽ മതി, അത് മാത്രം കേട്ടാൽ മതി. യെസ്, ഒറ്റ സെക്കൻഡ് മക്കളെ, മിസ് ഒരു ചെറിയ ചേഞ്ച് വരുത്തിക്കോട്ടെ. മിസ് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, റെഡി? യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവരും ഇപ്പോഴും ഫുൾ എനർജിയിലാണെന്ന് വിചാരിക്കും. നമുക്കിതാ ഒരു 6 ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ചാപ്റ്റർ പിന്നെ കഴിഞ്ഞു. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സെറ്റാക്കി. ഓക്കെ, യെസ്, മിസ് ബയോളജി എടുത്തിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് മിസ്സിന് അറിയാം. ഇപ്പം എന്താണ്, മിസ് ഇംഗ്ലീഷും എടുക്കും. ഓക്കെ, മിസ് നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളല്ലേ എന്നെ മറന്നത്. മിസ് നിങ്ങൾ ആരെയും മറന്നിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുക, എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 8th സ്റ്റാൻഡേർഡ് മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവററ്റ് തന്നെയാണ്. അത് ഞാൻ എന്താ പറയുക, എപ്പോഴും ഞാൻ ഇവിടെ എല്ലാവരോടും പറയുന്ന ഒരു സാധനമാണ്. വൺ ഓഫ് ദ എന്ന് പറയില്ല, മോസ്റ്റ് ഫേവററ്റ് ബാച്ച് ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഇയർ 8th എന്ന് പറയുന്നത്. നമ്മൾ ബയോളജി അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നിച്ച് പഠിച്ചതാണ് ലാസ്റ്റ് വരെ. അപ്പോൾ വെറുതെ പറയുന്നതല്ല മിസ്സിന് ശരിക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ബാച്ചാണ് നിങ്ങളത്. അപ്പോൾ ഇപ്പോൾ എടുക്കാൻ പറ്റാത്തത് മിസ്സിന് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ കണ്ടുമുട്ടിയല്ലോ. യെസ്, ഇനി നിങ്ങൾ +1 ഒക്കെ എത്തുമ്പോൾ മിസ് അവിടെ ഉണ്ടാവും. ഓക്കെ, യെസ്, റെഡി? അപ്പോൾ ഓക്കെ, നിങ്ങളെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു പാട്ട് പാടാം. ഓക്കെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ കൺമണി പാടാം. ഓക്കെ, ഒന്ന് റിഫ്രഷ് ആവും അപ്പോഴത്തേക്ക് എല്ലാവരും. ഓക്കെ. ഉണ്ടാന കായം എങ്കും തന്നാലി ആരിപ്പോന മായമെന്ന പൊന്മാനേ പൊന്മാനേ എന്ന കായமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே எந்தன் காதல் என்னவென்று சொல்லாமல் எங்க அழகி வந்தது என்ன நான எங்கெங்கும் நான மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാം നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ലിസൺ ടു ദ മൗണ്ടൻ. ഓക്കെ, ലിസൺ ടു ദ മൗണ്ടനിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഓക്കെ, സ്കൂൾ ഹെഡ് മാസ്റ്റർ നാരായൺ യൂസ് ടു ലവ് ദ വില്ലേജ്. അപ്പോൾ നമ്മളെ നാരായണിന് നമ്മുടെ വില്ലേജൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദ വില്ലേജേഴ്സ് വാസ് ഡെഡിക്കേറ്റഡ് ടു പ്രൊട്ടക്ടിങ് നേച്ചർ. ഈ വില്ലേജേഴ്സ് ഒക്കെ എന്തായിരുന്നു, ഓക്കെ നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും ഡെഡിക്കേഷനിലായിരുന്നു നമ്മളുടെ വില്ലേജേഴ്സ് ഒക്കെ ഉണ്ടായത്. ആൻഡ് വാസ് ഡിറ്റർമിൻഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ when he came to know that some businessmen were willing to make a 5-star hotel on the hill. അപ്പോൾ നമ്മുടെ
എന്താണ് നമ്മുടെ നാരായൺ കേട്ടു നമ്മുടെ ഹില്ലിൻ്റെ മേലെ ആരോ ഒരു 5-star ഹോട്ടൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അതിനെതിരെ നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കണം എന്നാര് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മൾ നാരായൺ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി, രാമണ്ണ who was a tea shop owner felt that they should ask about the views of the villagers regarding the hotel. അപ്പോൾ രാമണ്ണ വിചാരിച്ചു, ചായക്കട നടത്തുന്നത് നമ്മുടെ രാമണ്ണ വിചാരിച്ചു, ഓക്കെ എന്നാൽ നാട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്തുണ്ടായി, റിഗാർഡിംഗ് ദ ഹോട്ടൽ ടു ബിൽഡ് ഓൺ ദ ഹിൽസ് ഓഫ് ധർമ്മഗിരി, ബട്ട് ദ ബിൽഡിംഗ് കോൺട്രാക്ടർ മിസ്റ്റർ ദീക്ഷിത് സാഗർ വാസ് എക്സ്ട്രീംലി ഈഗോയിസ്റ്റിക്. അപ്പോൾ കോൺട്രാക്ടർ നമ്മുടെ കോൺട്രാക്ടർ എങ്ങനെയായിരുന്നു, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാർ പറയുന്നൊന്നും കേൾക്കില്ല, എപ്പോഴും നമ്മുടെ വില്ലേജിനെയും വില്ലേജസിനെയും താഴ്ത്തി കെട്ടിക്കൊണ്ടാണ്. ഓക്കെ, ഓൾവേസ് ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ താഴ്ത്തി കെട്ടിയിട്ടാണ് എപ്പോഴും സംസാരിക്കുക. സോ ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ നേച്ചർ, ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല നേച്ചറിൻ്റെ കാര്യത്തിലൊന്നും. ആൻഡ് ദ ഓൾഡ് ബിലീഫ്സ് ഓഫ് ദ വില്ലേജേഴ്സ്, ദീക്ഷിത് വാസ് എ മില്യണർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എ ബിസിനസ് ഓറിയന്റഡ് മാൻ. അപ്പോൾ നമ്മുടെ ദീക്ഷിത് എന്തായിരുന്നു, ഒരു മില്യനെയർ ആണ്, അതേപോലെ തന്നെ ഒരു ബിസിനസ് ഓറിയന്റഡ്, എപ്പോഴും ബിസിനസ് 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 എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ grandmother was distressed on hearing the news from her grandson about the construction of a hotel as it could lead to the death of many creatures existing in that area. അപ്പോൾ നമ്മുടെ എന്താണ് ഗ്രാൻഡ് മദർ ഇത് കേട്ടപ്പോൾ എന്തായി, ഗ്രാൻഡ് മദറിന് ഭയങ്കര സങ്കടമായി. ഈശ്വര, അവിടെയുള്ള ക്രീച്ചേഴ്സൊക്കെ ചത്തുപോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടമായി. അങ്ങനെ സീൻ 2 ഓക്കെ. അപ്പോൾ സീൻ 2 എത്തുന്നത് എവിടെയാണ്, നമ്മുടെ രാമണ്ണയുടെ ഷോപ്പിലാണ് അല്ലേ. അപ്പോൾ രാമണ്ണയുടെ ഷോപ്പിൽ നമ്മുടെ സാഗർ ഉണ്ട്, ദ ബിൽഡിംഗ് കോൺട്രാക്ടർ. അപ്പോൾ ഇൻഫോംസ് വില്ലേജേഴ്സ് ഓഫ് ദ ദീക്ഷിത് പ്ലാൻ. അപ്പോൾ ദീക്ഷിത്തിൻ്റെ പ്ലാൻ എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ടു ബിൽഡ് എ 5-star ഹോട്ടൽ ഇൻ ദ വില്ലേജ്. എന്നിട്ട് ഓൺ ഹിയറിംഗ് ദിസ് ന്യൂസ്, അപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ദ വില്ലേജേഴ്സ് വെർ ഫ്യൂരിയസ് as the construction of a 5-star hotel would destroy the village and its beauty. അപ്പോൾ നമ്മുടെ വില്ലേജേഴ്സ് ഒക്കെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി, ഇത് നമ്മളുടെ എന്താ പറയുക വില്ലേജിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ നശിപ്പിച്ച് കളയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്താനായി. ഓക്കെ, അങ്ങനെ വർത്താനമായപ്പോൾ ഒരു സെക്കൻഡ് മക്കളെ, ഒറ്റ സെക്കൻഡ്. യെസ്, നമ്മുടെ മിസ്സിൻ്റെ ബാക്കിൽ ഒരു വലയം കാണുന്നുണ്ടല്ലേ, മിസ് അതാണ് ശരിയാക്കാൻ നോക്കുന്നത്. യെസ്, ഇപ്പോൾ വലയം പോയില്ലേ? ഓക്കെ ഓക്കെ, റെഡി? യെസ്, റെഡി? യെസ്. അപ്പോൾ അതാ നമ്മൾ നോക്കി, ഇത് സമ്മറി ആണ് കേട്ടോ മക്കളെ, ഇത് സ്റ്റോറി ആസ് സച്ച് നമ്മളിവിടെ പറയാമല്ല, അത് അതിൻ്റെ സമ്മറിയാണ്. നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി നമ്മൾ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ ഇതാ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ നിർത്തിയത്? അപ്പോൾ വില്ലേജിൻ്റെ ബ്യൂട്ടിയൊക്കെ പോകുന്നു പറഞ്ഞിട്ട് ഇവർ ഭയങ്കര വർത്താനാണ്. ദേ ഫെൽറ്റ് ദാറ്റ് ദെർ വാസ് നോ നീഡ് ഫോർ എ മൾട്ടി-സ്റ്റോറി ഹോട്ടൽ ഇൻ ദെയർ വില്ലേജ്. വി ഹാഡ് എ പോപ്പുലേഷൻ ഓഫ് ഓൺലി 500 പീപ്പിൾ. നമ്മുടെ നാട്ടിൽ ആകെ വരുന്ന 500 ആൾക്കാരാണ്. ഈ 500 ആൾക്കാർക്ക് ഈ 5 നിലയുള്ള ബിൽഡിങ്ങിനൊന്നും ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ ഓൺ ദ സാഗർ മോക്സ് വില്ലേജസ് ബൈ കോളിംഗ് ദം ഇഗ്നോറൻറ്റ് ആൻഡ് ഡംപ്. അപ്പോൾ നമ്മുടെ സാഗർ പറയാം, നിങ്ങൾ ഭയങ്കര ഇഗ്നോറൻറ്റുമാണ്, ഡംപ്പുമാണ് എന്ന് പറഞ്ഞ് കളിയാക്കാണ്, മണ്ടൻ എന്ന് പറയാൻ. ഓൺ ദി അതർ ഹാൻഡ് ദീക്ഷിത് വാസ് ഡിറ്റർമിൻഡ് ടു കൺസ്ട്രക്ട് ദ ഹോട്ടൽ. നമ്മുടെ ദീക്ഷിത് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഹോട്ടലിൽ കെട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നാരായൺ, രാമണ്ണ, കണ്ണൻ, ശാസ്ത്രി ആൻഡ് രുദ്രപ്പ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അപ്പിയേഴ്സ് ഇൻ ദ സീൻ 3. ഓക്കെ, ഇതാ ആൻഡ് ഡിസ്കസസ് അബൌട്ട് ദ ഹോട്ടൽ. എന്നിട്ട് ഹോട്ടലിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. അത് രാമണ്ണ പറയാണ് ഇത് ഫൂളിഷ്നെസ് ആണെന്ന് പറയാണ്, മണ്ടത്തരാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയാണ് ഇതിനൊരു മെറിറ്റ് ഉണ്ട്. മെറിറ്റ് എന്താണ്? റിഗാർഡിംഗ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ദാറ്റ് എ ഹോട്ടൽ വിൽ ബ്രിങ് ഇൻ മോർ ടൂറിസ്റ്റ്. അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ നമ്മളുടെ നാട്ടിലേക്ക് വരാനുള്ള ഒരു ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പൈസ അഥവാ കാശ് കിട്ടും. ഓക്കെ, മണി കിട്ടും. അപ്പോൾ ശാസ്ത്രി വില്ലേജേഴ്സിനെ ഇൻഫോം ചെയ്തു ദാറ്റ് ഇറ്റ് വാസ് ഡേഞ്ചറസ് ടു കൺസ്ട്രക്ട് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. പക്ഷേ എന്താണ്, ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ ധർമ്മഗിരിൻ്റെ മേലെ ഹോട്ടൽ കെട്ടുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. ആസ് ഇറ്റ് കുഡ് നോട്ട് സപ്പോർട്ട് എ സ്ട്രക്ചർ taller than 30 feet. 30 അടിയുടെ മേലെയുള്ള ഒരു സ്ട്രക്ചറും താങ്ങാനുള്ള ഒരു സ്ട്രക്ചറും താങ്ങാനുള്ള ശേഷി ആ ഒരു മൗണ്ടന് ഇല്ല. ഓക്കെ, അടുത്തത് സീൻ 4 വീണ്ടും. ഓക്കെ, ഇറ്റ് ഷോസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഗ്രാൻഡ് മദർ ആൻഡ് ഹെർ സൺ നാരായൺ. അപ്പോൾ ഗ്രാൻഡ് മദറും നാരായണനും കൂടിയുള്ള വർത്താനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേർ ഷീ എക്സ്പ്രസസ് ഹെർ ഡിസ്ട്രെസ്. അപ്പോൾ സങ്കടം പറയാണ്. ഓക്കെ, റിഗാർഡിംഗ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ട്രീസ് ആൻഡ് റിവർ ദാറ്റ് വുഡ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹോട്ടൽ. അപ്പോൾ നമ്മുടെ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ബേർഡ്സ്, റിവേഴ്സ്, ആനിമൽസ് ഇതൊക്കെ ഡിസ്ട്രോയിഡ് ആവും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുള്ള സങ്കടം ഇങ്ങനെ ഷെയർ ചെയ്യാണ്. സോ ഷീ അഡ്വൈസസ് നാരായൺ ടു സ്പീക്ക് ടു ദ ചിൽഡ്രൻ
അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ തലമുറയാണ് അല്ലേ. അപ്പോൾ അവരോട് എന്ത് ചെയ്യാൻ പറയാ, സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഷീ കോൾസ് റിച്ച് ആസ് ദ ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹാർട്ട്സ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാണ്, അവിടെ ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ എന്താ വിളിച്ചിരുന്നത്, നമ്മുടെ റിച്ച് പീപ്പിളിനെ എന്താ വിളിച്ചത്, ബിഗ് പീപ്പിൾ. അവർ വലിയ ആൾക്കാരാണ്, പക്ഷെ കുഞ്ഞു ഹൃദയമാണ്, അതായത് അവർക്ക് വിശാലമായ ഹൃദയമല്ല എന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ചിൽഡ്രൻ ലെഡ് ബൈ നാരായൺ. അപ്പോൾ നമ്മുടെ നാരായണന്റെ മേൽനോട്ടത്തിൽ നമ്മുടെ ആൾക്കാർ കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയി. ആൻഡ് നമ്മുടെ ദീക്ഷിത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് ടു സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട്. ബട്ട് ദീക്ഷിത് വാസ് നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് ദ വില്ലേജ്, സോ ഹി റെഫ്യൂസ്ഡ് ദ പെറ്റീഷൻ. അപ്പോൾ നമ്മുടെ ദീക്ഷിത് എന്തായിരുന്നു, അങ്ങനെ വില്ലേജിൻ്റെ നല്ല കാര്യങ്ങളൊന്നും ആലോചിച്ചിരിക്കുന്ന ഒരാളായിരുന്നില്ല നമ്മളുടെ ദീക്ഷിത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീക്ഷിത് എന്ത് ചെയ്തു, ദീക്ഷിത് എന്ത് ചെയ്തു, അതിനെ അങ്ങ് നിരസിച്ചു വിട്ടു. ഓക്കെ, നിരുത്സാഹപ്പെടുത്തി വിട്ടു. ഓക്കെ, റെഡി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ എത്തി, സീൻ 5, അടുത്ത സീനിലേക്ക് നമ്മൾ എത്തി. അവിടെ ദിസ് സീൻ ഷോസ് ദ ഒക്കറൻസ് ഓഫ് എ ലാൻഡ് സ്ലൈഡ് ഇൻ ദ വില്ലേജ് വെൻ ദ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് അറ്റ് ധർമ്മഗിരി ഹിൽ. അപ്പോൾ നമ്മുടെ ധർമ്മഗിരി ഹില്ലിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി, മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അപ്പോൾ ഒരു അപകടമുണ്ടായി. ഫൈനലി ഈവൻ ദ മൗണ്ടൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവ്രി വൺ ടു ഹിയർ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എന്താണ്, മൗണ്ടൻ വരെ സംസാരിച്ചു. ആര് പറഞ്ഞിട്ടും കേൾക്കാഞ്ഞപ്പോൾ എന്തായി, ലാസ്റ്റ് മൗണ്ടൻ തന്നെ സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്തുണ്ടായി, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ എന്തായി, ഇറ്റ് വാസ് എ ട്രാജഡി ആസ് 10,000 were buried beneath the landslide. അപ്പോൾ ആ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ താഴെ ഏകദേശം 10,000 ആൾക്കാർ മൂടിപ്പോയി അല്ലേ. 11 people killed including 2 children. അതിനകത്ത് 11 പേര് മരിച്ചു, ഇൻക്ലൂഡിങ് 2 children. അതിൽ 2 പേരെന്തായിരുന്നു, കുട്ടികളുമായിരുന്നു. അത്രയും ഒരു അപകടം എന്താണ് ഇവർ വരുത്തി വെച്ച ഒരു സംഭവമാണ് അല്ലേ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട്. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുക, നമ്മൾ തള്ളുക എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഓക്കെ, അപ്പോൾ എക്സാജറേഷൻ അല്ല, അതൊരു ഫാക്റ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ UN സമ്മിറ്റിൽ നമ്മുടെ ലിയനാർഡോ ഡികാപ്രി പറഞ്ഞ ഒരു ഒരു സ്പീച്ചാണ് ഇതെന്ന് പറഞ്ഞു. എക്സാക്ട് സ്പീച്ചാണ്. അദ്ദേഹം അന്ന് എന്ത് സംസാരിച്ചോ അതാണ് നമ്മുടെ ബുക്കിലുള്ളത്. ഓക്കെ, അപ്പോൾ ആരാന്നറിയാലോ, നമ്മുടെ ടൈറ്റാനിക്കിൽ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു, അതന്നെ. ഓക്കെ, റെഡി. അപ്പോൾ ലിയനാർഡോ ഡികാപ്രിയോ അറ്റ് UN സമ്മിറ്റിൽ പറഞ്ഞ ഒരു സ്പീച്ചാണ് ഈ പറയുന്ന നമുക്ക് പഠിക്കാനുള്ളത്. ഹി ബിഗിൻസ് എ സ്പീച്ച് ബൈ താങ്കിങ് ടു മിസ്റ്റർ സെക്രട്ടറി ജനറൽ, ലേഡീസ് ജെന്റിൽമെൻ ഓൺ ഓൾ ദി ഗെറ്റ്സ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ സ്പീച്ച് തുടങ്ങുന്നത്. ഹി ഇൻഫോംസ് ദാറ്റ് ഹി ഈസ് നോട്ട് സ്റ്റാൻഡിങ് ദെയർ ആസ് എൻ എക്സ്പേർട്ട്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല എന്ന് പറയാണ്. ഓക്കെ, ഫ്രേസൽ വെർബ്സും ഒക്കെ നമ്മൾ നാളെയാണ് ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഇന്ന് നമുക്ക് ചാപ്റ്റർ ഡിസ്കഷൻ ആണ്. നാളെ 7:30 നമുക്ക് ഗ്രാമറിൻ്റെ ലൈവ് ഉണ്ട്. അതിൽ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ പഠിക്കും കേട്ടോ. ഓക്കെ, റെഡി. യെസ്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഹി ബിഗിൻസ് എ സ്പീച്ച്. എന്നിട്ട് എല്ലാവരെയും താങ്ക് ചെയ്ത് തുടങ്ങി. എന്നിട്ട് പറയാം, ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല അല്ലേ, ബട്ട് ആസ് എ കൺസേൺ സിറ്റിസൺ, ഞാനൊരു കൺസേൺ ഉള്ള ഒരു പൗരനാണ്. ഓക്കെ, സിറ്റിസൺ ആണ്. വൺ ഓഫ് ദ 400,000 people who marched on the streets of New York on Sunday to express their concerns regarding the climate change and asking solutions for the crisis and the billions of others around the world who wants to solve the climate crisis. അപ്പോൾ ഏകദേശം 400,000 ആൾക്കാർ, 400,000 ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരാളെ പോലെ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വേൾഡിൽ ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അത് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധി അഥവാ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും ആണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് പറഞ്ഞു, ഹി ഇൻഫോംസ് ദാറ്റ് ആസ് എൻ ആക്ടർ ഹി പ്രിറ്റൻസ് ഫോർ എ ലിവിങ് അല്ലേ. ഒരു ആക്ടർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ. എനിക്ക് ജീവിക്കണം, എനിക്ക് പൈസ വേണം, അതുകൊണ്ട് ഞാൻ പല ക്യാരക്ടേഴ്സ് ആയിട്ടും ഞാൻ പ്രിറ്റൻഡ് ചെയ്യാറുണ്ട്. പ്ലേ ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സ് ഓഫൻ സോൾവിങ് ഫിക്റ്റീഷ്യസ് പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ എന്താണ് പല റിയൽ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് ഹി ബിലീവ് ദാറ്റ് മാൻ കൈൻഡ് ഹാസ് ലുക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് സെയിം വേ ആസ് ഇറ്റ് വാസ് എ ഫിക്ഷൻ. അപ്പോൾ അതൊരു ഫിക്ഷനാണ്, ശരിക്കും നടക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ഫിക്ഷൻ ആണെന്നുള്ള രീതിക്കാണ് ആൾക്കാർ ക്ലൈമറ്റ് ക്രൈസിസിനെ കാണുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. As if happening to someone else's planet, as if pretending that climate change wasn't real would somehow make it go away. അപ്പോൾ ഇത് റിയൽ അല്ലാതെ വിചാരിച്ച് കണ്ണു അടച്ചിരുന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ മാറിപ്പോയിക്കോളും എന്നുള്ള രീതിക്കാണ് ആൾക്കാർ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. There are some undeniable climate events like extreme weather events, accelerated temperature,
melting ice sheets from West Antarctic and Greenland. Droughts are intensifying. അതായത് നമ്മളുടെ വരൾച്ചയൊക്കെ കൂടി വരികയാണ്. ഓഷൻസ് വാർമിംഗ് ആണ്. acidifying എന്താണ്, അമ്ലാംശം കൂടുകയാണ്. with methane plumes rising up from the beneath the ocean floor. അപ്പോൾ എല്ലാം പൊല്യൂഷനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. yes, climate change is the only and single greatest security threat, and if we do not act together, ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ we will surely die. നമ്മൾ എന്തായാലും മരിച്ചു പോകുമെന്ന് പറയാണ്. none of this is hysteria. ഒന്നും എന്തല്ല, എക്സാജറേഷൻ അല്ല, തള്ളല്ല, എന്താണ്, എല്ലാം ഒരു ഫാക്റ്റ് ആണ്, സത്യമാണ്. The scientific community, industry and governments know it. എല്ലാവർക്കും അറിയാം. This is now about industries and government around the world taking decisive large scale action. He informs that there is a need to put a price tag on carbon emissions. Carbon emissions like ഒരു price tag ഇടണം. Eliminate government subsidies for coal, gas, oil companies and end the free ride that the industrial polluters have been given in the name of a free market economy. അവർ എന്ത് ചെയ്യുന്നില്ല, അത് ഡിസേർവ് ചെയ്യുന്നില്ല. They deserve our inspection. അവരെ ഇൻസ്പെക്ട് ചെയ്യണം. For the economy itself will die if the ecosystem collapse. അപ്പോൾ നമ്മളുടെ എക്കോണമി മൊത്തത്തിൽ തകരും എപ്പോ നമ്മളുടെ എക്കോസിസ്റ്റം ഇല്ലാണ്ടായാലും. അപ്പോൾ നമ്മുടെ ബയോളജി കയറി വന്നിട്ടുണ്ട് അല്ലേ. He then points out the good news that renewable energy is not only achievable by good economic policy. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലീൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് ലിവബിൾ ക്ലൈമറ്റ് നമുക്ക് ഹ്യൂമൻ റൈറ്റ് ആണ്, നമ്മളുടെ മനുഷ്യാവകാശമാണ് അല്ലേ. ആൻഡ് സോൾവിങ് ദിസ് ക്രൈസിസ് ഇസ് നോട്ട് എ ക്വസ്റ്റൻ ഓഫ് പൊളിറ്റിക്സ്. ഇതൊന്നും പൊളിറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റൻ അല്ല. ഇറ്റ് ഇസ് എ ക്വസ്റ്റൻ ഫോർ ആർ സർവൈവൽ. അത് നമ്മളുടെ എല്ലാവരുടെയും എന്താണ്, സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, റെഡി? We only got one planet. നമുക്ക് ആകെ എന്തേ ഉള്ളൂ, ഒരൊറ്റ പ്ലാനറ്റേ ഉള്ളൂ. ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് ബിക്കം അക്കൗണ്ടബിൾ ഓൺ എ മാസീവ് സ്കെയിൽ for the wanton destruction of our collective home. അപ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മളുടെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യണം അല്ലേ. ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺഷ്യസ് എവല്യൂഷൻ ഓഫ് ആർ സ്പീഷീസ്. അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു തരികയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജംഗിൾ എയർ ക്രാഷ്. ഓക്കെ, യെസ്, റെഡി. ജംഗിൾ എയർ ക്രാഷിലേക്ക് നമ്മൾ പോവാണ്. എവിടെ ഓക്കെ, യെസ്. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജംഗിൾ എയർ ക്രാഷ് റിവോൾവ്സ് അറൗണ്ട് ദ ഹൊറിഫിക് എക്സ്പീരിയൻസ് ഓഫ് യൂലിയൻ ഡില്ലർ. അപ്പോൾ യൂലിയൻ ഡില്ലർ എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക കേട്ടോ. ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആണ്. സ്വന്തമായിട്ട് അല്ലെ ഒറ്റയ്ക്ക് ലോൺ എന്ത് ചെയ്തു, ഒരു പെറൂവിയൻ റെയിൻ ഫോറസ്റ്റിൽ 11.5 days സർവൈവ് ചെയ്തു. 11.5 ദിവസം അവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തു. ഒരു കൊടും കാട്, പെരുത്ത കാട്. ഓക്കെ, അപ്പോൾ 30 minutes ആഫ്റ്റർ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒരു 30 minutes കഴിഞ്ഞപ്പോൾ അവരൊരു ജംഗിളിൻ്റെ മേലെയായിരുന്നു നമ്മുടെ പ്ലെയിൻ ഉണ്ടായത്. വിസിബിലിറ്റി ഡിമിനിഷ് ചെയ്തു, പെട്ടെന്ന് പുറത്തേക്കൊന്നും കാണുന്നില്ല. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഒരു സ്റ്റോം ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ ഹിറ്റ് ചെയ്തു. ഒരു കൊടുങ്കാറ്റിന് പോയിട്ട് ഹിറ്റ് ചെയ്തു. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ഇൻടു നൈറ്റ്. നല്ല ഡേ ലൈറ്റ് ഉണ്ടായിരുന്നു, പെട്ടെന്നുണ്ടായി ഇരുട്ടായി. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിംഗ് ഫ്രം ഓൾ ഡയറക്ഷൻ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഭയങ്കര ലൈറ്റ്നിങ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ്, ക്ലോത്തിങ്, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഫും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്തുണ്ടായി? Suddenly there was a violent shaking and she found herself outside the plane. പെട്ടെന്ന് ഒരു ഭയങ്കര ഷേക്ക് വന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ യൂലിയൻ ഡില്ലർ പുറത്തെത്തിയിട്ടുണ്ട്. ഫ്ലൈങ് അപ്പാർട്ട് ഫ്രം ഇറ്റ് ആൻഡ് അലോൺ ഫോളിങ്. ഒറ്റയ്ക്ക് എന്താണ്, ഇതാ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്, വെൻ ഷീ വോക്ക് അപ്പ് ഷീ saw herself lying under the section of 3 seats. അപ്പോൾ 3 സീറ്റ് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ കിടക്കുന്നതിൻ്റെ അടിയിലാണെന്ന് മനസ്സിലായി. വിത്ത് നോ സൈൻ ഓഫ് ഹർ മദർ. അമ്മേനെ ഒന്നും കാണുന്നതന്നെ ഇല്ല. ഓക്കെ, അമ്മേനെ കാണുന്നില്ല. ഇൻസ്റ്റഗ്രാം സെർവർ ഡൗൺ ആയി. ഇൻസ്റ്റഗ്രാമിലെ റീൽസിൻ്റെ കണ്ടന്റ് നമുക്ക് മറ്റന്നാൾ എക്സാമിന് എഴുതി വെക്കാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ മക്കൾ ആലോചിക്കുക. ഓക്കെ, ഇവിടെ വല്ലതും ശ്രദ്ധിച്ചാലാണ് നമുക്ക് എക്സാമിന് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻസ്റ്റഗ്രാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. റെഡി? യെസ്. അപ്പോൾ എന്താണ്, വെൻ ഷീ വോക്ക് അപ്പ് ഷീ സോ ഹെർസെൽഫ്. അപ്പോൾ അമ്മേനൊന്നും കാണുന്നില്ല, വേറെയുള്ള പാസഞ്ചേഴ്സിനെ കാണുന്നില്ല, ഒന്നുമില്ല. ഓക്കെ, ഷീ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈങ് അണ്ടർ ദ സീറ്റ് ഹാഫ് അസ്ലീപ്പ് ഇൻ ഷോക്ക്. അപ്പോൾ ആ ഒരു ഹോൾ നൈറ്റ് ഒരു ഷോക്കിലാണല്ലോ, അത്രയും ഉയരത്തിന് വീണതാണ്. അപ്പോൾ ആ ഒരു ഷോക്കിൽ അങ്ങനെ തന്നെ കിടന്ന്. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്തുണ്ടായി, ഷീ ക്രോൾഡ് ഔട്ട് സ്ലോലി. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് നിരങ്ങി പുറത്തേക്ക് വന്നു. ഷീ ദെൻ പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക് ടു അവോയ്ഡ് സ്നേക്സ്. അപ്പോൾ സ്നേക്സിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു വലിയ സ്റ്റിക്കൊക്കെ എടുത്ത് അച്ഛനും അമ്മയും കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പോയ്സൺ സ്പൈഡേഴ്സ് ആൻഡ് ആൻസിനെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കൊക്കെ എടുത്ത് കൈ പിടിച്ചു. ഹർ പാരൻസ് ഹാഡ് ഗൈഡഡ് ഹർ ദാറ്റ് വെൻ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ജംഗിളിൽ ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്ട്രീംസ്, അരുവികൾ നോക്കി പോകണം. ആൻഡ് ദെൻ ഫോളോ ദം ടു ലാർജർ സ്ട്രീംസ്. അത് എവിടെ എത്തും, ലാർജർ സ്ട്രീം
സ്ട്രീംസിലേക്ക് എത്തും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഷീ ഹേർഡ് വൾച്ചേഴ്സ് ദെൻ സോ എ പീസ് ഓഫ് എയർപ്ലെയിൻ ഫ്യൂസ്ലാഷ്. അതായത് നമ്മുടെ ആ ഒരു എയർപ്ലെയിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്തിനെയാണ് പറഞ്ഞത്. ഇത് വായിക്കുക ഫ്യൂസ്ലാഷ് എന്നാണ്. ഓക്കെ, ഒരു ആ എയർപ്ലെയിൻ്റെ ഫ്യൂസ്ലാഷ് കണ്ടു. ആൻഡ് സോ ട്വിസ്റ്റഡ് കേബിൾസ്, കുറേ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കേബിൾസ് ഒക്കെ പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് അറ്റ് എ പ്ലേസ് വേർ ദർ വാസ് എ ലാർജർ റിവർ. അപ്പോൾ ഒരു വലിയ റിവറിനെ നമ്മൾ കണ്ടു. ആൻഡ് ഷീ സോ പാരറ്റ്സിനെ കണ്ടു, മങ്കീസിനെ കണ്ടു, ഹമ്മിങ് ബേർഡ്സിനെ കണ്ടു, കുറേ ഓർക്കിഡ്സിനെ കണ്ടു. ആൻഡ് ഷീ അവോയ്ഡഡ് ഡിലിഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്. നല്ല ഭംഗിയുള്ള ഫ്രൂട്ട് നമ്മൾ ഒരിക്കലും കഴിക്കരുത് അല്ലേ. അതെന്തായിരിക്കും, അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പോയ്സണസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിലിഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ടിനെ ഒരിക്കലും നമ്മൾ കഴിക്കരുത്, ബിക്കോസ് ദേ വിൽ ബി പോയ്സണസ്. സോ ഷീ വാസ് സിവിയർലി ഇൻജേർഡ് ഓൺ ഹർ ഫുട്ട് ആൻഡ് ഇറ്റ് ഗോട്ട് വേഴ്സൺ ബൈ ദ ബൈറ്റ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് their eggs. അപ്പോൾ ഒരു വൂണ്ട് ഉണ്ടായിരുന്നു കാലിൽ, അതിൽ ഇൻസെക്റ്റ് വന്ന് ബൈറ്റ് ചെയ്ത് അത് ഇൻസെക്റ്റ് മുട്ടയിട്ട് എല്ലാം കൂടി ഒരു വൃത്തികെട്ട അവസ്ഥയിലായിരുന്നു അല്ലേ. യെസ്, അങ്ങനെയായിരുന്നു. ഷീ റിസ്ക്ഡ് ബൈ സ്വിമ്മിങ് ബിക്കോസ് വാക്കിംഗ് വാസ് മച്ച് ഹാർഡർ. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നീന്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൺ ദ 10th day, 10ാമത്തെ ദിവസമായപ്പോൾ ഷീ സോ ബോട്ട് മൂവ്ഡ് ഓൺ ദ റിവർ ബാങ്ക്. അപ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ റിവർ ബാങ്ക്, അതായത് നദീ തീരത്ത് ഇങ്ങനെ കണ്ടു. ആസ് ഷീ സോ മോട്ടോർ, ഒരു മോട്ടർ കണ്ടപ്പോൾ ക്യാൻ ഓഫ് പെട്രോളും കണ്ടു. അതിനിടയിൽ അടുത്തൊരു ഹട്ടും കണ്ടു. ഷീ വെയിറ്റഡ് ഫോർ someone to come. അപ്പോൾ ആരതോ ആണ്, അപ്പോൾ ആൾ വരട്ടെ ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നിന്നു. ഷീ ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് someone else's belonging. വേറെ ആരുടെയും സാധനമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. Then she heard voices of 3 men who were mestizo, that is half white and half Indian hunters ആയിരുന്നു അവളെ കണ്ടിരുന്നത്. Okay, so they told her that they kept several huts in the jungle for their expedition and knew where the crash, and one of them had actually been in the search plane which flew over the jungle after the accident. അപ്പോൾ ഇവരിങ്ങനെ ഹട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു എക്സ്പെഡീഷൻ്റെ ഭാഗമായിട്ട്. ഇതിനകത്ത് 3 ആൾക്കാരിൽ ഒരാൾ ഈ സെർച്ച് പ്ലെയിനിൽ ഉണ്ടായിരുന്നു. ഈ ഒരു എയർ ക്രാഷിന് സംഭവിച്ചപ്പോൾ ആൾക്കാരെ തിരയാനൊക്കെ ആയിട്ട് ഒരു സെർച്ച് പ്ലെയിനിൽ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു ഫ്രൂട്ട് മാഷ് ഒക്കെ ഉണ്ടായി കൊടുത്തു. പക്ഷെ അവർക്കത് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏർലി നെക്സ്റ്റ് മോർണിംഗ് എന്ത് ചെയ്തു, ദേ ഗോട്ട് ദ ബോട്ട് റെഡി, ബോട്ടൊക്കെ റെഡിയാക്കി ടുക്ക് ഹർ ഡൗൺ റിവർ. അങ്ങനെ കുറേ മണിക്കൂറുകളെടുത്ത് ഇവരെവിടെ എത്തി, നമ്മുടെ ടൂർണ വിസ്റ്റ അഥവാ നമ്മുടെ അഗ്രികൾച്ചർ കോളനിയിലെത്തി. പീപ്പിൾ കെയിം റണ്ണിങ് ആൻഡ് ഷൗട്ടിങ്. ആൾക്കാരിങ്ങനെ ഓടി ഷൗട്ട് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഹർ ഐസ് വെർ സോ ബ്ലഡ് ഷോട്ട്, ദേ ലുക്ക്ഡ് എൻറ്റയർലി റെഡ് ആൻഡ് ഹർ ഫേസ് വാസ് ഡിസ്ഫിഗർഡ്. കുറേ ബൈറ്റ്സ് ഒക്കെ കിട്ടിയിട്ട് മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഫുൾ ബ്ലഡ് ആയിരുന്നു കണ്ണിലൊക്കെ. പിന്നെന്താണ്, ആൻഡ് സ്വോളൻ ഔട്ട് ഓഫ് ഷേപ്പ് ആൻഡ് ഇറ്റ് ഹാഡ് ഓൺലി എ സ്മോൾ ഡിസ്പെൻസറി. ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇവളുടെ വൂണ്ടുകളൊക്കെ വാഷ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്തു. സോ ദേ യൂസ്ഡ് എ സ്പെഷ്യൽ മെഡിസിൻ ടു ക്ലീൻ ഔട്ട് ഓൾ ദ വേംസ്. അപ്പോൾ എല്ലാ വേംസിനെയും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മെഡിസിൻ ഒക്കെ ഉപയോഗിച്ചു. ആൻഡ് ഗേവ് ഹർ ആൻ ഇഞ്ചക്ഷൻ ടു കൗൺട്രാക്ട് ഇൻഫ്ലമേഷൻ. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷനെതിരായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു. 11.5 days after the crash, she again boarded a plane. അതിനുശേഷം വീണ്ടും ഒരു പ്ലെയിൻ എടുത്ത് that took her to the US mission ബേസിലെത്തി. where an American doctor looked after her. അവിടെ ഒരു അമേരിക്കൻ ഡോക്ടർ ആയിരുന്നു ലുക്ക് ആഫ്റ്റർ ചെയ്തിരുന്നത്. ആൻ മരിയ എന്തോ ക്ലാസ് വേഗം കഴിയും. ഇനി നമുക്ക് 3 ചാപ്റ്ററും കൂടിയേ ഉള്ളൂ, ഡോണ്ട് വറി. ഓക്കെ, ഒരു 10:15 10:30 ആകുമ്പോൾ മിസ് തീർക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, എവിടെ എത്തി മക്കളെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയറക്ഷൻസ് സെർച്ച് പ്ലെയിൻസ് ഫൗണ്ട് ദ റെക്കേജ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ എയർപ്ലെയിൻ ഇടിച്ച് വീണത് എവിടെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ ഈ കുട്ടി കാണിച്ചു കൊടുത്തു. ആൻഡ് ഹർ ഫാദർ അറൈവ്ഡ് ആൻഡ് ഇൻഫോംഡ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹർ മദർ. അപ്പോൾ അവൾ വിചാരിച്ച പോലെ തന്നെ അവളുടെ അമ്മയും എന്തായിട്ടുണ്ടായിരുന്നു, മരിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റർ സെർച്ചേഴ്സ് ഫൗണ്ട് ദ ഇലക്ട്ര സ്കാറ്റേർഡ് ഓവർ 16 kilometers ഓഫ് ദ ജംഗിൾ. ദ കോസ് ഓഫ് ദ ക്രാഷ് ആൻഡ് ഹൗ യൂലിയൻ ഗോട്ട് സേഫ്ലി ഒന്നും നമുക്കറിയില്ല. ഒരു തിയറി എന്താണെന്ന് പറഞ്ഞാൽ പ്ലെയിൻ എക്സ്പ്ലോഡഡ് അറ്റ് 3000 meters. ദ ഫോൾ ഓഫ് സം പീസസ് വാസ് കുഷൻഡ് by an enormous upward current of air. അപ്പോൾ എങ്ങനെ ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണിട്ട് രക്ഷപ്പെട്ടു എന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, റെഡി? യെസ്, അടുത്ത നമ്മുടെ ലാസ്റ്റ് ലീഫ്. ഓക്കെ, അപ്പോൾ നല്ല നല്ല പിക്ചേഴ്സൊക്കെ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പിക്ചേഴ്സൊക്കെ നോക്കി ആ കഥയൊന്ന് പഠിച്ചേ. ഓക്കെ, ദ ലാസ്റ്റ് ലീഫ്. അപ്പോൾ സൂം ജോൺസിയും എന്താണ്, ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്ത ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ജോൺസി എന്ത് ചെയ്തു, വയ്യാണ്ടിയായി ഫെൽ ഇൽ. ദ ഡോക്ടർ ചെക്ക്ഡ് ഹർ എവറി ഡേ. എന്നും നമ്മുടെ ജോൺസീനെ എന്ത് ചെയ്യായിരുന്നു, ഡോക്ടർ ചെക്ക് ചെയ്യായിരുന്നു. ബട്ട് ദർ വാസ് നോ ചേഞ്ച് ഇൻ ആ കണ്ടീഷൻ. പക്ഷേ ഒരു കണ്ടീഷനും മാറുന്നുണ്ടായിരുന്നില്ല. ദ ഡോക്ടർ ടോൾഡ് സൂ ദാറ്റ് ജോൺസി ഹാഡ് മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് നോട്ട് ടു ഗെറ്റ് വെൽ. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഭേദമാവില്ല, എൻ്റെ കണ്ടീഷൻ ഭേദമാവില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ആര്, നമ്മുടെ ജോൺസി എന്ന് പറഞ്ഞു. സൂ ട്രൈഡ് ഹർ ബെസ്റ്റ് ടു റിവൈവ് ജോൺസീസ് അറ്റൻഷൻ ബട്ട്
all in vain. എങ്ങനെയെങ്കിലൊക്കെ ജോൺസിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ സൂ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. വൺ ഡേ ജോൺസീസ് വിസ്പർ കോട്ട് ഹർ അറ്റൻഷൻ. അപ്പോൾ ജോൺസി ഇങ്ങനെ എന്തോ പിറുപിറു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൂ കേട്ടു. ആൻഡ് ഷീ വെന്റ് ക്ലോസ് ടു ജോൺസി ടു ഹിയർ വാട്ട് ഇറ്റ് വാസ്. അപ്പോൾ നമ്മുടെ ജോൺസിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്താ പറയുന്നത് നോക്കി നിന്നു. ജോൺസി ടോൾഡ് ഹർ ദാറ്റ് when the last leaf on that creeper falls she will die. അപ്പോൾ അവരുടെ വിൻഡോൻ്റെ പുറത്ത് ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രീപ്പറിലുള്ള ലാസ്റ്റ് ലീഫ് ഫോൾ ചെയ്യുമ്പോൾ അവൾ മരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, Sue told her that it was autumn season and leaves were supposed to fall off. ഇത് ഓട്ടം സീസൺ ആണ്, എന്തായാലും ലീഫ് ഫോൾ ചെയ്യും എന്ന് പറയാണ്. മക്കളെ നിങ്ങൾക്ക് മേലെ കാണുന്നില്ല അല്ലേ? ഒറ്റ സെക്കൻഡ്, ഇപ്പം റെഡിയാക്കി തരാം. ഇത് പറയണ്ടേ മേലെ കാണുന്നില്ല എന്ന്? ആരും പറഞ്ഞില്ലല്ലോ മിസ്സിൻ്റെ അടുത്ത്. അതെന്താ പറയാത്തേ? റെഡി? യെസ്, ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, എന്താണ് ഹനക്കുട്ടി? യെസ്, ഓക്കെ. അപ്പോൾ Sue dismissed Johnsie's statement and told her that doctor was confident about her health. അപ്പോൾ ഡോക്ടർ നിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജോൺസി ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ സൂപ്പ്. ഒരു സൂപ്പ് കുടിക്കാൻ കൊടുത്ത് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. ആൻഡ് Sue told Johnsy not to look out of the window. സൂ പറഞ്ഞു ഇനി മേലാ നീ ആ ജനലിൻ്റെ പുറത്ത് കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ, ready? I let her finish that painting so that she could get both of them some money. Johnsy wanted to die peacefully while watching the last leaf fall. അപ്പോൾ നമ്മുടെ ജോൺസിക്ക് എന്താണ് വേണ്ടത്? ആ ലീഫ് ഫോൾ ചെയ്യുന്നതും കണ്ട് സുഖസുന്ദരമായിട്ട് മരിക്കുകയായിരുന്നു വേണ്ടത്. അങ്ങനെ സൂ എന്ത് ചെയ്തു? നമ്മുടെ ബെഹർമാൻ്റെ അടുത്ത് പോയി. ബെഹർമാൻ്റെ അടുത്ത് പോയിട്ട് യെസ്, ഒരു മിനിറ്റ് മക്കളെ. യെസ്, ഇപ്പം റെഡി ആയി. ഓക്കെ, അപ്പോൾ ബെഹർമാൻ്റെ അടുത്ത് പോയി. അപ്പോൾ ബെഹർമാൻ്റെ അടുത്ത് പോയി, ഇതാണ് നമ്മുടെ ബെഹർമാൻ. അപ്പോൾ ബെഹർമാൻ്റെ അടുത്ത് പോയപ്പോൾ ഹു ലിവ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആളായിരുന്നു. ഓക്കെ, യെസ്, ആൻഡ് ഷീ ആസ്ക്ഡ് Sue if Johnsy was stupid. അപ്പോൾ നമ്മുടെ ബെഹർമാൻ ചോദിച്ചു എന്താണ് ജോൺസി എന്താ സ്റ്റുപ്പിഡാണ്. ബെഹർമാൻ കെയിം ടു സീ ജോൺസി. അങ്ങനെ ബെഹർമാൻ ജോൺസിനെ കാണാൻ വന്നു. ആൻഡ് ദെൻ റിട്ടേൺ ടു ഹിസ് റൂം. കാണാൻ വന്ന് തിരിച്ചു പോയി. ഓക്കെ, റെഡി? ദെൻ ദ നെക്സ്റ്റ് ഡേ ജോൺസി വോക്ക് അപ്പ് ആൻഡ് സോ ദ ലീഫ്. അങ്ങനെ അടുത്ത ദിവസം എന്താണ് ജോൺസി എണീറ്റപ്പോൾ ആ ലീഫ് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഗ്രീൻ ആൻഡ് ഹെൽത്തി. നല്ല ഗ്രീനായി നല്ല ഹെൽത്തി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ജോൺസി വാസ് എക്സൈറ്റഡ് ആൻഡ് ടോൾഡ് Sue to check the leaf as it was intact. അപ്പോൾ ഒന്നുകൂടി നീ നോക്കിയേ അത് അങ്ങനെ തന്നെ ഇല്ലേ എന്ന് വെച്ചിട്ട് നമ്മുടെ സൂനോടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാം. ജോൺസി നൗ സ്റ്റാർട്ടഡ് ടു റിക്കവർ. അപ്പോൾ അത് കണ്ടതോടുകൂടി നമ്മുടെ ജോൺസിക്ക് ആ ഒരു ഹോപ്പ് തിരിച്ചു കിട്ടി. ഓക്കെ, അങ്ങനെ തിരിച്ചു കിട്ടിയപ്പോൾ എന്തുണ്ടായി? തിരിച്ചു കിട്ടിയപ്പോൾ നമ്മുടെ ജോൺസി അപ്പോൾ നമ്മുടെ ജോൺസിക്ക് എന്തായി? ഒരു ഹോപ്പ് തിരിച്ചു കിട്ടി. ഞാൻ ഇനി ജീവിക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ ജോൺസിക്ക് വരികയാണ്. അങ്ങനെ ജോൺസി വീണ്ടും ഹെൽത്തി ആവാൻ പോവാണ്. കുറേ സൂപ്പൊക്കെ കുടിച്ചു അല്ലേ? Sue told her that sometimes you have to live for your friends. നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണം എന്ന് പറയാണ്. അങ്ങനെ the following day Sue told Johnsy that Mr. Berman had died as he had pneumonia. ന്യൂമോണിയ വന്നിട്ട് നമ്മുടെ ബെർമൻ മരിച്ചു എന്ന് പറയാണ്. ഓക്കെ, and it was later discovered that Berman went out in the stormy night to paint a leaf. ഒരു അന്നത്തെ ഒരു സ്റ്റോമി നൈറ്റിൽ നമ്മുടെ ബെർമൻ പുറത്ത് പോയിട്ട് ലീഫ് വരയ്ക്കാൻ പോയി ജോൺസിക്ക് വേണ്ടിയിട്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ബെർമന് ന്യൂമോണിയ വന്നത്. ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ ലീഫ് ബട്ട് എ പെയിൻറ്റഡ് വൺ ബൈ ബെർമൻ. The last leaf on the wall symbolizes hope and life which Berman sacrifices not only to Johnsy but also to the readers. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ചാപ്റ്ററിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് എന്തായാലും എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, റെഡി? നെക്സ്റ്റ് ദ ഹാപ്പിനെസ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ചിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്ന ആൾക്കാർ. നമ്മൾ കരയാറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരാകുമ്പോൾ കഴിയും അല്ലേ? പക്ഷേ എന്താണ്, നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ചിരിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ പൊട്ടി ചിരിക്കും വിത്ത് നോ റീസൺ അല്ലേ? ചിലപ്പോൾ നമുക്ക് റീസൺ പോലും ഉണ്ടാവില്ല. പുറമേ ഉള്ള ഒരാൾ കേട്ടുകഴിഞ്ഞാൽ അത് തമാശയാണെന്ന് പോലും തോന്നുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളിരുന്ന് ചിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, നമുക്കൊരു മെഷീൻ
ഉണ്ട് വിച്ച് കൻ മേക്ക് us ഹാപ്പി എന്നാണെങ്കിൽ ഒന്ന് ആലോചിക്കേ. യെസ്, അപ്പോൾ അതേപോലെ നമുക്ക് എപ്പോഴും ചിരിച്ചിരിക്കണം അല്ലേ? എല്ലാവർക്കും ആഗ്രഹം ചിരിക്കണം എന്നാണ്, കരയാൻ ആർക്കും ആഗ്രഹമില്ല. പിന്നെ ചിലവരൊക്കെ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിലൊക്കെ കരഞ്ഞുകൊണ്ട് റീൽസൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് റീച്ച് കിട്ടാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് റീൽസൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അല്ലേ, നമുക്കറിയാലോ. യെസ്, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ബേസിക്കലി എല്ലാവർക്കും എന്താണ്, ചിരിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം അല്ലേ. യെസ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹാപ്പിനെസ് മെഷീൻ, റേ ഡഗ്ലസ് ബ്രാഡ്ബറി ആണ് ഇത് എഴുതിയത്. ഡീൽസ് വിത്ത് ദ ഫാക്ട് ദാറ്റ് ഹാപ്പിനെസ് ഇസ് പ്രൈസ്ലെസ്. ഓക്കെ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയാണ്. ആൻഡ് ഇറ്റ് cannot be controlled by a machine. അതൊരു മെഷീൻ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയാണ്. ഓക്കെ, in the story, Leo Hoffman one day moved slowly into a workshop for his mastercraft, a novel invention, the happiness machine. അപ്പോൾ ഒരു അടിപൊളി മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ലിയോ ഓഫ്മൻ പോവാണ്. for the purpose of making one happy, ഒരാളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഒരു മെഷീൻ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ്. he asked his wife whether she was pleased and delightful, to which she replied that she was not delighted. നീ ഡിലൈറ്റും പീസ്ഫുൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കുറേ പണിയൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. ഷീ കംപ്ലെയിൻ ദാറ്റ് ഹി ടോക്ക് ടു ഹർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 6 months and for the first time in 20 years that their supper bread turned into charcoal. Okay, so Lena asked if the machine could make the old men young. അപ്പോൾ വയസ്സായ ആൾക്കാരെ യങ് ആക്കാൻ പറ്റുമോ, ഹാപ്പി ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അല്ലെങ്കിൽ ആൻഡ് ഇഫ് could it get everything done for the house, നമ്മുടെ കിച്ചണിനും ഹൗസിനൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത് വെച്ചിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. her husband replied that the machine was not made for these things. ഇതിനൊന്നും വേണ്ടി ഉണ്ടാക്കിയതല്ല ഞാൻ ഈ മെഷീൻ എന്ന് പറയാണ്. നെക്സ്റ്റ് ഡേ ലിയോ led his wife to the 8 foot tall orange colored machine and asked her to test the machine. അപ്പോൾ ഒരു 8 അടി വലുപ്പത്തിലിരിക്കുന്ന ഒരു ഓറഞ്ച് കളേർഡ് മെഷീൻ്റെ അടുത്തേക്ക് വൈഫിനെ കൊണ്ടുപോവാണ്. എന്നിട്ട് വൈഫിനോട് അത് ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. ഓക്കെ, നല്ല ഭർത്താവ്. ഷീ ഗോട്ട് ഇൻ ടു ദ മെഷീൻ, സാറ്റ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ ഹസ്ബൻഡ്. അങ്ങനെ മെഷീൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ആ ഹസ്ബൻഡിനെ നോക്കി. ദെയർ വാസ് എ ക്ലിക്ക് ആൻഡ് മെഷീൻ ഷിവേർഡ്. അപ്പോൾ ഒരു ക്ലിക്ക് വന്നു, എന്താണ്, മെഷീൻ ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഗ്രൗൾഡ് ലൈക്ക് എ വൈൽഡ് ഡോഗ്, ഒരു വൈൽഡ് ഡോഗ് ഊന്ന് ഒച്ച ഉണ്ടാക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ടായിരുന്നു. ആൻഡ് ഇൻസൈഡ് ദ ബോക്സ് എന്ത് ചെയ്തു, നമ്മളുടെ വൈഫ് ഇങ്ങനെ ക്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദാറ്റ്, പാരിസ്, റോം, ദ പിരമിഡ്സ്, പെർഫ്യൂം, ദ ബ്ലൂ ഡാനുബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിഫോർ ലിയോ ഓഫ്മൻ കുഡ് ഗെറ്റ് happy, his smile faded when he heard someone crying inside. അതുകൊണ്ട് പെട്ടെന്ന് എന്തായി, ഒരാൾ കരയുന്ന സൗണ്ട് കേട്ടപ്പോൾ എന്തുണ്ടായി, നമ്മുടെ ലിയോ ഓഫ്മന് അത്ര ഹാപ്പി ആയിട്ട് തോന്നിയില്ല. ഓക്കെ, ലെന came out and said that he made her feel that she was in Paris. അപ്പോൾ ഞാൻ പാരീസിലെത്തിയ പോലെയാണ് നീ എന്നെ ഫീൽ ആക്കിയതെന്ന് പറഞ്ഞു. and he made her dance on the dance floor. the machine showed her young, അല്ലേ, ലെനനെ ഭയങ്കര യങ് ആക്കി കാണിച്ചു. the machine made a sunset last forever, the air fragrant and the temperature fine, which was all false in reality. പക്ഷെ ഇതൊന്നും എന്തല്ല. മിസ്, വാട്ട് ഇസ് യുവർ നെയിം? മിസ്സിൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ അതോ വേറെ ഓരോ ചാറ്റിംഗ് ആണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? മിസ് ഇത്ര കാലം കഴിഞ്ഞ് നിങ്ങളെ കാണാൻ വന്നിട്ട് നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്യാം. ഞാൻ എന്താ എക്സൈറ്റഡ് ആയിരുന്നു എന്നറിയോ, ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ മിസ് ചാറ്റ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ചാറ്റ്. യെസ്, ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തി? ചെക്ക് ദ മെഷീൻ, ഹീ സാറ്റ് ഡൗൺ ഇൻസൈഡ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലിയോ ഉള്ളിൽ കയറിയിരുന്നു. ഓക്കെ, ഉള്ളിൽ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഷട്ട് ദ ഡോർ. ബട്ട് ആസ് ഹി ബിഗാൻ ടു ഫ്ലോട്ട് with colors and music in great relaxation, he heard someone screaming, fire papa. ആളിങ്ങനെ അതിനകത്ത് ലയിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒച്ച കേട്ടു, ഫയർ പപ്പ എന്ന് ഒച്ച കേട്ടു. ഓക്കെ, തീ കത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒച്ച കേട്ടു. the machine is on fire, ഈ മെഷീൻ കത്തുന്നുണ്ട് എന്ന് പറയാൻ. the boys dragged him out. when someone broke the door open, a muffled explosion was heard from behind. അപ്പോൾ വേഗം തന്നെ അതിനകത്ത് പുറത്ത് വലിച്ചിറക്കി പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ കേട്ടു. The firemen strived to put the flames out. അപ്പോൾ ഫയർമെൻ വന്നു, അവർക്ക് ഇത് കെടുത്താൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. Hoffman's children felt proud of the giant flames coming out from their garage, which became a visual treat for everyone. എല്ലാവരും ഇത് കത്തുന്ന നോക്കിയിട്ട് വാവ് എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. Okay, after the unfortunate incident, Lena explained to Leo that she would be there in the house to put things back to normal. ഞാൻ കൂടെ ഉണ്ടാവും, നമ്മുടെ വീട്ടിലുള്ള എല്ലാം പഴയ പോലെ ആക്കാൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവും. There was an absolute chaos in the commotion Leo made with the machine. Leo Hoffman left the grandfather and his children when all the firemen and people had gone. He stirred his boot through the wet ashes and said, the first real thing you learn in your life is you are a fool.
ഓക്കെ എന്ന് പറയാണ്. ആൻഡ് ഡു യു വോണ്ട് ടു സീ ദ ഹാപ്പിനെസ് മെഷീൻ? It got patented more than 1,000 years ago and it is still there, even though not always good, but it runs on and on. അത് എത്രയോ കാലം മുന്നേ ഉള്ളതാണ് എന്ന് പറയാണ്. When they looked through the window, they saw Saul and Marshall playing chess at the coffee table and Rebecca laying out of the silver in the dining room. Naomi was cutting paper roll dresses and Ruth painting watercolors. Joseph was running his electric train and Lena was sliding a pot roast from the steaming oven. Feeling the healing touch of all the bits and pieces of the house and in sheer ecstasy, Leo said the happiness machine. അപ്പോൾ ആളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, ഫാമിലി തന്നെയാണ് ആ ഒരു ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോറി, ലാസ്റ്റ് അല്ലേ? യെസ് യെസ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റോറിയാണ് നമ്മളുടെ ട്രയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രയോസ് ഉണ്ടാവും അല്ലേ, നമ്മളുടെ ഫേവറേറ്റ് ട്രയോസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സാമിനുള്ള ഏറ്റവും ആദ്യത്തെ ട്രയോ ആണ് നമ്മളുടെ അലൻ സാർ, അലക്സ് സാർ, അർച്ചന മിസ് അല്ലേ. അവർ അത്രയും കംഫർട്ടബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. അതേപോലെ എന്താണ് ഇപ്പോൾ മിസ്സിനാണെങ്കിൽ ദിൽഷ മിസ്സും ATR മിസ്സും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ എന്തുണ്ടാവും, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ട്രയോസ് ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ലേ, എല്ലാവർക്കും ഇല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ട്രയോ ഗ്യാങ് ഒക്കെ ഉണ്ടാവില്ല. മിസ്സിന് സ്കൂളിലുണ്ടായിരുന്നു അത്. അപ്പോൾ അതെന്താണ്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? 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 ട്രയോ ഉള്ള ആൾക്കാരുണ്ടോ അവിടെ? ഇല്ല. അതെന്തോ പറ്റി ഗോപിക കുട്ടി, എന്തോ പറ്റി? ഉണ്ട് മിസ്സേ. യെസ്. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലാണല്ലേ, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രയോയുടെ കഥയാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എനിക്കറിയുന്ന 2 ട്രയോ ആണ് ഇവിടെ വെച്ചത്. ഇവിടെ അല്ലാതെയും കുറേ ട്രയോസുകളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരും അടിപൊളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. Yes, okay. The trio by R.K. Narayan is an informative lesson revolving around the 3 boys named Mani, Rajam and Swaminathan. R.K. Narayan's stories na pratyekada ariyam. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുക. ഭയങ്കര കടുകട്ടിയായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം ആ ഒരു രീതിക്കാണ് സ്റ്റോറി ഉണ്ടാവുക കേട്ടോ എപ്പോഴും. അപ്പോൾ ഇവരെ ഈ ഒരു കഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പേരുണ്ട്. ആ 3 പേര് ആരൊക്കെയാണ്? മണി, രാജം ആൻഡ് സ്വാമിനാഥൻ, സ്റ്റഡിങ് ഇൻ ദ സെയിം ക്ലാസ് ആൻഡ് കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ്. 3 പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷേ 3 പേരും 3 ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ദ മേജർ ഐഡിയ ഓഫ് ദ സ്റ്റോറി ഈസ് ടു ത്രോ ലൈറ്റ് ഓൺ ദ സ്ട്രോങ് ബോണ്ടിങ് ഓഫ് ദ ഫ്രണ്ട്ഷിപ്പ് among these boys at the culmination of the story. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവർ 3 പേരും തമ്മിലുള്ള നല്ലൊരു സൗഹൃദം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മണി ഈസ് പ്രസന്റഡ് ആസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ് ഹൂ ഈസ് പുവർ ഇൻ അക്കാഡമിക്സ് വൈൽ രാജം ഇസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻറ്റ്. അപ്പോൾ മണി ഒരു പുവർ സ്റ്റുഡൻ്റ് ആണ്, അക്കാഡമിക്സിൽ തീരെ പഠിക്കാത്തൊരു കുട്ടിയാണ്. രാജം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഇസ് അൺബീറ്റബിൾ, ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദേ വേ ഈവൻ റൂമേഴ്സ് ദാറ്റ് രാജം ഹാഡ് കം ഫ്രം ഇംഗ്ലീഷ് ബോയ്സ് സ്കൂൾ സംവെയർ ഇൻ മദ്രാസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു ഏതോ ഒരു ഇംഗ്ലീഷ് ബോയ്സ് സ്കൂൾ, നമ്മുടെ മദ്രാസിലുള്ള ഏതോ ഒരു ഇംഗ്ലീഷ് ബോയ്സ് സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവൻ ഇത്ര ബുദ്ധി എന്നൊക്കെ പറയുന്നത് അല്ലേ, അതുകൊണ്ടാണ് ഇവൻ ഇത്ര നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. R.K. Narayan begins the story by describing River Saryu as the pride of Malgudi because its sandbanks were the evening resort of all the people of the town. അപ്പോൾ ആ സരയു നദീനെ ഭയങ്കരമായിട്ട് പൊക്കിയടിച്ചിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ സ്വാമിനാഥനും മണിയും ഈ റിവർ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവരെ ലെഗ്സ് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ആട്ടിക്കളിക്കുക, അതിനാണ് ഡാംഗ്ലിംഗ് എന്ന് പറയുക. On seeing the flow of river water deep and fast, Mani decided to bring Rajam, his new and brilliant classmate, and throw him into the water. Appo yes, yes, okay, റെഡി. അപ്പോൾ സ്വാമിനാഥൻ എന്ത് ചെയ്തു? അപ്പോൾ നമ്മുടെ മണി വിചാരിച്ചു ഓക്കെ ഈ ഒഴുക്കൊക്കെ കണ്ടു, അപ്പോൾ എന്നാൽ പിന്നെ രാജമൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് രാജം നീ വെള്ളത്തിൽ തള്ളിയിടാം എന്ന് വിചാരിച്ച് നിൽക്കാൻ. ഓക്കെ, രാജം യൂസ് ടു ബി ഡ്രസ്ഡ് വെരി വെൽ ആൻഡ് വാസ് ദ ഓൺലി ബോയ് ഇൻ ദ ക്ലാസ് ഹൂ വോർ സോക്സ് ആൻഡ് ഷൂസ്. അപ്പോൾ രാജം ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്, സോക്സും ഷൂസും ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകുന്ന ആളാണ്. അതേപോലെ ഫർ ക്യാപ്പ്, ടൈ ആൻഡ് എ വണ്ടർഫുൾ കോട്ട് ആൻഡ് നിക്കേഴ്സ് ഒക്കെ ഇടുന്ന ആളാണ്. മെനി ഓഫ് ഹിസ് ക്ലാസ്മേറ്റ്സ് കുഡ് നോട്ട് ഡെയർ ടു ടോക്ക് ടു ഹിം ഇൻ ഇംഗ്ലീഷ് എക്സെപ്റ്റ് ശങ്കർ. അപ്പോൾ ശങ്കർ അല്ലാതെ വേറെ ആരും ഒരു ഇംഗ്ലീഷിൽ പോയിട്ട് അവനോട് വർത്താനം പറയാറില്ല, അല്ലെങ്കിൽ ഹു ഡെയർ ടു ഫേസ് ഹിം ത്രൂ ഹിസ് ഇംഗ്ലീഷ് സൗണ്ടഡ് വീക്ക് ബിഫോർ ദാറ്റ് ഓഫ് രാജം. അപ്പോൾ എന്നാൽ നമ്മുടെ രാജത്തിൻ്റെ മുന്നിൽ നമ്മുടെ ശങ്കറിൻ്റെ ഇംഗ്ലീഷ് വളരെ വീക്കാണ്, എന്നാലും ശങ്കറാണ് പിന്നെങ്കിലും ഒരു ധൈര്യം കാണിച്ച് പോയി സംസാരിക്കാറുള്ളൂ. ഓക്കെ, ഇഫ് മണി ജാബ്ഡ് രാജം ജാബ്ഡ്. മണി ജാബ് ചെയ്താൽ രാജം ജാബ് ചെയ്യും. ഓക്കെ,
മണി ജാബ് ചെയ്താൽ രാജം ജാബ് ചെയ്യും. ഇഫ് മണി ക്ലൗട്ടഡ് ഹീ ക്ലൗട്ടഡ്. മണി ക്ലൗട്ട് ചെയ്താൽ രാജം ക്ലൗട്ട് ചെയ്യും. ഓക്കെ, അതായത് ഇടിക്കുക, പിച്ച, ഇതിനൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇഫ് മണി കിക്ഡ് ഹീ കിക്ഡ്, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇഫ് മണി വാസ് ദ ഓവർലോഡ് ഓഫ് ദ ക്ലാസ്, രാജം സീം ടു ബി നത്തിങ് ലെസ്. In addition, Rajam was a regular 70%. അപ്പോൾ നമ്മുടെ രാജം എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഗുലർ 70% മാർക്സ് കിട്ടുന്ന ആളായിരുന്നു. Thus, Mani decided to solve his problem simply by throwing Rajam into the river. അപ്പം എന്നാൽ പിന്നെ രാജമിനെ എടുത്തും കൂടി റിവറിൽ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. So Swaminathan sat between Mani and Rajam to act as a cord between them. അപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഹംസമായിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ സ്വാമിനാഥൻ കയറി നടുക്കിയിരിക്കുകയാണ്. Mani wrote a piece of paper, are you a man? അപ്പോൾ മണി എന്ത് ചെയ്തു, ഒരു പേപ്പർ എഴുതിയിട്ട് are you a man, നീ ഒരു ആണാണോ എന്ന് ചോദിച്ചിട്ട് ഏറ്റവും ട്രിഗർ ചെയ്യാൻ പറ്റില്ലേ, ആൺകുട്ടികളെ ഏറ്റവും ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് are you a man, നീ ഒരു ആണാണോ എന്ന് ചോദിച്ചിട്ട് എഴുതി കൊടുത്തു. ഗേവ് ഇട്ട് സ്വാമിനാഥൻ അത് രാജമിന് കൊടുത്തു. അപ്പോൾ രാജം എന്ത് ചെയ്തു, അതിനെ ചുരുട്ടിക്കൂട്ടി ഒരൊറ്റ ഇറങ്ങെറിഞ്ഞു. ഓക്കെ, a few times later the teacher asked Swaminathan to stand up and asked him various questions. അപ്പോൾ സ്വാമിനാഥനെ എണീപ്പിച്ചെടുത്ത് കുറച്ച് ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചു. വാട്ട് ഇസ് ലിസ്ബൺ ഫേമസ് ഫോർ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ, വാട്ട് ഡിഡ് ഹി നോ അബൌട്ട് ദ ഇന്ത്യൻ ക്ലൈമറ്റ്, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ നോട്ട് ഗെറ്റിംഗ് ദ പ്രോപ്പർ ആൻസേഴ്സ്, ടീച്ചർ എന്ത് ചെയ്തു, ഫൈനലി അവനെ പണിഷ് ചെയ്തു. ഓക്കെ, പണിഷ് ചെയ്തു. Mani again began his enmity by directly asking Swaminathan, are you a man? അപ്പോൾ വീണ്ടും നമ്മുടെ മണി എടുത്തിട്ടു, നീ ഒരാണാണോ? So as to pass the question to Rajam, to which Rajam shouted, which dog doubts it? അപ്പോൾ ഏത് ഡോഗാണ് അത് ഡൗട്ട് ചെയ്യുന്നത്, ആർക്കാണ് സംശയം എന്ന് ചോദിച്ചു. ഓക്കെ, തെറി പറഞ്ഞതാണ്, പക്ഷേ എന്താണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാം. Mani then challenged Rajam to prove his masculinity by meeting him at the river. ഓക്കെ, അപ്പോൾ മണി എന്ത് ചെയ്തു, മണി then challenged Rajam, എന്നാൽ പിന്നെ നീ വാ നമുക്ക് റിവറിന് കാണാം എന്ന് പറഞ്ഞ് നമ്മളെ റിവറിലേക്ക് വാടാ എന്ന് പറഞ്ഞു. ഓക്കെ, നിയർ നല്ല പാസ് ക്രൂ. അപ്പം എന്നാൽ പിന്നെ അവിടുന്ന് നമുക്കിത് തീർക്കാം എന്ന് പറയാണ്. സോ മണി വാസ് പ്ലാൻ ടു ബ്രേക്ക് രാജംസ് ഹെഡ്. അപ്പം മണി പ്ലാൻ ചെയ്ത് നമ്മളെ രാജ്യത്തിന് തല അടിച്ചു പൊട്ടിക്കാന്നാണ്. ഓക്കെ, ഫുൾ വയലൻസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ബോഡി റിവറിലേക്ക് കളയാമെന്നാണ് ഉദ്ദേശം. ഓക്കെ, ചെറിയ കുട്ടികളാണ്, ചിന്തിക്കുന്നതെന്ന് ആലോചിക്കുക, ഭയങ്കര വയലൻ്റ് ആയിട്ട്. at the sound of the creaking boats, അപ്പോൾ ഒരു ബൂട്ട് ഇങ്ങനെ നടന്നു വരുന്ന സൗണ്ട് കേട്ടപ്പോൾ എന്തായി, ഇവരെ തിരിഞ്ഞു നോക്കി and found that രാജം had come. അപ്പോൾ രാജം എത്തിയിട്ടുണ്ട് ബാക്കിൽ. He was dressed in khaki, ഒരു കാക്കി ആയിരുന്നു ഇട്ടിരുന്നത്, and carried his arm an air gun, ഒരു എയർ ഗൺ കയ്യിലുണ്ടായിരുന്നു, was given to him couple of months ago on his birthday. He shot fire in the air, അതിനകത്ത് ടുഷും ടുഷും എന്ന് പറഞ്ഞിട്ട് എയറിലേക്ക് ഷോട്ട് ചെയ്തു. Rajam informed that next shot would be going to be into his body, to which Mani declared the fight was unfair. അപ്പോൾ രാജം പറഞ്ഞു, ഇനി അടുത്ത വെടി നിന്റെ നെഞ്ചത്താ എന്ന് പറഞ്ഞു. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ മണി പറഞ്ഞു, ഇത് ഭയങ്കര അൺഫെയർ ആണ്, നിന്റെ കയ്യിൽ മാത്രമേ തോക്കുള്ളൂ, എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജം asked him about the club which Mani had brought with him. Mani hanged down his head on this. അപ്പോൾ രാജം പറഞ്ഞു, നിന്റെ കയ്യിലൊരു ക്ലബ്ബില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ മണി പറഞ്ഞു, ഓ സീനായല്ലോ, കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ തല താത്തി നിന്നു. And informed Rajam that once he called him a sneak before someone he had hated towards Rajam. Rajam on this cleared that he never called him a sneak. അപ്പോൾ എന്നെ നീ സ്നീക്ക് എന്ന് വിളിച്ചതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം പിടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ രാജം പറഞ്ഞു, ഞാൻ ഇന്നേ വരെ അങ്ങനെ വിളിച്ചിട്ടില്ല, അതായിരുന്നു റീസൺ എന്നുണ്ടെങ്കിൽ then he should forget everything. നമ്മൾ ഇതൊക്കെ മറന്നിട്ട് ഫ്രണ്ട്സ് ആവാം എന്ന് പറയാണ്. രാജം എന്ത് ചെയ്തു, ഗണ്ണ് ലോവർ ചെയ്തു, മണി കത്തി താഴെ ഇട്ടു. ആൻഡ് ദ ഇഷ്യൂ വാസ് ദസ് സെറ്റിൽ ഡൗൺ. അങ്ങനെ നമ്മുടെ ഇഷ്യൂ ഒക്കെ സോൾവ് ആയി. ടു ഷോ ഹിസ് ഗുഡ് വിൽ, നല്ലൊരു ഗുഡ് വില്ല് കാണിക്കാൻ വേണ്ടിയിട്ട്. മിസ് ലൈവ് കഴിയുമ്പോൾ ലൈവ് ചാറ്റൊക്കെ വായിക്കാറുണ്ട്. യെസ്, ഓക്കെ. ദർ വാസ് എ സ്പാർക്ക് ആൻഡ് ഗ്ലോ ഇൻ ദ എയർ വെൽക്കമിങ് ദ എസൻസ് ഓഫ് ന്യൂ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. യെസ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നാളെ 7:30 ഇതേപോലെ നമുക്ക് ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് ഉണ്ട്. ആൻഡ് അതിൽ നമ്മുടെ സ്വന്തം അലക്സാറൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നാളെ ഗ്രാമറും ഡിസ്കോഴ്സും, അതിൽ നിങ്ങൾക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. സോ നിങ്ങൾ മിസ് ചെയ്യരുത് നാളത്തെ ലൈവ്. ഇപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക, നാളത്തെ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ മറക്കാതെ 7:30 അറ്റൻഡ് ചെയ്യണം. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾ എല്ലാവരും മിസ്സിനൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ലൈവ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈവ് ചാറ്റിലല്ല, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മിസ് കുറേ കാലമായില്ലേ നിങ്ങളെ കണ്ടിട്ട്, അപ്പോൾ നിങ്ങളെ കമൻസ് ഒക്കെ കാണാൻ ഒരു ആഗ്രഹം. ഓക്കെ, റെഡി? അപ്പോൾ നല്ല നല്ല കമൻസുകളൊക്കെ മിസ് പ്രതീക്ഷിക്കുന്നു. മിസ് എല്ലാ കമൻസും വായിക്കും. മിസ്സിന് ഇഷ്ടപ്പെട്ട കമൻറ്റിനൊക്കെ മിസ് റിപ്ലൈ തരാം. ഓക്കെ, റെഡി?
യെസ്, അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഒരു വെരി 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 ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ നോട്ട് കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. നാളെ രാവിലെയൊക്കെ വായിച്ചാൽ മതി, ഒന്ന് വായിച്ച് നോക്കുക. ആൻഡ് വൈകുന്നേരം നമ്മുടെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് ലൈവ് കാണുക, അതൊന്ന് വായിച്ച് നോക്കുക, സെറ്റാക്കുക. ഓക്കെ, എക്സാം നമുക്ക് അടിപൊളിയായിട്ട് ഏതാ, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് കിടന്നുറങ്ങിക്കോ. നമുക്ക് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ.